എപ്പിസോഡ് തുടങ്ങുന്നത് റോബോ നാംഷിന്റെ ചിന്തകളിലൂടെയാണ്. അവനും ആലോചിക്കുന്നത് താനൊരു മനുഷ്യനായിരുന്നെങ്കിൽ എന്നാണ്. അവൾ സന്തോഷിക്കുന്ന സമയം എനിക്ക് സന്തോഷിക്കാമായിരുന്നു, അവൾ കരയുന്ന സമയം എനിക്ക് കരയാമായിരുന്നു, അവൾ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയം തിരിച്ചും അതുപോലെ പറയാമായിരുന്നു. പക്ഷേ ഞാനൊരു റോബോട്ടല്ലേ, എനിക്ക് പ്രണയം ഒരിക്കലും ഫീൽ ചെയ്യാൻ കഴിയില്ല, പിന്നെന്തിനാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവളെ തേടി ഷിന്നുള്ള സ്ഥലത്തേക്ക് അവനും എത്തുന്നു. അവൻ കാണുമ്പോൾ ഷിൻ അവളെ വളരെ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. അത് കണ്ട് അവനും അവളെ പിടിച്ചു മാറ്റുന്നു. അത് കണ്ട് ഷിന്നും ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പ്രശ്നമെന്ന്. റോബോനാംശനും ഞാൻ നിന്നെ അവന്റെ അടുത്ത് നിന്നും സംരക്ഷിക്കുമെന്ന് പറയുന്നു. ഇതിനെയാണോ ജലസി എന്ന് പറയുന്നത്? അത് കേട്ട് അവളും ഷോക്കായി നിൽക്കുന്നു. റോബോനാംശനും ആലോചിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന്. ശേഷം അവനും ഷിന്നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഷിന്നും ഞാൻ സോബോങ്ങിനോട് വെറുതെ തമാശക്കാണ് അങ്ങനെയൊക്കെ ചെയ്തത്, നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ റോബോനാംശനും ഇനി മേലാൽ അവളോട് അങ്ങനെ കാണിക്കരുത്. ഷിന്നും നേരത്തെ നീ എന്നെ സഹായിച്ചതിന് നന്ദിയുണ്ട്. റോബോനാംശനും ഇനി ഒരിക്കലും എന്റെ അമ്മയോട് ഞാൻ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അതിനവനും എനിക്കും ഇനിയൊന്നും അവരോട് ചോദിക്കാനില്ല. റോബോനാംശനും അവിടെ നിന്ന് പോകുന്നു. ശേഷം സൊബോങ്ങും അവനെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്. നീ എന്തിനാ അവനെങ്ങനെ സഹായിക്കാനായി പോയത്? അവനങ്ങനെ ചോദിച്ചതിന് കാരണം നിന്നെയും ആ ലേഡിയെയും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനവനും എന്തായാലും അത് നന്നായി, അമ്മയോട് എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്നെ കുറിച്ചോർത്ത് ദുഃഖിക്കരുതെന്നും ഞാൻ അമ്മയോട് പറഞ്ഞു. സോബോങ്ങും നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനവനും എനിക്ക് നീ ഉണ്ടല്ലോ എന്ന് പറയുന്നു. സോബോങ്ങും അവനോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അവനെ കാണാനായി പോകരുത്, അവൻ ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കും. ശേഷം ഏനയും ഷിന്നിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ സോബോങ്ങിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതിന് ഷിന്നും ഞാൻ വെറുതെ അവളോട് തമാശ കാണിച്ചതാണ്, അവൾ ഒരു റോബോട്ടിനെ പ്രണയിക്കുന്ന കാര്യം വളരെ തമാശയായിട്ട് തോന്നി. ശേഷം ലേഡിയും വീട്ടിലേക്ക് വരുന്നു. അവനും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും കാണാനായി പോയിട്ടുണ്ടോ എന്ന്. പക്ഷെ അവരാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ഞാൻ ആരെയും കാണാൻ പോയതല്ല, വെറുതെ നടക്കാനായി പോയതാണെന്ന് പറയുന്നു. ഇതൊരു കള്ളമാണെന്ന് ഷിന്നിനറിയാം, കാരണം ഇവര് റോബോനാംഷിനെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു. അക്കാര്യം ഇവനോട് പറഞ്ഞില്ല. ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇവനും മനസ്സിലാകുന്നു. അവരാണെങ്കിൽ റോബോനാംഷിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അസിസ്റ്റന്റും റോബോനാംഷിനെ വിളിച്ച് നാളെ കമ്പനിയിൽ എത്തണമെന്ന് പറയുന്നുണ്ട്. അവനും അത് സമ്മതിക്കുന്നുണ്ട്. ഇക്കാര്യം സോബോങ്ങിനോടും പറയുന്നു. അവളും നീ ഷിന്നിനെ പോലെ അഭിനയിക്കണമെങ്കിൽ കയ്യില് ഒരു ബാൻഡേജ് കെട്ടിക്കൊണ്ട് വേണം പോകാൻ. അവളും അവന്റെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കുന്നു. അവളും നേരത്തെ സംഭവിച്ച കാര്യം അവനോട് ചോദിക്കുന്നുണ്ട്. നിനക്ക് ശരിക്കും ജലസി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിൽ നിന്നും എന്നെ സംരക്ഷിക്കുമെന്ന്. ശരിക്കും ഷിന്ന് അങ്ങനെ ചെയ്യുന്നത് കണ്ട് നിനക്ക് ദേഷ്യം വന്നിരുന്നോ? അതിനവനും ഞാനൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെയാണ് ഞാനത് പറഞ്ഞത്, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ജലസി എന്താണെന്ന് എനിക്കറിയില്ല. അതിനവളും മിക്കവാറുള്ള എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് അറിയില്ല, നിന്റെ ഇമോഷൻസ് നീ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് കാണിക്കുന്നത്, മറ്റാർക്കും അത് മനസ്സിലാവില്ല, പക്ഷെ എനിക്കറിയാം. ആ സമയം അവളുടെ അച്ഛന്റെ സ്റ്റുഡന്റും അങ്ങോട്ടേക്ക് വരുന്നു. ഇന്ന് ഞങ്ങൾ നാംഷിന്റെ കൂടെയാണ് കിടക്കാനായിട്ട് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ അവനൊന്നും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതിനവളും അവരുടെ കഴുത്ത് ചെന്ന് പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവന്മാരും ഞങ്ങൾക്ക് വേദന എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവളും അവരെ വിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം റോബോനാംശനും ഇവരെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അത് ഇവരും ശ്രദ്ധിക്കുന്നു. നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? അതിനവനും എന്റെ ഇമോഷൻസ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലാണുള്ളത് എന്ന് പറയുന്നുണ്ട്. ശേഷം ഷിന്നിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ അവന്റെ അമ്മ കള്ളം പറഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ഇരിക്കുകയാണ്. ആ സമയം യനയുടെ അച്ഛനും അവളെ വിളിക്കുന്നു. ഇത് അവനും കാണുന്നുണ്ട്. അവനും മെല്ലെ ആ ഫോണ് അറ്റൻഡ് ചെയ്യുന്നു. അയാളും നീ എന്താ എന്റെ കോള് അറ്റൻഡ് ചെയ്യാത്തത്? നീ ആ വൃത്തിയായിട്ടവന്റെ കൂടെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം അവൻ എഴുന്നേറ്റിട്ടുണ്ടെന്ന്, പിന്നെ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അവനും അയാളോട് സംസാരിക്കുന്നു. കുറെ നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എന്ന് പറയുന്നു. അടുത്ത ദിവസം അയാളും അവനെ വന്ന് കാണുന്നുണ്ട്. അവനും അയാളോട് എന്തിനാ എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് കരുതിയിട്ടാണോ? അത് അയാൾ സമ്മതിക്കുന്നില്ല. നീ എന്തൊക്കെയായി ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. അതിനവനും നിങ്ങൾ വീണ്ടും കള്ളം പറയുകയാണ്, അതുമാത്രല്ല നിങ്ങൾ കാരണമാണ് ആ റോബോട്ടും ഇവിടേക്ക് വന്നത്. എന്നെല്ലാം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ച ആളും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛനെ പോലെ തന്നെയാണ് അവളും. അതിനയാളും നീ അവളെ ഭീഷണിപ്പെടുത്തിയെന്ന് ചോദിക്കുമ്പോൾ അവനും ഞാനൊന്നും തന്നെ ചെയ്തില്ല, അവൾ സ്വന്തമായി തന്നെയാണ് എന്നോട് ഇതെല്ലാം എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ അവളോട് പറഞ്ഞാൽ അവൾ മരിക്കാൻ തന്നെ തയ്യാറാകും എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്താനായി ശ്രമിക്കുന്നു. അത് കേട്ട അയാളും നീ വിചാരിക്കുന്നുണ്ടോ എന്നെ ചതിച്ച എന്റെ മകളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്? നിനക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നീയാണ് അവളെ കുറിച്ച് കൂടുതലായി ഓർക്കുന്നത്, അവൾ മാത്രമാണ് നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത്. നിന്റെ അമ്മയ്ക്ക് മറ്റൊരു മകനുണ്ടല്ലോ, അവൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, അത് വീട്ടിലായാലും ഓഫീസിലായാലും. അത് കേൾക്കുമ്പോൾ അവനും ദേഷ്യം വരുന്നു. ചെയർമാനായാലും അസിസ്റ്റന്റിനായാലും അവനെ വളരെയധികം ഇഷ്ടമാണ് എന്നും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിട്ട് പോകുന്നു. അവനാണെങ്കിൽ ആ റോബോട്ടിനോട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശേഷം അയാളും യനയെ കാണാനായി പോകുന്നുണ്ട്. നിന്നോട് ഞാൻ അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ, നീ ശരിക്കും അവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അയാൾ എന്നെ കൊന്നാലും അതിനവളും നിങ്ങളും അവനെ കൊല്ലാനായി ശ്രമിച്ചതാണല്ലോ. അത് കേട്ടിട്ട് അയാളും നീ ജനിച്ചത് മുതലുള്ള നിന്നെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഞാൻ മായ്ച്ചു കളയുകയാണ്, ഇനി മുതൽ എനിക്ക്
എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നു. എന്നെയും ഷിന്നിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ അച്ഛൻ ഇവിടെ വരുമെന്ന് നീ എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നത്? നീ എന്നെ കുറിച്ച് ഒരു തവണയെങ്കിലും ആലോചിച്ചോ? എന്തിനാ അയാളെ കണ്ടത്? നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുന്നു. അതിനവനും നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. നിന്നെ അത് കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. അതിനവളും എന്റെ അച്ഛനെ ചതിച്ചിട്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ എനിക്കും അവകാശമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവളോട് ക്ഷമയും ചോദിക്കുന്നു. എനിക്കറിയാം നീ മാത്രമേ എനിക്കുള്ളൂവെന്ന്. ഇനി മുതൽ എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറയാം. അവളും ഇനി എന്റെ അച്ഛനെ കാണാനായി ശ്രമിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ലേഡിയും അവിടേക്ക് വന്ന് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. നീ എന്തിനാ ആ ഡയറക്ടറെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അതിനവനും എനിക്കൊരു കാര്യം അയാളിൽ നിന്ന് അറിയാനായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നു. അതെന്താണെന്ന് അവരും ചോദിക്കുമ്പോൾ അവനൊന്നും തന്നെ അവരോട് പറയുന്നില്ല. നീ എന്തൊക്കെയായി ചെയ്യുന്നത്? എന്റെ മകൻ എന്നെ കാണാനായി വന്ന സമയത്താണ് ആക്സിഡന്റ് ഉണ്ടായത്. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാനായില്ലെന്ന്. അതിനവനും ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടല്ല അവിടേക്ക് വന്നത്. നിങ്ങളെ 20 വർഷമായി ഞാൻ കാണുന്നില്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാ നിങ്ങളെ മാത്രം കാണാനായി ഞാൻ അവിടെ വരുന്നത്? ഞാൻ ഒരു കാര്യം ചെക്ക് ചെയ്യാനാണ് അവിടെ വന്നത്. പക്ഷെ ഞാൻ അതിനെ അവിടെ വെച്ച് കണ്ടതും എന്റെ എല്ലാ കൺട്രോളും പോയി. ഞാൻ ഒരിക്കലും അവിടേക്ക് പോകാനായി പാടില്ലായിരുന്നു. ഒന്നും അറിയാതെ ഞാൻ ഇവിടെ ജീവിച്ചാൽ മതിയായിരുന്നു. ഇത് കേട്ടിട്ട് ആ ലേഡിക്കും വിഷമമാകുന്നു. അവർക്കും തലവേദന എടുക്കുന്നുണ്ട്. ശേഷം ഡയറക്ടറും ചെയർമാന്റെ അടുത്തേക്ക് വരുന്നു. ഞാനിന്ന് ഷിന്നിനെ കാണാനായി പോയിരുന്നു. അവന് അവന്റെ അച്ഛനെ കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. ചെയർമാനും അതൊരിക്കലും സംഭവിക്കില്ല. ഡയറക്ടറും അവൻ എന്നോട് പറഞ്ഞു. അവനത് അന്വേഷിക്കാനായി ചെക്ക് റിപ്പബ്ലിക്കിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഡയറക്ടറും അതെന്തായാലും നന്നായി. ഇനി എനിക്ക് അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഷിന്നെന്തായാലും ആ രഹസ്യങ്ങളെല്ലാം കണ്ടുപിടിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുമകനെ നിങ്ങൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മകനെ ചെയ്തതുപോലെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശേഷം റോബോനാംശനും ഓഫീസിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് ലഞ്ച് കഴിക്കാനായി പോകുന്നു. ആ സമയം ലേഡിയും അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയല്ലേ, നിങ്ങളെ ലഞ്ച് കഴിക്കാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാന്ന് പറയുന്നു. അവനും അമ്മയൊന്ന് നോക്കിയതിനു ശേഷം സോബോങ്ങിനോട് അവരുടെ കൂടെ പോകാൻ പറഞ്ഞതിനു ശേഷം ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നു. എംപ്ലോയീസും സോബോങ്ങിനോട് നാംഷിൻ കഴിക്കാൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവളും അദ്ദേഹം ഡയറ്റിലാണ്, നിങ്ങൾ കഴിക്കാനായി പറയുന്നു. ലേഡിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദനയാണ്. ആ സമയം റോബോനാംശനും ഒരു മെഡിസിൻ വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുന്നു. അത് കണ്ടിട്ട് ആ എംപ്ലോയീസും നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഇപ്പോൾ അമ്മയും മകനും പോലെയുണ്ട്. ഈയിടയ്ക്ക് സാറ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിനവനും ഞാൻ വളരെയധികം വ്യത്യസ്തനാണെന്ന് പറയുന്നു. അതിനവരും നിങ്ങൾ ആ നേരത്തെ ആയിരുന്നത് പോലെ ഇനി ആകരുതേ എന്ന് പറയുന്നു. അതിനവനും ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിന്ന് വരും. ആൾക്കാര് വളരെ വേഗമാണ് മാറുന്നത്. ഞാൻ പഴയതുപോലെ ബിഹേവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് തോന്നിയാൽ എന്റെ അമ്മയുടെ ഓർഡേഴ്സ് വേണം നിങ്ങൾ ഫോളോ ചെയ്യാൻ. മകന് വേണ്ടി എന്തായാലും നല്ല ഡിസിഷൻ മാത്രമേ അമ്മ എടുക്കുകയുള്ളൂ. എനിക്ക് ചെയർമാനെ കാണാനായി പോകണം, നിങ്ങൾ കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് സോബോങ്ങിനോട് യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പോകുമ്പോൾ ആ ലേഡിയും അവനെ തന്നെ നോക്കുന്നത് സോബോങ്ങും ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം അവനും ചെയർമാനെ കാണാനായി വരുന്നു. ചെയർമാനും ആ സമയം അസിസ്റ്റന്റിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഷിന്നിനെ ഇവിടുത്തെ ചെയർമാൻ ആക്കുന്നതിൽ നിനക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പഴയ പോലെ ഒന്നുമല്ല അവൻ ഇപ്പോൾ ഉള്ളത്. നിനക്കെന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാളും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷിന്നും അവിടേക്ക് വരുന്നു. ചെയർമാനും ഞാൻ അസിസ്റ്റന്റിനോട് പറയുകയായിരുന്നു, നിന്നെ ഈ കമ്പനിയുടെ ചെയർമാനാക്കി മാറ്റുന്നതിനെ കുറിച്ച് ഇവനോട് ചോദിച്ചിരുന്നു. പക്ഷെ ഇവൻ എനിക്ക് മറുപടി ഒന്നും തന്നെ പറയുന്നില്ല. ഇവന് ശരിക്കും നിന്നെ ഇപ്പോൾ വിശ്വാസമൊന്നും ആയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോൾ തന്നെ അസിസ്റ്റന്റും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവൻ വളരെ ബെറ്റർ ആണ്, അതുകൊണ്ട് ഇവനെ ചെയർമാനാക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ചെയർമാനും ഒരു കാര്യം ആലോചിക്കുന്നത്. ആയിരുന്നത് ശരിക്കും റോബോട്ട് തന്നെയായിരുന്നു, അത് മറ്റവനായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അവനും അവിടെ ഇരിക്കുന്ന ഡ്രിങ്ക്സ് ഒക്കെ എടുത്തു കുടിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അസിസ്റ്റന്റും ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പോൾ കുടിക്കുന്നതെന്ന്. അതിനവനും കുറെ നാളായി ഞാൻ കുടിച്ചിട്ട് എന്റെ തല കറങ്ങുകയാണ്, എന്നാലും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, എനിക്കത് വിഷമമായി എന്ന് പറയുന്നു. അസിസ്റ്റന്റ് മനസ്സിലാകുന്നുണ്ട് ആയിരിക്കുന്നത് റോബോനാംശനല്ല, പകരം ഷിന്നാണ് എന്നുള്ള കാര്യം. ഷിന്നും അസിസ്റ്റന്റിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെയർമാന്റെ പൊസിഷൻ തരാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ടാ അതിന് സമ്മതിക്കാതിരുന്നത്? നീ ഒരു മറുപടിയും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾക്ക് നീ ആരാ ഡിസൈഡ് ചെയ്യാൻ? അതിന് അസിസ്റ്റന്റും അതങ്ങനെയല്ല, നീ എന്തായാലും ഇപ്പോൾ റിക്കവർ ആയി തിരിച്ചു വന്നതേ ഉള്ളൂ, നിനക്ക് കുറച്ചുനാള് എല്ലാം ശരിയായി വരാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതെന്തായാലും നിന്റേത് തന്നെയാണ്. അതിനവനും നിന്നോട് ആര് പറഞ്ഞു എനിക്കിതെല്ലാം വേണമെന്ന്? ഇവൻ ഈ കമ്പനി നോക്കി നടത്താനൊന്നും ഒരു താല്പര്യവുമില്ല. അത് കേട്ടിട്ട് അസിസ്റ്റന്റും പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയരുത്, നീ ഒപ്പിച്ചു വെച്ച പ്രശ്നങ്ങൾ കാരണം എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനവനും അത് ശരിയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ റോബോട്ട് മതിയല്ലോ, ഞാൻ
അതിന് നിങ്ങളോട് നന്ദി പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും എന്റെ മുത്തച്ഛന്റെ പൊസിഷൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് നിനക്കായിരിക്കും ആ പൊസിഷൻ വേണ്ടതെന്നാണ്. ഞാൻ ചെയർമാനായാലും നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അസിസ്റ്റന്റിനും ദേഷ്യം വരുന്നു. നിനക്ക് എന്തായി പറ്റിയത്? നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചത്. നിനക്കെങ്ങനെ ഇതൊക്കെ എന്നോട് പറയാൻ തോന്നി? നിനക്കറിയാമോ, നിന്റെ കാലം ആ റോബോട്ടാണ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അയാളാണെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അത് കേട്ടിട്ട് ഷിന്നിനും ദേഷ്യം വരുന്നു. അവൻ അവിടെ നിന്നും പിണങ്ങി പോകുന്നു. ശരിക്കും റോബോനാംഷിനെ ഷിന്നിന്റെ കാറിൽ ഇരുത്തിയിട്ടാണ് അവനും അവിടേക്ക് പോയത്. എന്നെയും പറയുന്നുണ്ട്, പെട്ടെന്നാണ് ഇക്കാര്യം നിന്നോട് പറഞ്ഞത്. അത് അക്സെപ്റ്റ് ചെയ്തതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഷിന്നിന് അവന്റെ മുത്തശ്ശനെ കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ശേഷം ഷിന്നും എന്നെയും വിളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ നന്നായി കിതയ്ക്കുന്നു. ഇതുവരെ അവൻ റിക്കവർ ആയിട്ടില്ല. ആ സമയമാണ് സോബോങ് അവിടേക്ക് പോകുന്നത്. ഇവനും ശ്രദ്ധിക്കുന്നത്. അവനും അവളുടെ അടുത്തേക്ക് പോകുന്നു. അവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളും ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷിന്നാണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകാനായി ഒരുങ്ങി നിൽക്കുന്ന സമയം അതിന്റെ ഓപ്പോസിറ്റ് ആയി റോബോനാംഷിനെ വന്ന് നിൽക്കുന്നു. അവനും റോബോനാംഷിന്റെ ഫോണിൽ വിളിക്കുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പുറത്തേക്ക് വരരുതെന്ന്. അതിന് റോബോനാംഷിനും, ഞാൻ നിങ്ങളുടെ GPS ശ്രദ്ധിച്ചിരുന്നു. അത് സോബോങ്ങുള്ള അതേ സ്ഥലത്തിന് അടുത്ത് തന്നെ വരുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ഷിന്നും അവന്റെ വഴക്ക് പറയുന്നുണ്ട്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നിന്നോട് ഇവിടേക്ക് വരരുതെന്നല്ലേ പറഞ്ഞത്? ഞാൻ എന്ത് ചെയ്താലോ ആരെങ്കിലും കണ്ടാലോ നിനക്കെന്താ? അതിന് റോബോനാംഷനും, നിനക്ക് മുത്തച്ഛനെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനും അത് സമ്മതിച്ചത്. നീ നിന്റെ ഫാമിലി മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ സോബോങ് അങ്ങനെയല്ല. നീയും സോബോങ്ങുമായി അങ്ങനെ ഒരു ബന്ധവുമില്ല. അവൾ എന്റെ മാത്രം ആളാണ്. ഇതുപോലെ മേലാൽ ആവർത്തിക്കരുതെന്ന് അവനും പറയുന്നുണ്ട്. അവനും അവളെ വന്ന് വിളിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഷിന്നും തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയം ഏനയും അവിടെ വന്ന് നിൽക്കുന്നു. നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ആ സമയം റോബോനാംഷനും ഷിന്ന് മുത്തച്ഛനെ കാണാൻ പോയ കാര്യം അവളോട് പറയുന്നുണ്ട്. സോബോങ്ങും അതുവരയ്ക്കും അവന്റെ കാറിലായിരുന്നു നീ ഉണ്ടായിരുന്നത്. നീ എന്തിനാ അത് സമ്മതിക്കാനായി പോയത് എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയം ഷിന്നും ഇവളെ വിളിക്കുന്നുണ്ട്. നീ ഇപ്പോൾ തന്നെ ഈ ജോലി രാജിവെക്കണം. എന്റെ ഫിയാൻസിക്ക് എന്റെ മുഖമുള്ള ആളുടെ കൂടെ നീ നിൽക്കുന്നത് ഇഷ്ടമല്ല. അവനെന്തോ മാനുവൽ മോഡോ മറ്റോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അത് വെച്ചിട്ട് അവനെ കൺട്രോൾ ചെയ്തു കൊള്ളാം. നീ ജോലി രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും അവന് മാനുവൽ മോഡ് ഇൻസ്റ്റാൾ ചെയ്യും. അതുകൊണ്ട് വേഗം തന്നെ ഇവിടെ നിന്ന് പോകാനായി പറയുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണ് അവനും പറഞ്ഞത്. എനിക്ക് സോബോങ്ങിനെ കാണാനായി ഒരാഗ്രഹവുമില്ല. ഒരു റോബോട്ടിനെ അവൾ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അവളെ വെറുതെ കളിയാക്കണമെന്നേ എനിക്ക് തോന്നിയുള്ളൂ. അതിന് ഏനയും, നീ എന്തിനാ അവളെ കളിയാക്കാനായി പോകുന്നത് എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. അവനും അവളെ സമാധാനിപ്പിക്കാനേ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഇനി മേലാൽ നീ അങ്ങനെ ചെയ്തു പോകരുത് എന്ന് വാർണിംഗും കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് അവനും ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അവനൊന്നും തന്നെ ചെയ്യാനാകില്ല. റോബോനാംഷനും അവളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാ വിളിച്ചതെന്ന്. അതിനവളും, എന്നെയാണ് വിളിച്ചത്. നീ പോകേണ്ടടുത്ത് ആ ഷിന്നിനെ അയച്ചത് കൊണ്ട് നന്ദി പറയാനാണ് അവൾ എന്നെ വിളിച്ചത്. അതിന് റോബോനാംഷനും, അവൾ എന്നോട് നേരത്തെ തന്നെ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോബോങ്ങും, എനിക്ക് തോന്നുന്നത് അവൾക്ക് വീണ്ടും അത് പറയാനായി തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം റോബോനാംഷനും ഷിന്നിനെ കാണാനായി വരുന്നുണ്ടായിരുന്നു. അവനും, സോബോങ് ഒരിക്കലും ജോലി രാജിവെക്കില്ല. ഞാൻ നിന്നോട് അത് പറയാനാണ് ഇവിടേക്ക് വന്നത്. അതിന് ഷിന്നും, അതെന്താ, അവൾ നിന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവുമല്ലേ അവൾ ജോലി രാജിവെക്കില്ലെന്ന്. അതിനവനും, അങ്ങനെയല്ല, ഫോണിൽ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് കേൾക്കാനായി സാധിക്കും. എനിക്ക് ഹൈപ്പർ സെൻസിറ്റീവ് ഹിയറിംഗ് ഉണ്ട്. ഷിന്നും, അവൾ നിന്റെ ഗാർഡ് മാത്രാണ്. ഞാൻ അവളോട് അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. നീ എന്തിനാ ഇതിലിടപെടുന്നത്? അതിന് റോബോനാംഷനും, അത് നീ എന്തിനാ പറയുന്നത്? എന്റെ ബോഡി ഗാർഡിനെ ആര് നിയമിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിന് ഷിന്നും, എന്നെ റീപ്ലേസ് ചെയ്തിട്ടാണ് നിന്നെ ആ സ്ഥാനത്തേക്ക് വിട്ടിരിക്കുന്നത്. ഞാൻ എന്ത് പറയുന്നോ അത് വേണം നീ അനുസരിക്കാനായി. ആ സമയം സോബോങ്ങും അവിടേക്ക് വരുന്നുണ്ട്. അത് കണ്ടിട്ട് ഏനയും, നിങ്ങൾ എന്താ ഡേറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് സോബോങ്ങും, അവനും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. റോബോനാംഷനും, ഞാനെന്തിനാ നിന്നെ അനുസരിക്കുന്നത്? ഞാൻ നിന്നെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിനർത്ഥം നിനക്കെന്നെ കൺട്രോൾ ചെയ്യാനാകുമെന്നല്ല. നിനക്കെന്നോട് സഹായം ചോദിക്കാം, പക്ഷേ ഓർഡർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിന് ഷിന്നും, അങ്ങനെയാണെങ്കിൽ നിന്നെ കൺട്രോൾ ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആരാ? അതാ സോബോങ് അല്ലേ? അതിന് റോബോനാംഷനും സോബോങ്ങിനെ തൊട്ടു പോകരുതെന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം വന്ന ഷിന്നും, നീ ആരാടാ എന്നെ ഭീഷണിപ്പെടുത്താനെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു സാധനവും എടുത്ത് അവനെ എറിയുന്നു. അത് കൊള്ളുന്നത് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിലാണ്. ആ ശബ്ദം കേട്ട് സോബോങ്ങും അവിടേക്ക് വരുന്നു. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഷിന്നിനും അവനോട് ദേഷ്യമാണ്. അവനെ ഒന്നും ചെയ്യാതിരിക്കാനായി സോബോങ്ങും അവന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിന് റോബോനാംഷനും അവളെ പിടിച്ചു മാറ്റിയിട്ട്, നീ മുന്നിൽ വന്ന് നിൽക്കരുത്, നിനക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിക്കും. അത് കേട്ടിട്ട് ദേഷ്യം വന്ന ഷിന്നും അവിടെ ഇരിക്കുന്ന ഒരു ടൂൾ എടുത്ത് റോബോനാംഷിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നു. ഇത് കണ്ടിട്ട് സോബോങ്ങും ഷോക്കാകുന്നുണ്ട്. റോബോനാംഷിന്റെ മുഖത്തെ സ്കിന്നും പോയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് സോബോങ്ങിനും വിഷമമാകുന്നുണ്ട്. ഷിന്നാണെങ്കിൽ ഇത് സോബോങ് കാണുന്നുണ്ടോ എന്നുള്ളതും നോക്കുന്നുണ്ട്. അവൾ വിഷമത്തോട് നോക്കുന്നത് റോബോനാംഷിനെ കാണുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
എപ്പിസോഡ് തുടങ്ങുന്നത് ഷിന്നിന്റെ ഓർമ്മകളിൽ നിന്നാണ്. കുഞ്ഞിലെ അവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവനെ തട്ടിക്കൊണ്ടുവന്ന സമയം അമ്മയും അവനെ തിരിച്ചു വിളിക്കാനായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ അമ്മയുടെ കൂടെ പോവാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങളെ നീ കാണണ്ട എന്ന് പറഞ്ഞാണ് അവൻ അമ്മയുടെ അടുത്ത് നിന്ന് പോകുന്നത്. അവനും ഓർക്കുന്നുണ്ട്, അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കള്ളം പറഞ്ഞത്. എന്നിട്ട് മുത്തച്ഛന്റെ അടുത്ത് വന്ന് എന്റെ അമ്മയെ നിങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അത് മുത്തച്ഛനും സമ്മതിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ഞാനും സഹിച്ചു കൊള്ളാമെന്ന് അവനും വിചാരിക്കുന്നു. പക്ഷെ ഒറ്റയ്ക്ക് ആ വലിയ മുറിയിൽ അവനും പേടിയായിരുന്നു. എത്ര പേടിയായിരുന്നാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ശേഷം ഇവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് അസിസ്റ്റന്റ് ആണ് അടികൊള്ളുന്നത്. മുത്തച്ഛനും നിന്നെക്കാളും 100% ബെറ്ററായ ആൾക്കാരെ ഞാൻ അടിക്കും. അത് നീ കാരണമാണ്. ഇന്നത്തെ പോലെ നീ അടികൂടാനും ഡ്രഗ്സ് യൂസ് ചെയ്യാനും ചീട്ട് കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നീ ആയിരിക്കില്ല അടികൊള്ളുന്നത്, പകരം ഇവനായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഷിന്നും അവനെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അസിസ്റ്റന്റും മുത്തച്ഛന് ദേഷ്യമായതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവനും പറയുന്നു. അന്ന് തന്നെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഇവനും പ്ലാനിട്ടിരുന്നു. അങ്ങനെ ആരും കാണാതെ വീട് വിട്ടിറങ്ങാൻ ശ്രമിക്കുന്ന സമയം അവിടെയുള്ള ബോഡി ഗാർഡ്സ് എല്ലാം കൂടി ഇവനെ തടയുന്നുണ്ട്. അവനും വഴി മാറി നിൽക്കാൻ അവരോട് പറയുന്നുണ്ട്. മുത്തച്ഛനും അവൻ പറയുന്നത് പോലെ ചെയ്യാനായി പറയുന്നു. എന്നിട്ട് അവനും അവിടെ നിന്ന് പോകാൻ നേരം മുത്തച്ഛനും ഒരു കാര്യം പറയുന്നുണ്ട്. നീയാണ് നമ്മുടെ പ്രോമിസ് ബ്രേക്ക് ചെയ്തത്. ഞാൻ നിന്നോട് പറഞ്ഞു നീ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ അമ്മ സേഫ് ആയിരിക്കുമെന്ന്. നീ അത് തെറ്റിച്ച് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണല്ലേ. നീ അവിടെ എത്തുന്നതിന് മുന്നേ നിന്റെ അമ്മയെ ഞാൻ കണ്ടെത്തും. നിനക്കൊരിക്കലും അവരെ കാണാനായി സാധിക്കില്ല. അത് കേട്ടിട്ട് അവനും നിങ്ങൾ മരിക്കുന്നത് വരെ ഞാൻ ഈ വീട്ടിലുണ്ടാകും എന്ന് പറയുന്നു. എന്നിട്ട് മറ്റുള്ളവർ കാണുമ്പോൾ സെലിബ്രിറ്റി ഒക്കെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സന്തോഷവും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അവൻ അതിനോടൊന്നും താല്പര്യമില്ല. അവളെയും അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ചെയർമാനും അസിസ്റ്റന്റും കൂടി സംസാരിക്കുന്നത് അവൻ കേൾക്കാനായി ഇടവരുന്നത്. ഡയറക്ടറും പറയുന്നുണ്ട്, നേഴ്സിന്റെ വായടപ്പിക്കാനായി കുറച്ചുകൂടി പണം നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാലും എങ്ങനെയായിരിക്കും അവരെന്റെ മുഖം കണ്ടത്? ആ നേഴ്സിന് നന്നായി അറിയാം ജങ്വു ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ള കാര്യം. ചെയർമാനും അവനോട് മിണ്ടാതിരിക്കാനായി പറയുന്നു. ഷിന്ന് ഈ വീട്ടിലുണ്ട്. ഇവർ അവന്റെ അച്ഛനെ കുറിച്ച് പറയുന്നതെല്ലാം തന്നെ അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ ഞാൻ കള്ളം പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് അവനും തീരുമാനിക്കുന്നു. അതിനുശേഷമാണ് ചെയർമാനോട് നിങ്ങൾ എന്തായാലും കാത്തിരുന്നോളൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഗാർഡായ സോബോങ്ങിനെയും അവൻ അടിക്കുന്നത്. എന്തായാലും അമ്മയും കണ്ടെത്തി ആ സത്യം കണ്ടെത്തണമെന്നാണ് അവനും തീരുമാനിക്കുന്നത്. അങ്ങനെ അവൻ ചെക്ക് റിപ്പബ്ലിക്കിലെത്തി അമ്മയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാനായി തീരുമാനിക്കുന്നു. ശരിക്കും അവൻ അവിടേക്ക് എത്തിയത് അമ്മയെ കാണാൻ തന്നെയാണ്. അപ്പോഴാണ് ഇവനെ പോലെ ഇരിക്കുന്ന റോബോട്ടിനെയും ഇവൻ കാണുന്നത്. പക്ഷെ എത്ര സന്തോഷത്തോടെയാണ് അമ്മയെ കാണാൻ ഞാൻ ഇവിടെ എത്തിയത്. പക്ഷെ എന്നെ ഉപേക്ഷിച്ചിട്ട് ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയല്ലേ. ഇതൊന്നും അറിയാതെയാണ് ഞാനും ജീവിച്ചത്. അതുകൊണ്ട് തന്നെ റോബോ നാംഷിനോട് ഇവന് വലിയ ദേഷ്യമാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ അവന്റെ മുഖത്തും ഷിന്ന് ആഞ്ഞടിക്കുന്നുണ്ട്. അവന്റെ മുഖത്ത് നിന്ന് കുറച്ച് സ്കിന്നും പോയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം സോബോങ്ങും കാണുന്നുണ്ട്. അവൾക്കും വിഷമമാകുന്നു. അപ്പോഴേക്കും ലേഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരും നാംഷിൻ എന്ന് വിളിക്കുന്ന സമയം രണ്ടുപേരും അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ലേഡിയും അപ്പോഴാണ് റോബോ നാംഷിന്റെ മുഖം കാണുന്നത്. ആ ലേഡി വിളിച്ചപ്പോൾ റോബോ നാംഷിൻ തിരിഞ്ഞു നോക്കിയത് കണ്ട് അവനും ദേഷ്യം വരുന്നു. നീ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? ഞാനാണ് ശരിക്കുമുള്ള നാംഷിൻ എന്ന് പറയുന്നു. ആ സമയമാണ് ചെയർമാനും അസിസ്റ്റന്റിനോട് ഒരു കാര്യം പറയുന്നത്. ചെയർമാന് ആ റോബോട്ടിന്റെ കാര്യം അറിയാമെന്നുള്ളത് അയാളും അസിസ്റ്റന്റിനോട് പറയുന്നു. എനിക്ക് ശരിക്കും ചെക്ക് റിപ്പബ്ലിക്കിൽ ഷിന്നിന്റെ അമ്മ എവിടെയാണ് താമസിച്ചിരുന്നതെന്നും എന്താണ് ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ ഷിന്നിനെ പോലെ ഒരു റോബോട്ട് ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ സമയം ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് ഞാൻ അവളുടെ വർക്കും സ്പോൺസർ ചെയ്തു. HR ഫൗണ്ടേഷൻ. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഷിന്നിന്റെ അമ്മയ്ക്ക് അതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഇതൊക്കെ കേട്ട് അസിസ്റ്റന്റും ഷോക്കാകുന്നു. ചെയർമാനോട് അയാളും ക്ഷമ ചോദിക്കുന്നു. ഇതെല്ലാം എന്റെ തെറ്റാണ്. ഷിന്നിന് ഒന്നും തന്നെ അറിയില്ല. അവൻ ആക്സിഡന്റ് പറ്റിയ സമയം ആ റോബോട്ടിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ഇതുവരെ ഷിന്നിന് ഒരു കാര്യങ്ങളും അറിയില്ല. അതിന്റെ ചെയർമാനും അതിന്റെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു എന്റെ കാലശേഷം ഈ കമ്പനി ആരാണ് നോക്കി നടത്താനായി പോകുന്നതെന്ന്. ആ റോബോട്ടിനുണ്ടാക്കി ഞാനും മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ PK ഗ്രൂപ്പിനെ വെല്ലാൻ മറ്റാരും തന്നെ ഉണ്ടാകില്ല. പക്ഷെ ഒരു തവണ ഞാൻ ആ റോബോട്ടിനെ കണ്ട സമയം എനിക്കും കുറച്ച് ചിന്തകൾ വരാനായി തുടങ്ങി. അടുത്ത ചെയർമാനാകാൻ ശരിക്കും യോഗ്യൻ ആരാണ്, റോബോട്ടോ അതോ ഷിന്നോ? അത് കേട്ട അസിസ്റ്റന്റും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? ഷിന്നിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അവൻ മൊത്തത്തിൽ റിക്കവർ ആകുകയും ചെയ്തു. നിങ്ങൾ ഒരു റോബോട്ടിനെയും ഷിന്നുമായി നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയും? അതിന്റെ ചെയർമാനും നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലേ ശരിക്കും മനുഷ്യന്മാരെക്കാളും റോബോട്ടാണ് ബെറ്റർ എന്ന്? അസിസ്റ്റന്റും ഒന്നും തന്നെ പറയാനാകാതെ നിൽക്കുന്നു. ശേഷം ലേഡിയും റോബോനാംഷിന് ഡാമേജ് വന്ന പാർട്ടും ശരിയാക്കുന്നു. ആ സമയം സോബങ്ങും കരയുന്നത് കണ്ട് അവനും നീ കരയരുത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അവളും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു. റോബോനാംഷിനും അവന്റെ അമ്മയെ തന്നെ നോക്കുന്നുണ്ട്. ശേഷം ഷിന്നും അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ട്. എനിക്കിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാനായി സാധിക്കില്ല. എനിക്ക് തിരിച്ച് ഓഫീസിലേക്ക് വരണമെന്നുണ്ട്. നീ എത്ര പറഞ്ഞാലും ഞാൻ അത് ചെയ്തിരിക്കും. അതിന് അസിസ്റ്റന്റും നീ എത്രയും വേഗം ഓഫീസിലേക്ക് തിരിച്ചു വരണം. അത് നാളെ തന്നെ ആയിക്കോട്ടെ. എന്നാലും മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയൊന്നും വേണ്ട. നീ ഫുള്ളി ഇതുവരെ റിക്കവർ ആയിട്ടില്ലല്ലോ. എന്തായാലും ഞാൻ നാളെ നിന്നെ വിളിക്കാനായി
വരാം എന്ന് പറയുന്നു. ശേഷം മുഖമൊക്കെ ശരിയായി റോബോ നാംഷനും അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവരും സന്തോഷത്തോടെ നടന്നു പോകുന്നുണ്ട്. ഇക്കാര്യം ആ ലേഡിയും കാണുന്നു. അവർക്കും അത് കണ്ടിട്ട് സന്തോഷമാകുന്നു. ശേഷം അവന്റെ അടുത്തേക്ക് വരുന്നു. ഷിന്നും, നിങ്ങൾ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നത്? നിങ്ങളുടെ മകനെ ഞാൻ ചീത്തയാക്കിയത് കൊണ്ടാണോ? അതിന് ആ ലേഡിയും, നിനക്ക് എത്ര വേണമെങ്കിലും അവനെ അടിച്ച് ചീത്തയാക്കാം, അങ്ങനെ നിനക്ക് ബെറ്റർ ആകാൻ പറ്റുമെങ്കിൽ ആയിക്കോളൂ, എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു. ഞാൻ അവനെ ക്രിയേറ്റ് ചെയ്തത് നിന്നെ മിസ് ചെയ്തത് കൊണ്ടാണ്, അതുകൊണ്ട് നീ ബെറ്റർ ആകാനായി എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. അതിന് ഷിന്നും, എനിക്കറിയാം നിങ്ങളെല്ലാം ഇത് അവന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നു. ലേഡിക്കും വിഷമമാകുന്നുണ്ട്. അവനാണെങ്കിൽ നേരാവണ്ണം അവരോട് സംസാരിക്കുന്ന പോലുമില്ല. ശേഷം സോബോങ്ങിനെ കാണാനായി അസിസ്റ്റന്റും വരുന്നുണ്ട്. അസിസ്റ്റന്റും അവളോട് ചെയർമാന് റോബോട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ളത് അവളോട് പറയുന്നു. അത് കേട്ടിട്ട് അവളും ഷോക്കാകുന്നു. നമ്മൾ പിടിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, എന്നിട്ട് അറിഞ്ഞൂടാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നു. റോബോ നാംഷിനെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. ചെയർമാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് പറയാനാകില്ല. ഷിൻ തിരിച്ചു വന്നെങ്കിലും അവനെ അയാൾ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിൻ എത്രയും വേഗം വർക്ക് ചെയ്യാൻ വരുന്നതാണ് നല്ലത്. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. ഷിൻ തിരിച്ചു വന്നാലും നീ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരിക്കണം. അതിനവളും, ഞാൻ എന്തിനാ ചെയ്യുന്നത്? എനിക്ക് അവനെ കണ്ണെടുത്താ കണ്ടോടല്ലോ. നമ്മൾ രണ്ടുപേരും ഒരേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഷിന്നിനെ ഞാൻ സംരക്ഷിക്കുന്നു, റോബോ നാംഷനെ നീയും. നീ എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെയും സഹായിക്കാമെന്ന് പറയുന്നു. ശേഷം റോബോ നാംഷനും റെഡിയായിട്ട് വരുന്ന സമയം അസിസ്റ്റന്റും, ഇന്ന് നീ ഓഫീസിലേക്ക് പോകണ്ട, ഷിന്നാണ് ഇന്ന് അവിടേക്ക് പോകാനായി പോകുന്നത്. അവൻ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം വേണം, അത് അവന് നമ്മൾ കൊടുത്തേ മതിയാകൂ. എന്നിട്ട് എല്ലാ കാര്യങ്ങൾക്കും അവനോട് നന്ദി പറയുന്നു. ഇന്നത്തേക്ക് എന്തായാലും സോബോഗിന്റെ വീട്ടില് നീ പോകുന്നതായിരിക്കും നല്ലത്. അവനും അതിന് സമ്മതിക്കുന്നു. ശേഷം ചെയർമാനെ കാണാൻ അയാളുടെ മറ്റൊരു കൊച്ചുമകനും അയാളുടെ അടുത്തേക്ക് വരുന്നു. ഇന്ന് നിന്റെ അമ്മയാണോ നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്? അതിനവനും, അമ്മയല്ല, ഞാൻ തനിയെ വന്നതാണ്. എനിക്ക് പേടിയുണ്ടെങ്കിലും മുത്തശ്ശനെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. പെട്ടെന്ന് തന്നെ അയാളുടെ ഭാവം മാറുന്നു. അവനും, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ, നീ നിന്റെ അമ്മയെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇനി കരയാനേ പാടില്ല. നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി എത്ര നാൾ കരയും? നാംഷിൻ എന്ന് പറയുന്നു. അത് കണ്ടിട്ട് ആ കുട്ടിയും, ഞാൻ നാംഷിൻ അല്ല എന്ന് പറഞ്ഞ് കരയുന്നു. ഞാൻ ഹീഡോങ് ആണ് എന്ന് പറയുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇക്കാര്യം റോബോ നാംഷിനും കാണുന്നുണ്ട്. അവനും ആ കുട്ടിയോട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനവനും, അദ്ദേഹം എന്നെ ഷിന്നെന്നാണ് വിളിച്ചത്, എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. റോബോ നാംഷിനും അവനെ സന്തോഷിപ്പിക്കാനായി നിനക്ക് ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവനും സന്തോഷമാകുന്നു. എന്നിട്ട് അവനും ചെയർമാനെ കാണാനായി പോകുന്നു. റോബോ നാംഷിനും, നിങ്ങൾക്ക് ഡിമെൻഷ്യ ഉണ്ടെന്ന് വീണ്ടും അഭിനയിക്കുകയാണോ? എന്തിനാ ഹീഡോങ്ങിനെ നാംഷൻ എന്ന് വിളിച്ചത്? അതിനയാളും, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഡിമെൻഷ്യ ഉള്ളതുപോലെ അഭിനയിക്കുന്നതാണെന്ന് പറയുമ്പോൾ അവനും അയാളുടെ കയ്യിൽ പിടിക്കുന്നു. അപ്പോഴേക്കും അവനും വിങ്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഡിമെൻഷ്യയുടെ ആരംഭം എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് അയാളും അവനോട് ദേഷ്യപ്പെടുന്നു. അവനും അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെടുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ പറയുന്നു. പറഞ്ഞ അവസാനം അയാൾക്കും ഡിമെൻഷ്യ ബാധിച്ചിരിക്കുകയാണ്. റോബോ നാംഷിനും താൻ ഇത് ആരോടും പറയില്ലെന്ന് ചെയർമാനോട് പ്രോമിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. അയാളും, ഞാനത് നോക്കിക്കൊള്ളാം എന്ന് അവനോട് പറയുന്നുണ്ട്. ശേഷം ഷിന്നും ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവനും സോബോങ്ങിനെ കാണുന്നു. ഇവളെന്താ ഇവിടെ എന്ന് അസിസ്റ്റന്റിനോട് അവനും ചോദിക്കുന്നു. അതിന് അസിസ്റ്റന്റും, സാധാരണ റോബോ നാംഷൻ എപ്പോഴും ഇവളുടെ കൂടെയാണ് നടക്കാറ്, അതുകൊണ്ട് ആരും നിന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെയും കൂടെ കൂട്ടാനായി ഞാൻ പറഞ്ഞത്. അസിസ്റ്റന്റും അവളോട് അവിടേക്ക് വന്നതിൽ നന്ദി പറയുന്നുണ്ട്. ശരിക്കും അവൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഇവിടേക്ക് വരാനായി. ആ സമയം റോബോ നാംഷനും അവന്റെ വീട്ടിൽ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. നീ എവിടെയാണെന്ന് അവനും ചോദിക്കുന്നു. അവളും കാര്യങ്ങളെല്ലാം റോബോ നാംഷനോട് പറയുന്നുണ്ട്. അവൻ എന്തായാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണം, അതുകൊണ്ട് സഹായിക്കാനായി അസിസ്റ്റന്റ് ആണ് എന്നോട് പറഞ്ഞത്. ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്ന് അവനോട് പറയുന്നുണ്ട്. ഷിന്നാണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് എല്ലാ ജനലും വാതിലും അടച്ച് എന്തോ ഒരു കാര്യം തിരയുന്നുണ്ട്. പെട്ടെന്നാണ് അസിസ്റ്റന്റും അവിടേക്ക് വരുന്നത്. അവനോട് അയാളും ചോദിക്കുന്നു, നീ എന്തിനാ ഡോർ ക്ലോസ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വെറുതെ ഒറ്റയ്ക്കിരിക്കാനും ശ്രമിച്ചതാണ് എന്ന് പറയുന്നു. അയാളും പോയി കഴിയുന്ന സമയം അവൻ വീണ്ടും അവിടെ ഇരിക്കുന്ന ബുക്കിലെല്ലാം തിരയുന്നുണ്ട്. പക്ഷെ അവൻ അന്വേഷിച്ച കാര്യം കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ശേഷം ഷിന്നും മീറ്റിംഗിനായി വന്നിരിക്കുന്നു. അവരെല്ലാവരും റോബോ നാംഷനുള്ള സമയം വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതൊന്നും ഷിന്നിന് ഇഷ്ടപ്പെടുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അതിലൊരാളും പറയുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് ലഞ്ച് പോകാം, ഇവിടെ ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടിട്ട് ഷിന്നും, നിങ്ങൾ ഇവിടെ എന്താ കളിക്കാനായിട്ടാണോ വരുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ കൂടെ ലഞ്ച് കഴിക്കാനായി വരുന്നത്? അത് കേട്ടിട്ട് അവരും, വീണ്ടും ഇവന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. മറ്റൊരാളും ഷിന്നിനോട്, നിങ്ങൾക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അവനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നേരം അവിടെ വീണു പോകുന്നുണ്ട്. സോബോഗും അവനെ പിടിച്ചെഴുന്നേൽക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെയും തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
അവൻ വീണ്ടും റൂമിലേക്ക് വന്ന് എന്തോ തിരയുന്നു. ഒരു കാർഡാണത്. അതും അവന് കിട്ടുന്നുണ്ട്. ആ നമ്പറിലേക്ക് അവനും വിളിക്കുന്നുണ്ട്. പക്ഷെ ആ നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ ഹെൽത്ത് മോശമാകുന്നുണ്ട്. ആ കാർഡ് അവന്റെ കയ്യിൽ നിന്ന് തറയിൽ വീഴുന്നു. സോബോങ്ങും അവിടേക്ക് വരുന്നുണ്ട്. അവളും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സമയം അവനും അത് തടയുന്നുണ്ട്. അതിനവളും നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനിപ്പോൾ നിന്റെ ബോഡി ഗാർഡാണ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ചിരുത്തുന്നു. നിങ്ങളൊന്ന് ബെറ്റർ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ലേഡിയുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവനും എനിക്ക് അവിടേക്ക് പോകണ്ട, എനിക്ക് എന്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. അത് കേട്ടിട്ട് അവളും നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. അതിനവനും നീ എന്റെ ബോഡി ഗാർഡാണ്, നീ ഞാൻ പറയുന്നത് വേണം അനുസരിക്കാനായി, എന്നെ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ സമയം റോബോനാംശനും ചെയർമാന്റെ കൂടെ ഹോസ്പിറ്റലിലാണുള്ളത്. ഞാൻ ഈ ഡിമെൻഷ്യയുടെ കാര്യം മറ്റാരോടും പറയില്ലെന്ന് അവനും പറയുന്നുണ്ട്. അതിന് ചെയർമാനും എനിക്ക് നന്നായി അറിയാം, നീ പ്രോമിസ് പാലിക്കുന്നതായിരിക്കും. റോബോനാംശനും നിങ്ങൾക്ക് ഡിമെൻഷ്യയുള്ള കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതിനയാളും നിന്റെ കൈ അത് വെച്ചിട്ട് ആരെങ്കിലും കള്ളം പറയുന്നുണ്ടെങ്കിൽ നിനക്കറിയാൻ സാധിക്കാമല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് അവനും നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുന്നു. ചെയർമാനും നീ വിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഒരാൾ കള്ളം പറയുകയാണെന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനും ഒരു കാര്യം ബോധ്യമാകുന്നു, ഇവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയർമാൻ അറിയാമെന്ന്. എന്റെ അമ്മയാണോ നിങ്ങളോടത് പറഞ്ഞത്? അതിനയാളും എനിക്ക് ഇക്കാര്യം അറിയാമെന്നുള്ളത് നിന്റെ അമ്മയ്ക്ക് അറിയില്ല. അപ്പോൾ റോബോനാംശനും ഒരു കാര്യം മനസ്സിലാകുന്നു, അങ്ങനെയാണെങ്കിൽ ഡേവിഡ് ആയിരിക്കുമല്ലേ നിങ്ങളോടത് പറഞ്ഞത്? ഞാനിവിടെ ഷിന്നിന് പകരമായി വന്നതാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലേ? നിങ്ങൾക്കറിയാമെങ്കിൽ ഷിന്ന് കോമയിലായിരുന്നെന്ന കാര്യം നിങ്ങൾക്കും അറിയാമായിരിക്കും. എന്നിട്ട് എന്തുകൊണ്ടാ അവനെ കാണാനായി നിങ്ങൾ പോകാത്തത്? അതിനയാളും എനിക്ക് അവനെക്കാളും നിന്നിലാണ് ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. റോബോനാംശനും ഷിൻ ഇക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കൂടുതലായി വിഷമിക്കില്ലേ? ശേഷം അസിസ്റ്റന്റും ഷിന്നിന്റെ റൂമിൽ വന്ന് നോക്കുന്ന സമയം അവിടെയെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത് അയാളും ശ്രദ്ധിക്കുന്നു. അതിനിടയിൽ ഒരു കാർഡ് കിടക്കുന്നതും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെടുത്ത് നോക്കുന്ന സമയം ഒരു ഹോസ്പിറ്റലിന്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ പുറകിലായി ഒരു നമ്പറും. ശേഷം ഷിന്നും അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയുള്ള കുട്ടിയോട് ഇവനും പഴയ പോലെ വഴക്കുണ്ടാക്കുന്നു. ആ സമയം തന്നെ റോബോനാംശനും ചെയർമാനെ കൊണ്ടാക്കാൻ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചെയർമാൻ അവനോട് പറയുന്നുണ്ട്, എനിക്ക് ഡിമെൻഷ്യ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയാനായി പാടില്ല. അതിപ്പോ ഷിന്നായാലും അവനും അറിയാൻ പാടില്ല. അവനും അത് സമ്മതിക്കുന്നുണ്ട്. ശേഷം അവനും പോകുന്ന സമയം ഷിൻ അവിടെ നിൽക്കുന്നത് അവനും കാണുന്നുണ്ട്. നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഷിന്നും ചോദിക്കുന്നു. ആ സമയം ചെയർമാന്റെ മകളും അവിടേക്ക് വരുന്നത് കണ്ട ഷിന്നും റോബോനാംശനെ ഒളിപ്പിച്ച് നിർത്തുന്നു. അവളെ ഓരോ കാരണം പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ശേഷം ഇവരും സംസാരിക്കുന്നുണ്ട്. ഷിന്നും നിന്നോട് ഇവിടേക്ക് വരരുതെന്നല്ലേ പറഞ്ഞത്? നീ ആ റൂമില് എന്ത് ചെയ്യുകയായിരുന്നു? അതിനവനും എനിക്ക് നിങ്ങളോട് അത് പറയാനാകില്ല. ഷിന്നും നീ ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വരരുത്. അതിനവനും ഞാൻ നിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്, ഇത് എന്റെയും കൂടി വീടാണ്. ഷിന്നും നിനക്കറിയോ സോബോങ് ഇപ്പൊ എന്റെ ബോഡി ഗാർഡാണ്. റോബോനാംശനും അവൾ ഇവിടെ ഉണ്ടോ? അതിനവനും ഉണ്ടായിരുന്നല്ലോ, എന്റെ കൂടെ എന്റെ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മനുഷ്യന്മാരെപ്പോഴും മനുഷ്യന്മാരുടെ കൂടെ ആയിരിക്കണം. അല്ല ഞാനൊരു കാര്യം ചെയ്താലോ? ഞാൻ നീയാണെന്ന് അഭിനയിച്ച് അവളോട് പെരുമാറിയാലോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ റോബോനാംശനും ദേഷ്യം വരുന്നു. ആ സമയം സോബോങ്ങും അവിടേക്ക് എത്തുന്നുണ്ട്. നീ എപ്പോഴാ തിരിച്ചു വന്നതെന്ന് റോബോനാംശനോട് ചോദിക്കുന്നു. അവരിങ്ങനെ പെരുമാറുന്നത് കണ്ട് അവനും അവിടെ നിന്ന് പോകുന്നു. സോബോങ്ങും ഇവനോട് എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവനും അതെനിക്ക് പറയാനാകില്ല, ഞാനത് ചെയർമാനോട് പ്രോമിസ് ചെയ്തതാണ്. സോബോങ്ങും ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ്, നമുക്ക് ഒരുമിച്ച് പോകാനായി സാധിക്കില്ല. ആ വൃത്തികെട്ടവന് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ആകുന്നത് വരെ ഞാൻ അവന്റെ കൂടെ നിന്നേ മതിയാകൂ. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നു. എന്നിട്ട് സോബോങ്ങും അവനോട് നമുക്ക് നാളെ ഡേറ്റിന് പോയാലോ എന്ന് ചോദിക്കുന്നു, സാധാരണ ആൾക്കാരെ പോലെ. ശേഷം അസിസ്റ്റന്റും ഷിന്നിന്റെ റൂമിൽ നിന്ന് കിട്ടിയ ആ കാർഡിലെ അഡ്രസ്സിലുള്ള ഹോസ്പിറ്റലിലേക്കും വരുന്നു. അതിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെ പറ്റി അവിടെയുള്ള ആളുടെ അടുത്ത് ചോദിക്കുന്നു. അതിനയാളും അങ്ങനെ ഒരു നമ്പറുള്ള ആരും ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അസിസ്റ്റന്റും എന്തെങ്കിലും ഓർമ്മ വന്നാൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് അയാളുടെ കമ്പനി കാർഡും കൊടുക്കുന്നു. അത് PK ഗ്രൂപ്പ് ആണെന്ന് കണ്ട അയാളും വീണ്ടും PK ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നോ, ഇതിനു മുന്നേയും ഒരാൾ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അസിസ്റ്റന്റും ഷിന്നിന്റെ ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അയാളും ഇവിടെ വന്നത് ഇവൻ തന്നെയാണ് എന്നുള്ള കാര്യം പറയുന്നു. ശേഷം സോബോങ്ങും റോബോനാംശനെ കുറിച്ച് ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയം ഷിൻ അവിടേക്ക് വരുന്നു. നീ അവനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. നിനക്ക് കൺഫ്യൂസ് ആകത്തില്ലേ? എല്ലാവർക്കും ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആകും, പക്ഷെ ഞങ്ങളെ ഒരുമിച്ച് കാണുന്ന സമയം നീ കൃത്യമായി അവനെ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതിനവളും എനിക്ക് കാണുമ്പോൾ തന്നെ അവനെ മനസ്സിലാകും. ഷിന്നും നിനക്കവനെ ഒരുപാട് ഇഷ്ടമാണോ? അതിനവളും നീ എന്തിനാ അവനെ ഇത്രയ്ക്കും വെറുക്കുന്നത്? പക്ഷെ അവൻ നിന്നെ ഒരിക്കലും വെറുക്കാനായി ശ്രമിച്ചിട്ടില്ല. അവനാണെങ്കിൽ എല്ലാ പ്രവൃത്തികളിലും നിന്നെ കുറിച്ചാണ് ഓർക്കുന്നത്. നീയാണെങ്കിലോ അവനെ എത്രമാത്രം ഉപദ്രവിച്ചു, അവന്റെ മുഖത്ത് തന്നെ നീ അടിച്ചില്ലേ? അതിനവനും നിനക്കാണെങ്കിൽ ഇഷ്ടപ്പെടുമായിരുന്നു. നിന്നെ പോലെ ഇരിക്കുന്ന ഒരാള് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടാൽ, അവൾ നിന്റെ ഡ്രസ് യൂസ് ചെയ്താൽ, നിന്നെ പോലെ പെരുമാറിയാൽ, എന്നിട്ട് നിന്റെ അച്ഛനെയും തട്ടിയെടുത്താൽ, അത് മാത്രമല്ല എല്ലാവരും പറയും അവൾ നിന്നെക്കാളും ബെറ്റർ ആണെന്ന്. എങ്ങനെയായിരിക്കും നീ ഫീൽ ചെയ്യുന്നത് എന്ന് അവളോട് ചോദിക്കുന്നു. അതിന് പ്രത്യേകിച്ച് അവള് മറുപടിയൊന്നും കൊടുക്കുന്നില്ല. ശേഷം ആ ലേഡിക്കും വയ്യാതാകുന്നു. ഇക്കാര്യം ഡേവിഡും അസിസ്റ്റന്റിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അവനും അത് വന്ന് ഷിന്നിനോട് പറയുന്നുണ്ട്, നീ ഒന്ന് അവരെ ചെന്ന് കാണണം. അവനും അസിസ്റ്റന്റിനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന്
പോകുന്നു. പക്ഷെ റോബോനാംഷൻ അവരെ കാണാനായി എത്തുന്നുണ്ട്. അത് കണ്ടിട്ട് ഡേവിഡും നീയാണ് അവനെക്കാളും ബെറ്റർ, ആ ഷിന്നിനെ ഞാനും വിളിച്ചതാണ്, പക്ഷെ അവനാണെങ്കിൽ ഇവളെ കാണാനായി വന്നിട്ടുണ്ടായിരുന്നില്ല. റോബോനാംഷനും ഡേവിഡിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അയാളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. അവനും ചെയർമാൻ റോബോട്ട് താനാണെന്ന് അറിഞ്ഞ കാര്യം ഡേവിഡിനോട് പറഞ്ഞിട്ടുണ്ട്. നിന്നോട് അത് ആരാണ് പറഞ്ഞതെന്ന് ഡേവിഡും ചോദിക്കുമ്പോൾ അവനും ചെയർമാനാണ് പറഞ്ഞതെന്ന് പറയുന്നു. അത് കേട്ടിട്ട് അയാളും ഷോക്കാകുന്നു. അവനും നിങ്ങളും അയാളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, എങ്ങനെ തോന്നി എന്റെ അമ്മയെ ചതിക്കാനായി? അതിന് ഡേവിഡും നിന്നെ നിർമ്മിക്കാനായി ഞങ്ങൾക്ക് ഒരുപാട് പണം ആവശ്യമായിട്ട് വന്നു, ഒരു ഫണ്ടുമില്ലാതെ ഞങ്ങളെ പോലുള്ള സയന്റിസ്റ്റിന് ഒന്നും ചെയ്യാനാകില്ലെന്ന് നിനക്കും അറിയില്ലേ? ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം, നീ എനിക്ക് ഒരു ചാൻസ് കൂടി തരണം. റോബോനാംശനും ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു അമ്മയ്ക്ക് ഞാനില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലെന്ന്, നിങ്ങളുണ്ടല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷെ പണത്തിന് വേണ്ടി എന്നോടും അമ്മയോട് നിങ്ങൾ കള്ളം പറഞ്ഞു. എന്നെ ഇനി നിങ്ങളുടെ മകനെന്ന് പറഞ്ഞ് വിളിക്കരുത്. കുടുംബത്തിലുള്ളവരോട് കള്ളം പറയുന്ന ഒരച്ഛനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു. ആ സമയം ഷിന്നും അമ്മയെ കാണാനായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവർ പറഞ്ഞത് എല്ലാം തന്നെ കേട്ടു. അവനും ഷോക്കായിട്ടുണ്ടായിരുന്നു. ചെയർമാന് ഇക്കാര്യം അറിയാമായിരുന്നു. ശേഷം സൊബോങ്ങും ഡേറ്റിന് പോകാനായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടേക്ക് റോബോനാംശനും എത്തുന്നു. അവനാണെങ്കിൽ ഇവളെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകുന്നു. അവളും അവനെ വിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവനും നീ ആരാണ്, നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അത് കേട്ടിട്ട് അവളും നീ എന്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാമെന്ന് പറയുമ്പോൾ അവനും ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അവരും പോകുന്നു. ഇവർ പോകുന്ന വഴിയിൽ ഒരാൾ പിയാനോ വായിക്കുന്നത് അവളും കാണുന്നു. അവരും അവിടേക്ക് പോയി നിൽക്കുന്നു. അവളും അവനോട് നിനക്ക് പിയാനോ വായിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിനവനും അറിയില്ലെന്നാണ് പറയുന്നത്. അവിടെ പിയാനോ വായിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന അവളെ കണ്ട് അവനും പിയാനോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിക്കുന്നു. എന്നിട്ട് അവിടെ പോയിരുന്ന് പിയാനോ വായിക്കുന്നു. അത് കണ്ടിട്ട് അവൾക്കും സന്തോഷമാകുന്നു. ശേഷം ഇവരും സിനിമ കാണാനായി പോകുന്നു. ആ സിനിമ വളരെ സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് കണ്ടിട്ട് അവളും കരയുന്നു. റോബോനാംശനും ഇക്കാര്യം കാണുന്നുണ്ട്. അവനും കുറച്ച് ടിഷ്യൂ എടുക്കാനായി പുറത്തേക്ക് പോകുന്നു. അതും കറക്റ്റ് എണ്ണമൊക്കെ നോക്കിയാണ് അവനും എടുക്കുന്നത്. ശേഷം തിരിച്ചു വന്ന് അവളുടെ കണ്ണീരും തുടച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവനും ആ സിനിമ കാണുന്നു. ഇടയ്ക്ക് അവളും അവനെ നോക്കുന്ന സമയം അവൾ ഒരു കാഴ്ച കാണുന്നു. അവൻ കരയുന്നുണ്ട്. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരും വരുന്നു. ഇത് കണ്ടിട്ട് അവളും ഷോക്കാകുന്നു. അവനും അവളോട് നീ എന്നോട് പറഞ്ഞല്ലോ ഞങ്ങളെ തമ്മിൽ നിനക്കൊരിക്കലും കൺഫ്യൂസ് ആകില്ലെന്ന്. അവിടെ ഇരിക്കുന്നത് ഷിന്നാണ്. റോബോനാംശനെ അവൻ കാറിൽ പവർ ഓഫ് ആക്കിയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് അസിസ്റ്റന്റിന്റെ ചിന്തകളിലൂടെയാണ്. ചെയർമാനും അവനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കറിയില്ലേ മനുഷ്യന്മാരെക്കാളും ബെറ്റർ റോബോട്ട് ആണെന്നുള്ള കാര്യം? അയാളും ചിന്തിക്കുന്നുണ്ട്. നേരത്തെ ആയിരുന്നെങ്കിൽ അയാൾ അതിന് മറുപടി പറയാനായി മടിക്കില്ലായിരുന്നു. ചെയർമാനും ഷിന്ന് ചെയ്ത എന്തോ ഒരു തെറ്റിന് അസിസ്റ്റന്റിനെ അടിക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. അത് കണ്ടിട്ട് ഷിന്നിനും വളരെ സങ്കടം വരുന്നു. അസിസ്റ്റന്റും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അവനോട് പറയുന്നത്. ഷിന്നും അത് കണ്ടിട്ട് ചെയർമാന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അയാളുടെ റൂമിൽ വന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിടുന്നു. അവന്റെ കൈയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. അസിസ്റ്റന്റ് എപ്പോഴും എന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവനെ എന്തിനാ നിങ്ങൾ അടിക്കുന്നത്? അവനെ അടിച്ചു കഴിഞ്ഞാൽ എന്നെ അടിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇനി മേലാൽ അവനെ അടിച്ചു പോകരുത്. ആ പാവത്തിനെ ഇനി തൊട്ടു പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇക്കാര്യം അസിസ്റ്റന്റും കാണുന്നുണ്ടായിരുന്നു. എനിക്കറിയാം നീ എങ്ങനെയായിരുന്നു എന്ന്. എന്നിട്ട് ഷിന്നും അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വന്ന് ഐസ് ബാഗ് കൊടുക്കുന്നു. ചെയർമാൻ അടിച്ച ഭാഗത്ത് ഐസ് വെച്ചോളൂ എന്ന് പറഞ്ഞ് പോകുന്ന സമയം അസിസ്റ്റന്റും അവനെ തിരികെ വിളിക്കുന്നു. ഷിന്നിന്റെ കൈയും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മരുന്ന് വെക്കാനായി അയാളും കുറച്ച് മെഡിസിൻസുമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരും മുറിവിലൊക്കെ മരുന്ന് വെക്കുന്നുണ്ട്. ശേഷമാണ് ചെയർമാനും അവനോട് ചോദിക്കുന്നത് മനുഷ്യന്മാരെക്കാളും റോബോട്ട് ആണല്ലോ ബെറ്റർ എന്ന്. അന്നായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് പറയാനായി മടിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞേനെ. ഇതൊരു വേണ്ടാത്ത ചോദ്യമാണ്. ഇതെങ്ങാനും ഷിന്ന് കേട്ട് കഴിഞ്ഞാൽ അവൻ വളരെയധികം വേദനിക്കും. നിങ്ങൾക്ക് ഷിന്നിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ജോലി രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു പോയേനെ. അവൻ ഒരിക്കലും റോബോട്ടിന്റെ കാര്യം ചെയർമാൻ അറിയാമെന്നുള്ള കാര്യം അറിയാൻ പാടില്ലെന്നാണ് അസിസ്റ്റന്റ് വിചാരിക്കുന്നത്. പക്ഷെ റോബോനാംശനും ഡേവിഡും കൂടി സംസാരിക്കുന്നത് ഷിന്നും കേൾക്കാനിട വരുന്നു. ശേഷം റോബോനാംശനും ഡേറ്റിന് പോകുന്നത് ഷിന്നും കാണുന്നുണ്ടായിരുന്നു. അവനും ഇവരെ ഫോളോ ചെയ്യുന്നു. ശേഷം അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. ഷിന്നിന്റെ കയ്യിൽ നിന്നും അവനൊരു കാർഡ് കിട്ടിയിരുന്നു. ആ കാർഡിലുള്ള ഹോസ്പിറ്റലിലേക്ക് അവനും പോകുന്നു. അവിടെ ഒരാളോട് ചോദിക്കുന്ന സമയം ഇയാൾ PK ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ അയാളും ഒരു കാര്യം പറയുന്നു. ഒരു കാര്യമുണ്ട്, ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ പോലും അതാരോടും പറയില്ല. അവർ മീഡിയയിലും ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല. 20 വർഷം മുന്നേ PK ഗ്രൂപ്പിന്റെ ചെയർമാന്റെ മകൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസിസ്റ്റന്റിനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഷിൻ അന്വേഷിക്കുന്നത് അവന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ചാണ്. ആ സമയം ഷിന്നും ഇവനെ വിളിക്കുന്നു. അയാളോട് ഒരു സ്ഥലത്തേക്ക് വരാനായി അവനും ആവശ്യപ്പെടുന്നു. ആ സമയമാണ് റോബോനാംശനും ടിഷ്യൂ എടുക്കാനായി പുറത്തേക്ക് പോകുന്നത്. അവിടെ വെച്ച് അവനും ഷിന്നിനെ കാണുന്നു. നീ എന്താ ഇവിടെ എന്ന് റോബോനാംശനും ചോദിക്കുമ്പോൾ അവനും അസിസ്റ്റന്റ് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കൂടെ വരാനായി പറയുന്നു. അങ്ങനെ റോബോനാംശനും അവന്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ റോബോനാംശൻ അവിടെ നിൽക്കുന്ന സമയം ഷിന്ന് ബലമായി റോബോനാംശന്റെ കയ്യിൽ നിന്നും ആ
വാച്ച് ഊരിയെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവനും പവർ ഓഫ് ആകുന്നു. ആ സമയം അവിടേക്ക് അസിസ്റ്റന്റും വരുന്നുണ്ടായിരുന്നു. അവൻ നോക്കുന്ന സമയം റോബോനാംഷൻ തറയിലിരിക്കുന്നത് അയാളും കണ്ട് ഷോക്കാകുന്നു. നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഷിന്നം ഇവനെ ആ കാറിലിരുത്തണം, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നതെന്ന്. അതിന് ഷിന്നം, എന്റെ മുത്തച്ഛന് നന്നായി അറിയാം ഇവനൊരു റോബോട്ട് ആണെന്ന്. അസിസ്റ്റന്റും, എന്നാലും നീ ഈ ചെയ്യുന്നത് തെറ്റാണ്, ആ വാച്ച് തരാനായി പറയുന്നു. ഷിന്നം, ആ വയസ്സായ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ മരിക്കാനായി കിടക്കുന്ന സമയവും അയാൾ ഈ സാധനത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അയാൾക്ക് എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്, ശരിക്കുമുള്ളത് ഏതാണ്, ഫേക്ക് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത്. അസിസ്റ്റന്റും അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ആ വാച്ച് തറയിലിട്ട് ചവിട്ടി പൊട്ടിക്കുന്നു. നീ ഇപ്പോൾ എന്നെ തടഞ്ഞാൽ നീയും എന്റെ മുത്തച്ഛനുമായി യാതൊരു വ്യത്യാസവുമില്ല. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാനായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് റോബോനാംശനെ പോലെ സോബോങ്ങിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അപ്പോഴാണ് ആ സിനിമ കണ്ട് അവനും കരയുന്നത്. സോബോങ്ങും ഇത് ശ്രദ്ധിക്കുന്നു. ഷിന്നും ചോദിക്കുന്നുണ്ട്, നീ എന്നോട് പറഞ്ഞതല്ലേ നിനക്കൊരിക്കലും ഞങ്ങളെ തമ്മിൽ കൺഫ്യൂസ് ആകില്ലെന്ന്. അത് കണ്ടിട്ട് ടെൻഷനായി ഉടനെ തന്നെ അവളും അവനെ തേടി പോകുന്നു. അവനാണെങ്കിൽ അസിസ്റ്റന്റിന്റെ കാറിലും. സോബോങ് അവന്റെ ഫോണിൽ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റ് ഇത് കാണുന്നുണ്ട്. അയാളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് ഷിന്നും ഒരു കാറിൽ കയറാനായി പോകുന്ന സമയം സോബോങ്ങും ആ കാറിൽ മുഴുവനും നോക്കുന്നുണ്ട് റോബോനാംശനെ. പക്ഷെ അവിടെ എങ്ങും കാണുന്നില്ല. അവളും ഷിന്നിനോട് വഴക്ക് കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അവനും അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം സോബോങ്ങും റോബോനാംശനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഷിന്നാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. എന്നിട്ട് റോബോനാംശനെ പോലെ സംസാരിക്കുന്നു. അവളും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അസിസ്റ്റന്റിന്റെ കാറിലുണ്ടെന്ന് പറയുന്നു. നിന്നോട് ഷിന്നൊന്നും പറഞ്ഞില്ലേ? ഓഫീസിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അവിടേക്ക് ഞാൻ പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ അസിസ്റ്റന്റും അവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഞാൻ അവനെ നോക്കിക്കൊള്ളാം, അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം എന്ന് പറയുന്നു. അസിസ്റ്റന്റും അവനെ വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഷിന്നാണെങ്കിൽ വളരെയധികം ദേഷ്യത്തിലാണ്. ഇവരും ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. അവരും ചെയർമാൻ ഇവൻ റോബോട്ടാണെന്ന് അറിഞ്ഞ കാര്യം അറിയുന്നുണ്ട്. അത് ഡേവിഡ് ആണ് പറഞ്ഞതെന്നും അസിസ്റ്റന്റ് പറയുന്നു. ആ സമയം ഡേവിഡും അവിടേക്ക് വരുന്നു. അയാളെ കണ്ട ലേഡിയും, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ചെയർമാന് ഇവനെ കുറിച്ച് അറിയാമോ? ഡേവിഡും അത് നിഷേധിക്കുന്നില്ല. ആ ലേഡിയും അയാളെ അടിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ എന്നോട് ഇത് ചെയ്യാൻ തോന്നി? എത്ര കാലമായി നിങ്ങൾ എന്നെ ചതിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളെ 20 വർഷമായി വിശ്വസിച്ചു എന്ന് പറഞ്ഞ് വഴക്ക് കൂടുന്നു. അസിസ്റ്റന്റും ഡേവിഡിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അസിസ്റ്റന്റും പറയുന്നുണ്ട്, ഞാനിത് കേട്ടപ്പോ തന്നെ ഷോക്കായി പോയി. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ലേഡി ഇത് കേൾക്കുമ്പോൾ? അസിസ്റ്റന്റും, ഷിന്നിന് ഇക്കാര്യം അറിയാമെന്നുള്ള കാര്യം ചെയർമാൻ ഒരിക്കലും അറിയാൻ പാടില്ല. ഡേവിഡും അതിന് സമ്മതിക്കുന്നുണ്ട്. ആ സമയം ഷിന്നും അവന്റെ അമ്മയോട് ഈ സാധനത്തെ നശിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് അവരും ഷോക്കാകുന്നു. നീ നിന്റെ അമ്മയെ കളിയാക്കുവാണോ എന്ന് പറഞ്ഞ് അവരും ഒഴിഞ്ഞു മാറാനായി ശ്രമിക്കുന്നു. നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ മാനുവൽ മോഡിലെങ്കിലും ആക്കിക്കൂടെ? അങ്ങനെയാണെങ്കിൽ അവനെ മൊത്തത്തിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. നമുക്ക് മുത്തച്ഛന് കാണിച്ചു കൊടുക്കണം റോബോട്ടിനെ അത്ര നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്ന്. ലേഡിയും അതിനെ സമ്മതിക്കുന്നില്ല. ആ സമയം അവനും, അതെന്തുകൊണ്ടാ സമ്മതിക്കാത്തത്? ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ ചെയ്തു തരുമെന്നല്ലേ എന്നോട് പറഞ്ഞത്? അസിസ്റ്റന്റും ഇത് കേട്ടിട്ട് അവിടേക്ക് വരുന്നു. നീ ഇപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതില് ഞങ്ങളും കാരണക്കാരനാണ്. ഞങ്ങളത് ചെയ്തത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവസാനം അത് നിന്നെ വേദനിപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിനക്ക് അവനെ കൺട്രോൾ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നിയാൽ നീ അത് ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം നീ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യണം, അവനെ കൊണ്ട് നീ മറ്റാരെയും ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. ശേഷം സോബോങ്ങും അവനെ വിളിക്കുന്നുണ്ട്. അവനും ഇന്നെനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോബോങ്ങും അവന്റെ അടുത്തേക്ക് പോകുന്നു. അവൾക്കും അവനെ കണ്ടതിൽ സന്തോഷമാകുന്നു. അവനും അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിലൊരുത്തനും അവന്റെ കൈയിലേക്ക് പിടിക്കുന്നു. ആ സമയം അവനും അവന്റെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. അവനും നന്നായി വേദന എടുക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്. അവനും മാനുവൽ മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ കൺട്രോൾ ചെയ്യുന്നത് ഷിന്നാണ്. ഈ വാച്ച് തൊടാനായി ആരെയും അനുവദിക്കാൻ പാടില്ല എന്ന് അവനോട് പറയുന്നു. ഈ മാനുവൽ മോഡ് പ്രവർത്തിപ്പിക്കുന്ന സമയം മാത്രമേ ഷിന്നിന് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അല്ലാത്ത സമയം മുഴുവൻ അവൻ പഴയ പോലെ തന്നെ ആയിരിക്കും. അവനും മാനുവൽ മോഡിൽ നിന്ന് തിരികെ വരുമ്പോഴാണ് അയാളും താഴെ കിടക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അവനും ക്ഷമ ചോദിക്കുന്നുണ്ട്. സ്വഭാവം ചോദിക്കുന്നുണ്ട്, നിനക്കിത് എന്ത് പറ്റിയെന്ന്. അതിനവനും, എനിക്കെന്റെ പവർ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് നാളെ ജോലിക്ക് പോകണം, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നു. അവനും ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഷിന്നും അവനോട് പറഞ്ഞിരുന്നു, നീ എന്റെ കളിപ്പാവയാണ് എന്നുള്ളത്. അവനും വിഷമമാകുന്നു. അവനും ആ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അത് ഹാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. അവനെ കൊണ്ട് ആ വാച്ച് മാറ്റാനായി സാധിക്കില്ല. കാരണം അവൻ പ്രോമിസ് ചെയ്തതാണ് ഈ വാച്ച് തൊടാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ള കാര്യം. അവനും വിഷമമാകുന്നുണ്ട്. അവനും അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വരുന്നു. റോബോനാംശനും, ഞാൻ ആദ്യത്തെ തവണയാണ് മാനുവൽ മോഡ് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നേരത്തെ അവന് മാനുവൽ മോഡ് ചെയ്തിരുന്നെങ്കിലും ആരും തന്നെ ഇവനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റോബോനാംശനും, എന്റെ ഡിസിഷൻ അനുസരിച്ച് എന്റെ ബോഡി മൂവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാമല്ലേ? അതിന് അസിസ്റ്റന്റും, എനിക്കറിയാം ഇത് ശരിയല്ല എന്നുള്ളത്, പക്ഷെ അവനെ നിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന് റോബോനാംശനും, ഞാൻ അവനെ കുറ്റം പറയാൻ വന്നതല്ല, എനിക്കറിയണം അവൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അതിന് അസിസ്റ്റന്റും, ചെയർമാന് നിന്റെ കാര്യം അറിയാമെന്നുള്ള കാര്യം അവൻ ഇപ്പോൾ അറിയാം. റോബോനാംശനും മുത്തച്ഛനോട്
അച്ഛനോടുള്ള ദേഷ്യം എന്നോടാണ് തീർക്കുന്നത്? റോബോനാംശനും എന്റെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയി അവൻ എന്തെങ്കിലും ചെയ്താലോ? ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? അതിനെയാളും അവൻ എന്നോട് പ്രോമിസ് ചെയ്തതാണ് അവൻ അങ്ങനെ ചെയ്യില്ലാന്ന്. അവൻ ആ പ്രോമിസ് ബ്രേക്ക് ചെയ്താൽ നമ്മൾ അപ്പോൾ തന്നെ മാനുവൽ മോഡ് സ്റ്റോപ്പ് ചെയ്യും. ഞാനത് നിനക്ക് ഉറപ്പ് തരുന്നു. നീ അതുകൊണ്ട് പേടിക്കണ്ട. റോബോനാംശനും ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അവനെ എനിക്ക് വിശ്വാസമില്ല. ശരിക്കും അവൻ പ്രോമിസ് കീപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഷിന്നും കാണുന്നുണ്ടായിരുന്നു. ഏനയും അവനോട് ഇതൊക്കെ വേണമെന്ന് ചോദിക്കുമ്പോൾ ഷിന്നും എനിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം ആ റോബോട്ട് എത്ര അപകടകാരിയാണെന്ന്. എല്ലാവരും അത് കണ്ടിട്ട് ഷോക്ക് ആകണം. ഏനയും അവനെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവന് നിന്റെ മുഖമാണുള്ളത്. അവൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്കായിരിക്കും അത് സാരമായി ബാധിക്കുക. അതുകൊണ്ട് മുത്തച്ഛനെ മാത്രം അത് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നു. പക്ഷെ അവൾ ഉപദേശിക്കുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. ഏനയും അവനെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. ശേഷം റോബോനാംശനും ചെയർമാന്റെ അടുത്തേക്ക് വരുന്നു. ചെയർമാനും ഇതെല്ലാം നിന്റെ സെർവേഴ്സ് ആണ്. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിന്റെ തലച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനവനും ഈ കമ്പനിയുടെ ബിൽഡിംഗിൽ എങ്ങനെയാ എന്റെ സെർവർ വന്നിരിക്കുന്നത്? ഞാൻ ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചെയർമാനും പറയുന്നു. നീ ഓട്ടോമാറ്റിക് കാറിന്റെ എല്ലാ കാര്യങ്ങളും പ്രപ്പോസ് ചെയ്തതിന് നന്ദിയുണ്ട്. ഇപ്പൊ എല്ലാ കമ്പനിയും നോക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ അവരുടെ ബിസിനസ് രംഗത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എനിക്ക് ഇനിയും ഒരു സ്വപ്നമുണ്ട്, ഒരു ഇമ്മോർട്ടൽ സിറ്റി. ആ സിറ്റി കൺട്രോൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും. അതിന്റെ പേര് എം സിറ്റി എന്നാണ്. എന്റെ അവസാനത്തെ സ്വപ്നവും അത് തന്നെയാണ്. നിനക്ക് മാത്രമേ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായി സാധിക്കുകയുള്ളൂ. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഷിന്നും കാണുന്നു. അവനും അതൊക്കെ കേട്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. എന്നിട്ട് അവനും സോബോങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. അവൾക്ക് ഇതുവരെ മാനുവൽ മോഡിന്റെ കാര്യം അറിയില്ല. അവളും ചെയർമാനോട് എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളോടും അവൾ പറയുന്നു. അതിനവളും അയാളുടെ സ്വപ്നങ്ങൾ അയാളുടെ ചെറുമകനോട് പറയാതെ എന്തിനാ നിന്നോട് പറയുന്നത്? എനിക്കും ആ വൃത്തികെട്ടവനെക്കാളും നിന്നെ തന്നെയാണ് വിശ്വാസം. ഇത് ഷിന്നും കേൾക്കുന്നുണ്ട്. അവനും അത് കേട്ടിട്ട് ദേഷ്യം വരുന്നു. അവനും ഉടനെ തന്നെ മാനുവൽ മോഡ് ഓൺ ആക്കുന്നു. ആ സമയം റോബോനാംശന്റെ ഭാവവും മാറുന്നു. അവൻ സോബോങ്ങിനെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുന്നു. അവളുടെ കഴുത്തിന് പിടിച്ചു വെക്കുന്നു. അവളും നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു. അവനും മാനുവൽ മോഡ് മാറുന്ന സമയമാണ് പഴയ പോലെ ആകുന്നത്. അവളെ ആ അവസ്ഥയിൽ കണ്ടിട്ട് അവനും ഷോക്കാകുന്നു. അവനും അവളോടിത് എങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാനേ ആകുന്നില്ല. ആ സമയം ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയം ഡയറക്ടറുടെ സെക്രട്ടറിയും ഈ കാഴ്ച കാണുന്നുണ്ട്. അവനും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നാലെ സോബോങ്ങും അവനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. നീ ഇന്നലെ ഇങ്ങനെയാണല്ലോ ചെയ്തത്, നിനക്ക് നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാനാകില്ല. അവളും ആ വാച്ച് പിടിച്ചു നോക്കുന്നുണ്ട്. ഇത് നിന്റെ വാച്ച് അല്ലല്ലോ. റോബോനാംശനും നീ എന്റെ അടുത്ത് നിൽക്കരുത്, ദൂരെ മാറി നിൽക്കുന്നതാണ് നല്ലത്. ഇത് കണ്ടിട്ട് സോബോങ്ങിനും ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവൻ എന്തെങ്കിലും നിന്നെ ചെയ്തോ? റോബോനാംശനും അങ്ങനെയൊന്നുമില്ല, ഞാൻ പറയുന്നത് പോലെ നീ കേട്ടാ മതി. എന്റെ അടുത്തേക്ക് നീ ഇനി വരരുത്. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും നിന്നെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകുന്നു. ഇക്കാര്യം അസിസ്റ്റന്റിനോട് സോബോങ്ങും പറയുന്നു. അവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇന്നലെയുള്ള അവന്റെ പെരുമാറ്റവും കുറച്ച് വ്യത്യാസമായിരുന്നു. അവൻ എന്താ സംഭവിച്ചതെന്ന് അവളും ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയുന്നു. ഷിന്നാണ് അവനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. അത് കേട്ട് അവളും ഷോക്കാകുന്നു. സോബോങ്ങും അവൻ ആരെങ്കിലും ഇനിയും അറ്റാക്ക് ചെയ്താലോ എന്ത് ചെയ്യുമെന്നൊക്കെ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. അതിന് അസിസ്റ്റന്റും ഇനി ഒരിക്കലും അങ്ങനെയൊന്നും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അവളും അസിസ്റ്റന്റിനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നു. അസിസ്റ്റന്റും ഇക്കാര്യം ഷിന്നിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഷിന്നും അത് നിഷേധിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇറർ സംഭവിച്ചതായിരിക്കും, ഞാനത് ആക്ടിവേറ്റ് ചെയ്തിട്ടേ ഇല്ലെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ ഇയാൾക്ക് അവനെ കുറിച്ച് നന്നായി അറിയാം. അതിന് ഷിന്നും ഞാൻ വെറുതെ അവളെന്ന് പേടിപ്പെടുത്താനാണ് അങ്ങനെ ചെയ്തത്, പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ അഗ്രസീവായിട്ടാണ് അവൻ അവളോട് പെരുമാറിയത്. അസിസ്റ്റന്റ് നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് അവനോട് പറയുന്നു. ലേഡിയും ഇക്കാര്യം അറിയുന്നുണ്ട്. ഡേവിഡും അവളോട് പറയുന്നുണ്ട്, നീ അശ്വിനെ വിശ്വസിക്കുന്നുണ്ടോ? അവൻ എന്തെങ്കിലും റോബോട്ടിനെ ചെയ്താൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ലേഡിയും അയാളോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായി പറയുന്നു. അതിനയാളും എനിക്കറിയാം നീ എന്നോട് ദേഷ്യത്തിലാണെന്ന്. നാംഷിൻ 3 നിർമ്മിക്കാനായി ഒരുപാട് പണച്ചെലവ് വന്നു. എന്റെ കയ്യിൽ അത്രയുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും സഹായത്തിനായി ഒരു ഫൗണ്ടേഷന് അപ്ലൈ ചെയ്തു. പിന്നീടാണ് ഞാനും അക്കാര്യം അറിഞ്ഞത് അത് ആ ചെയർമാന്റെ ഫൗണ്ടേഷൻ ആണെന്ന്. അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ വീണ്ടും ഫണ്ട് തന്നു. പക്ഷെ ഞാനത് വാങ്ങിയില്ല, കാരണം എനിക്ക് അവനെയും നിന്നെയും ഇഷ്ടമാണ്. അവസാനം വരെയും ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യും. ലേഡിയും അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു. ശേഷം റോബോനാംശനും അസിസ്റ്റന്റിനെ കാണാനായി പോകുന്നു. അവന് നേരിട്ട് ഒന്നും പറയാൻ സാധിക്കാത്തത് കൊണ്ട് അയാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജും അയക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സഹായം ചെയ്തു തരണമെന്ന് അവനും മെസ്സേജ് അയക്കുന്നു. അതനുസരിച്ച് ഷിന്നിനെ അസിസ്റ്റന്റും ഒരിടത്തേക്ക് വിളിക്കുന്നു. ആ സമയം അവിടേക്ക് റോബോനാംശന് വരുന്നത് കണ്ട് ഷിന്നും ഷോക്കാകുന്നു. റോബോനാംശനും ഞാൻ വിളിച്ചാൽ നീ ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അസിസ്റ്റന്റിനെ വിട്ട് ചോദിപ്പിച്ചത്. ഷിന്നും അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെട്ടിട്ട് നീ ആരാ, ഇവന്റെ അസിസ്റ്റന്റ് ആണോ? അതിന് അസിസ്റ്റന്റ് എന്താ സംഭവിച്ചതെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നു.
സോബോങ് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. നമുക്ക് പിന്നീടൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് പോകുന്നു. അത് കണ്ടിട്ട് ഷിന്നും അവന്റെ പുറകെ പോകാൻ നിൽക്കുമ്പോൾ റോബോനാംശനും അവനെ വിളിക്കുന്നു. നീ ഓടിപ്പോകാനായി ശ്രമിക്കരുത്. അതിന് ഷിന്നും ഓടിപ്പോകാനോ? ഞാനിതിന് ഓടിപ്പോകുന്നത്? ഞാനാണ് ശരിക്കുമുള്ള നാംഷൻ. നീ ഒരു ഫേക്ക് ആണെന്ന് പറയുന്നു. അതിനവനും ആര് പറഞ്ഞു ഞാൻ ഫേക്ക് ആണെന്ന്? നിന്നെ പോലെ തന്നെ ഞാനും ശരിക്കുമുള്ള ആൾ തന്നെയാണ്. ഷിന്നും എന്നിട്ടാണോ നീ സോബോങ്ങിനെ ഉപദ്രവിക്കാനായി ശ്രമിച്ചത്? എങ്ങനെയുണ്ട് അത് കണ്ടിട്ട്? ഇതൊരു തുടക്കം മാത്രമാണ്. റോബോനാംശനും നിനക്ക് മുത്തശ്ശനോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അത് നേരിട്ട് അങ്ങ് തീർത്താ പോരെ. എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നത്? അതിനവനും എനിക്ക് നേരിട്ട് അയാളോട് സംസാരിക്കുന്നതിനേക്കാളും നിന്നെ വെച്ചിട്ട് അയാളോട് റിവെഞ്ച് എടുക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. റോബോനാംശനും നിനക്കെന്നെ പേടിയുണ്ടോ? അതുകൊണ്ടല്ലേ നീ എന്നെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നത്? ഞാനൊരു റോബോട്ടാണ്. എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. നിന്റെ വീടോ നിന്റെ ഫാമിലിയോ കമ്പനിയോ ഒന്നും എനിക്ക് വേണ്ട. അതെല്ലാം നിന്റേത് തന്നെയാണ്. ഞാൻ നിനക്ക് എതിരായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. അതിനുശേഷം നീ ഒരു മെഷീൻ മാത്രമാണ്. ഞാൻ പറയുന്നത് പോലെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാവ. സോബോങ്ങിനെ ഞാൻ കൊല്ലാനായി പറഞ്ഞാൽ നീ അത് ചെയ്യേണ്ടി വരും. അതാണ് നീ. അതിന് റോബോനാംശനും എനിക്ക് അവളെ ഉപദ്രവിക്കാനായി ഒരു താല്പര്യവുമില്ല. എനിക്ക് മറ്റാരെയും അറ്റാക്ക് ചെയ്യാനും ആഗ്രഹമില്ല. ശരിക്കും നിനക്ക് എന്താണ് എന്നിൽ നിന്നും വേണ്ടത്? അതിനുശേഷം ഇവിടെ നിന്നും അപ്രത്യക്ഷമാകണം. എവിടേക്കെങ്കിലും പൊക്കോ. എനിക്ക് എന്റെ മുഖം നിന്നിൽ കാണുമ്പോൾ ഒട്ടും നന്നായി തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനോട് വഴക്ക് കൂടുന്നു. അത് കണ്ട് റോബോനാംശനും ആ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടാനായി പോകുന്നു. പിന്നെ തിരിച്ചു വരാനായി അവനോട് പറയുന്നു. റോബോനാംശനും മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതിനേക്കാളും ഞാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ബിൽഡിംഗിൽ നിന്നും താഴേക്ക് ചാടാനായി നിൽക്കുന്നു. ഷിന്നുടൻ തന്നെ മാനുവൽ മോഡ് ഓണാക്കി അവനോട് താഴെ ഇറങ്ങാനായി പറയുന്നു. നിനക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? നിനക്കിപ്പോൾ സ്വന്തമായി അപ്രത്യക്ഷനാകാൻ പോലും ഡിസിഷൻ എടുക്കാനായി സാധിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം സോബോങ്ങും അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനും അവന്റെ മുഖത്ത് നോക്കി ഒരടി വെച്ചു കൊടുക്കുന്നു. അവനെ മര്യാദയ്ക്ക് പഴയ പോലെ ആക്ക്, അല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം അസിസ്റ്റന്റും ഷിന്നിനോട് മാനുവൽ മോഡ് സ്റ്റോപ്പ് ചെയ്യാനായി പറയുന്നു. നിന്റെ പ്രോമിസ് ബ്രേക്ക് ചെയ്തത് എനിക്കറിയാം. പക്ഷെ അവനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നൊന്നുമില്ല. ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കാനായി പാടില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. ഷിന്നൻ ചോദിക്കുന്നുണ്ട്, ഇതാദ്യമായിട്ടാ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റും അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. ആ സമയം ഈ ഡയറക്ടറും ലിഫ്റ്റിൽ വെച്ച് റോബോനാംശൻ സോബോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഷിന്നിനും അവനൊരു മെസ്സേജ് അയക്കുന്നു. നിന്റെ അച്ഛനെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ എനിക്കറിയാം. അയാൾ പറയുന്ന ഇടത്തേക്ക് വരാനായി ഷിന്നിനോട് പറയുന്നു. അങ്ങനെ അവനും അവിടേക്ക് പോകുന്നു. ഡയറക്ടറും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. നീ വിചാരിക്കുന്നത് ഞാനാണ് നിന്റെ അച്ഛനെ കൊന്നതെന്നല്ലേ? അത് തെറ്റാണ്. ചെയർമാൻ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്. ചെയർമാനെ കാണാനായി വന്ന സമയം അവനെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ഞാനും കൊണ്ടുപോയി. അവനെ പുറത്ത് കിടക്കാനാകാതെ പൂട്ടിയിട്ടു. നിന്നെയും നിന്റെ അമ്മയും കാണാൻ വേണ്ടിയിട്ട് അവൻ ജനാലയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആ ബിൽഡിംഗിൽ നിന്നും അയാൾ താഴേക്ക് വീണ് മരിച്ചത്. നിന്റെ അമ്മ ഇത് കണ്ടുപിടിച്ചാൽ അവർക്കത് താങ്ങാനാകില്ല. ചിഹ്നം എന്നിട്ട് പിന്നെന്താ നിങ്ങളും ചെയർമാനും കൂടി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ഡയറക്ടറും ഞാനിത് പറയുന്നത് അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ്. എന്നിട്ട് ഒരു റെക്കോർഡിംഗ് കൊടുത്തിട്ട് ഇത് നഴ്സിംഗ് ഹോമിൽ വെച്ച് ചെയർമാനും നിന്റെ അച്ഛനും തമ്മിൽ സംസാരിച്ച ഒരു കോൺവെർസേഷൻ ആണ്. അവനും ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ നിങ്ങൾ എനിക്ക് തരുന്നതെന്ന്. അതിനയാളും എനിക്ക് പേടിയുണ്ട്, നീയും നിന്റെ അച്ഛനെ പോലെ ആയി തീരുമെന്ന്. ചെയർമാൻ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. എന്നെയും നിന്റെ അച്ഛനെയും ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് അയാൾ കണ്ടത്. ഞാൻ ബെറ്റർ എന്ന് തോന്നിയത് കൊണ്ട് അയാൾ അവനെ നശിപ്പിക്കാനായി ശ്രമിച്ചു. ഞാൻ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ചെയർമാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല. റോബോട്ടാണ് കമ്പനിക്ക് ഏറ്റവും ഉചിതമെന്ന് തോന്നിയാൽ ചിലപ്പോൾ നിന്റെ അച്ഛനെ പോലെ അയാളും ചെയ്തെന്ന് വരും എന്ന് പറഞ്ഞ് പൂർണ്ണമായും ചെയർമാനെതിരെ ആക്കി തീർത്തിട്ട് അയാളും അവിടെ നിന്ന് പോകുന്നു. ഷിന്നും ആ റെക്കോർഡിംഗ് കേട്ടു നോക്കുന്നു. അതിനകത്ത് അവന്റെ അച്ഛനും പറയുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന്. അതിനാ ചെയർമാനും പറയുന്നത് നീ എന്റെ മകനാണ്, എന്നിട്ട് നീ ആ ഡയറക്ടറിന്റെ ഒപ്പം നിന്ന് കോമ്പറ്റ് ചെയ്ത് തോറ്റില്ലേ, നിനക്കൊന്നും തിരിച്ച് പറയാനുള്ള അവകാശം പോലും ഇല്ല. അതിനവന്റെ അച്ഛനും ഞാൻ ചിലപ്പോൾ തോറ്റു പോയവനായിരിക്കാം, പക്ഷെ ഞാൻ നിങ്ങളുടെ മകനാണ്. അതിനാ ചെയർമാനും നീ ഇവിടെ നിന്ന് പോകാനായി ശ്രമിച്ചാൽ നിന്റെ മകനായിരിക്കും അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത്. അതിനവന്റെ അച്ഛനെങ്ങനെ ഇത് പറയാനായി തോന്നി എന്ന് ചോദിക്കുന്നു. അതിനയാളും എനിക്ക് രക്തബന്ധങ്ങളെക്കാളും ഈ കമ്പനിയാണ് മുഖ്യം. ഇതൊക്കെ കേൾക്കുമ്പോൾ അവനും ദേഷ്യം വന്ന് ആ റെക്കോർഡിംഗ് ഡിവൈസ് താഴേക്കെറിഞ്ഞ് പൊട്ടിക്കുന്നു. ശേഷം ആ ഡയറക്ടറും ഇവന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സെക്രട്ടറിയും അവൻ ഇതുവരേക്കും പുറത്തേക്ക് വന്നില്ലല്ലോ. അതിനയാളും അവൻ ഒരുപാട് ചിന്തിക്കാനുണ്ടാകും. സെക്രട്ടറിയും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് ചോദിക്കുന്നു. അതിന് ഡയറക്ടറും നമുക്ക് എന്തായാലും നോക്കാം, അവൻ എന്തായാലും ചെയർമാനെ അവിടെ നിന്ന് നീക്കം ചെയ്യും, എന്നിട്ട് അവനെ കൊണ്ട് ആ കമ്പനി ഞാൻ എഴുതി വാങ്ങും. 30 വർഷത്തെ എന്റെ സ്വപ്നമാണത് എന്നൊക്കെ പറയുന്നു. ശേഷം ചെയർമാനെ കാണാനായി ഷിന്നും വരുന്നുണ്ട്. അവന് ചോദിക്കുന്നുണ്ട് ഞാൻ റോബോട്ടാണോ അതോ ഷിന്നാണോ എന്നുള്ളത്. അതിനയാളും മനുഷ്യന്മാര് മാത്രമേ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. അവനും ഈ കമ്പനി എനിക്ക് എഴുതി തരാനായി പറയുന്നു. അതിനയാളും നീ ആദ്യം ഒന്ന് ജയിച്ചു കാണിക്ക്, അതിനുശേഷം തീരുമാനിക്കാം എന്നാണ് പറയുന്നത്. അതിനവനും നിങ്ങൾ കമ്പനി റോബോട്ടിന് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ചെയർമാൻ ആണെങ്കിൽ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു ചാൻസ് കൂടെ തരാം, ഞാൻ റോബോട്ടിൽ നിന്നും ജയിച്ചു കാണിക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയുന്നു. ശേഷം റോബോനാംശനും സോബോങ്ങിനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അവളും അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവൻ ഒരിക്കലും അവളിൽ നിന്നും അകന്നിരിക്കാനായി താല്പര്യമില്ല. അവളെ കാണാനായി അവനും എത്തുന്നു.
എത്തുന്നു. അവളും അവന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. പക്ഷെ അവന് അവളുടെ അടുത്ത് പോകാൻ പേടിയാണ്. ഇനി എന്തെങ്കിലും അവളെ ചെയ്താലോ? അവനും അവളുടെ അടുത്ത് നിന്ന് പോകുന്നു. അവളും അവനെ പിടിച്ചു നിർത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ നിന്നും പോകുന്നു. ശേഷം ചെയർമാനും ഡയറക്ടറിനെ കാണാനായി വരുന്നു. ഡയറക്ടറും നിങ്ങൾ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അതിന് ചെയർമാനും നീ എന്നോട് സത്യം പറയണം. നീ ഷിന്നിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോ? പക്ഷെ അയാളും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ആ സമയം റോബോ നാംശനും അവിടേക്ക് എത്തുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ മാനുവൽ മോഡിലാണുള്ളത്. അവനും ചെയർമാനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഷിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. അവനും പറയുന്നുണ്ട് നീ എന്തായി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? അയാളെ ഫിനിഷ് ചെയ്യാനായി പറയുന്നു. പക്ഷെ ആ സമയം സോബോങ് അവിടേക്ക് വരുന്നു. എന്നിട്ട് അവനെ തടയാനായി ശ്രമിക്കുമ്പോൾ അവനും അവളെ തള്ളിയിടുന്നു. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നു. അവളും ആദ്യം പേടിയോടെ പുറകിലേക്ക് മാറാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളും ധൈര്യം സംഭരിച്ച് ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യില്ല, നിന്നെ പേടിക്കുകയുമില്ലെന്ന് പറയുന്നു. അവനും അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. പക്ഷെ അവളുടെ കണ്ണീര് അവന്റെ കയ്യിലേക്ക് വന്ന് വീഴുന്നു. ആ സമയം അവന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അവനും ആ മാനുവൽ മോഡ് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് അവളെ താഴെ ഇറക്കുന്നു. എന്നോട് ക്ഷമിക്കണമെന്ന് അവളോട് പറയുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം റോബോ നാംശനും മാനുവൽ മോഡൊക്കെ മാറ്റി പഴയ രീതിയിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അവനും അവളെ സമാധാനിപ്പിക്കുന്നു. ആ സമയം അസിസ്റ്റന്റും അവിടേക്ക് വരുന്നുണ്ട്. അയാളും ചെയർമാൻ നിലത്ത് കിടക്കുന്നത് കാണുന്നു. എന്നിട്ട് അയാളുടെ അടുത്തേക്ക് വരുന്നു. എന്താ സംഭവിച്ചതെന്ന് അസിസ്റ്റന്റും ചോദിക്കുന്നു. അതിന് റോബോ നാംശനും ഞാൻ കാരണമാണ് മുത്തശ്ശൻ ഈ നിലയിലായത്. റോബോങ്ങം അതിവൻ കാരണമല്ല, ഇതിന്റെ എല്ലാം കാരണം ആ ഷിന്നാണ്. അവന്റെ തന്നെ മുത്തശ്ശനെ കൊല്ലാൻ അവൻ ശ്രമിച്ചു. അത് കേട്ടിട്ട് അയാളും ഷോക്കാകുന്നു. റോബോ നാംശനും അസിസ്റ്റന്റിനോട് മുത്തശ്ശന് ഡിമൻഷ്യ ഉള്ള കാര്യം പറയുന്നു. അസിസ്റ്റന്റും മറ്റാരെങ്കിലും കാണുന്നതിന് മുന്നേ ഇവിടെ നിന്ന് പോകാനായി അവരോട് പറയുന്നു. അസിസ്റ്റന്റും ചെയർമാനും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം താഴെ മറഞ്ഞു നിന്ന് ഡയറക്ടറും കാണുന്നുണ്ട്. ഇയാൾക്ക് ശരിക്കും ഡിമൻഷ്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ഷിന്നും കാറിലിരുന്ന് റോബോ നാംശനെ കൺട്രോൾ ചെയ്യാനായി നോക്കുകയാണ്. പക്ഷെ അവന് ഒന്നും തന്നെ ചെയ്യാനാകുന്നില്ല. അപ്പോഴാണ് സോബോങ്ങിന്റെ കൂടെ റോബോ നാംശൻ പോകുന്നത് അവനും കാണുന്നത്. ആ സമയം ഡയറക്ടറും ഇവനൊരു മെസ്സേജ് അയക്കുന്നു. നീ എവിടെയാണ്? നീ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ഒളിക്കുന്നതാണ് നല്ലത്. നിനക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് മെസ്സേജ് അയക്കുന്നു. അവനും അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. റോബോ നാംശനെ സോബോങ് പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. ഇതൊന്നും നിന്റെ തെറ്റല്ല, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. അതിന് റോബോ നാംശനും പക്ഷെ നിന്നെ ഞാൻ വേദനിപ്പിച്ചു. സോബോങ്ങും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ തിരിച്ചു വന്നല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷം. നീ ആൾക്കാരെ സംരക്ഷിക്കുന്നവനും അത് മാത്രമല്ല മാനുവൽ മോഡ് ആയിരുന്നിട്ട് കൂടി നീ എന്നെ സംരക്ഷിച്ചു. നിന്നെ കുറിച്ചോർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. റോബോ നാംശനും അവളോട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവള് നമുക്ക് വീട്ടിൽ പോകാമെന്നാണ് പറയുന്നത്. ശേഷം ചെയർമാനും അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട് ഷിൻ എവിടെയാണെന്ന്. അതിനവനും ഞാൻ ഹോട്ടലും മറ്റെല്ലാ സ്ഥലവും ചെക്ക് ചെയ്യുന്നുണ്ട്, അവൻ ഇതുവരെ കണ്ടു കിട്ടിയില്ല. ചെയർമാനും എന്നെ അവൻ കൊല്ലാനായി നോക്കിയതല്ലേ, അതിന്റെ നാണക്കേട് കാരണം ഒളിച്ചിരിക്കുന്നതായിരിക്കും. അസിസ്റ്റന്റും ഞാൻ അവനെ ഇവിടേക്ക് കൊണ്ടുവരാം, അവനോട് നിങ്ങളോട് ക്ഷമ ചോദിക്കാനായി പറയാം. ചെയർമാനും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അവൻ എന്റെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന്? അതിന് അസിസ്റ്റന്റും അവൻ ഇങ്ങനെ ആകാൻ കാരണം തന്നെ നിങ്ങളല്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അസിസ്റ്റന്റും ഷിന്നിനെ വിളിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അവനെയും കാണിക്കുകയാണ് അവൻ ഡയറക്ടറുടെ സ്ഥലത്താണുള്ളത്. അയാളും ചെയർമാന്റെ ഡോക്ടറെ അവിടേക്ക് കൊണ്ടുവരുന്നു. അയാൾക്ക് ഡിമൻഷ്യ ഉണ്ടെന്നുള്ള കാര്യം അവനോട് പറയുന്നു. ഡയറക്ടറും അവിടെ എന്താ നടക്കുന്നതെന്ന് നീയും അറിയണം. എന്തുകൊണ്ടായിരിക്കും ചെയർമാൻ നിന്നോട് ഡിമൻഷ്യ ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും ആ റോബോട്ടിനോട് ഇക്കാര്യം പറഞ്ഞത്? ഡയറക്ടറും നീ എന്തായാലും അയാളെ പോയി കാണണം. അയാളുടെ കണ്ടീഷൻ മോശമാകുന്നതിന് മുന്നേ മിക്കവാറും അടുത്ത ചെയർമാൻ ആരാണെന്ന് അയാൾ അനൗൺസ് ചെയ്യും. അതൊരിക്കലും റോബോട്ടിന് പോകാനായി പാടില്ല. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയാകും. നിന്റെ അച്ഛനെയോ എനിക്ക് സഹായിക്കാനായില്ല, നിന്നെങ്കിലും എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞു പോകുന്നു. അയാളുടെ ഉദ്ദേശം ചെയർമാനെ മുഴുവനായിട്ടും തകർക്കുക എന്നുള്ളതാണ്. ശേഷം റോബോ നാംശനെ നിർത്തി സോബോങ്ങിന്റെ അച്ഛന്റെ ശിഷ്യന്മാരും ജിമ്മിന്റെ പരസ്യം ചെയ്യുന്നു. അവനെ കണ്ടതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളും അവിടെ കൂടിയിട്ടുണ്ട്. ആ സമയം സോബോങ് അവിടേക്ക് എത്തി അവനെ ഇവിടെ കൊണ്ടുവന്നതിൽ അവരെയും വഴക്ക് പറയുന്നു. എന്നിട്ട് റോബോ നാംശനെ വിളിച്ചുകൊണ്ടു പോകുന്നു. ആ സമയം ഒരു കുട്ടി ഓടി വന്ന് റോബോ നാംശനെ ഇടിക്കുന്നു. അവനാണെങ്കിൽ നിലത്തിരുന്ന് കരയുന്നു. ഇത് കാണുന്ന റോബോ നാംശനും പേടിച്ച് പുറകിലേക്ക് മാറുന്നു. സോബോങ്ങും ആ കുട്ടിയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവനും ആ കുട്ടി കരയുന്നത് കണ്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശേഷം ചെയർമാനും അവനെ വിളിക്കുന്നുണ്ട്. നീയല്ല തെറ്റുകാരനെന്ന് എനിക്കറിയാം, അവനാണ്. ഇവിടേക്ക് എന്നെ കാണാനായി തിരിച്ചു വരണം, നീ എന്നെ സംരക്ഷിക്കണം, നീ തന്നെയാണ് കമ്പനിയും നോക്കി നടത്തേണ്ടത്. ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്ക് എം സിറ്റി കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഷിന്നും അവിടേക്ക് എത്തി ആ മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങിക്കുന്നു. അവനും നിങ്ങൾക്കിതെല്ലാം എന്നോട് പറയാമായിരുന്നു എന്ന് പറയുന്നു. ചെയർമാനും അവനോട് അവിടെ നിന്നും ഇറങ്ങി പോകാനായി പറയുന്നു. അതിനവനും അത് ഞാനല്ലല്ലോ, ആ റോബോട്ടല്ലേ ചെയ്തത്,
ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അത് വെറും റോബോട്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്താൽ അവൻ അത് ചെയ്യും. ഷിന്നും അയാളോട് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാനായി പറയുന്നു. ഈ കമ്പനി മുഴുവൻ അവൻ എഴുതി കൊടുക്കാനാണ് ആ എഗ്രിമെന്റിലുള്ളത്. അവനും ബലം പ്രയോഗിച്ച് ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കാനായി ശ്രമിക്കുന്നു. ആ സമയം അസിസ്റ്റന്റും അവിടേക്ക് എത്തുന്നു. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവനും കാണുന്നുണ്ടായിരുന്നു. അയാളും അവനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് നല്ലൊരു അടിയും വെച്ചു കൊടുക്കുന്നു. നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്ത് കാരണമോ ആയിക്കോട്ടെ, നീ ഒരാളെ കൊല്ലാനായിട്ടാണ് ശ്രമിച്ചത്. ചെയർമാനോട് മാപ്പ് പറയാനായി പറയുന്നു. അതിനവനും സമ്മതിക്കുന്നില്ല. ഞാൻ ആ വയസ്സായ മനുഷ്യനെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് അയക്കും. അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കട്ടെ, ഒറ്റയ്ക്ക് എന്റെ അച്ഛൻ മരിച്ചതുപോലെ. അസിസ്റ്റന്റും അവനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷിന്നും ആ ഡയറക്ടറെ വിളിച്ച് എനിക്ക് വേണ്ടി നാളെ മുതൽ വർക്ക് ചെയ്യാൻ വരാനായി പറയുന്നു. ഇത് ലേഡിയും കേൾക്കുന്നുണ്ട്. ഷിന്നും നിങ്ങളെന്താ ഈ വീട്ടിലെന്ന് ചോദിക്കുന്നു. എന്നെ വീണ്ടും ഉപദേശിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് എന്നോട് പറഞ്ഞതെല്ലാം സത്യമാണോ? നീ മുത്തശ്ശനെ കൊല്ലാനായി ശ്രമിച്ചോ? അയാള് ആൾക്കാരെ കൊല്ലാനൊക്കെ നടക്കുന്ന ആളാണ് എന്ന് വെച്ചിട്ട് നീയും അതുപോലെ ആയല്ലോ. എന്നിട്ട് നീ അച്ഛന്റെ കൊലയാളിയായ ആ ഡയറക്ടറോട് സഹായം ചോദിക്കുകയാണോ? അതിനവനും അവനെ പോലെ ഉള്ളവർ മാത്രമേ എന്നെ ഇപ്പോൾ സഹായിക്കാനായുള്ളൂ. ലേഡിയും അവനോട് നമുക്ക് വിദേശത്തേക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരാം, നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനവനും ആ റോബോട്ടിന്റെ കൂടെ പോയാൽ മതി, ഞാൻ വരില്ലെന്ന് പറയുന്നു. അതിനവരും ഇനി ഞാൻ നിന്നെ ഒറ്റയ്ക്കാക്കി ഒരിടത്തേക്കും പോകില്ല. ഒരു പ്രാവശ്യം നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോയതാണ്, ഇനി ഞാനത് ആവർത്തിക്കില്ല. ഷിന്നും നിങ്ങൾ എന്നെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സാധനത്തിനെ നശിപ്പിച്ചു കളയണം. റോബോട്ടിനെയാണ് അവനും ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആ സമയം റോബോനാംശനും സോബോങ്ങിന്റെ വീട്ടിലാണുള്ളത്. അവളും ചോദിക്കുന്നുണ്ട്, നേരത്തെ ആ കുട്ടി കരഞ്ഞ സമയം നിനക്ക് അവനെ സമാധാനിപ്പിക്കാമായിരുന്നു, നീ എന്തിനാ അവനിൽ നിന്നും ഓടി ഒളിക്കാനായി ശ്രമിച്ചത്? ഇപ്പോൾ എനിക്ക് ഒരു ജഡ്ജ്മെന്റും എടുക്കാനായി സാധിക്കുന്നില്ല. തെറ്റേത് ശരിയേതെന്ന് ഞാനിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവളും അവനെ സമാധാനിപ്പിക്കുന്നു. ലേഡിയും അവനെ കാണാനായി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും അവർ സന്തോഷിച്ചിരിക്കുന്നത് കണ്ട് മറ്റൊന്നും പറയണ്ട എന്ന് കരുതി അവിടെ നിന്ന് പോകുന്നു. ശേഷം മുത്തശ്ശന്റെ കയ്യിൽ നിന്നും ബലമായി സ്വത്തെല്ലാം അവൻ എഴുതി വാങ്ങിക്കുന്നു. ശേഷം ചെയർമാനെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ഇവരും മാറ്റുന്നു. മകളും പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, എന്തിനാണ് നഴ്സിംഗ് ഹോമിലേക്ക് പോകുന്നതൊക്കെ? പക്ഷെ ചെയർമാനും ഞാൻ ഡിസൈഡ് ചെയ്തതാണ്, ഞാൻ ഇവിടെ നിന്നും പോവുകയാണെന്ന് പറഞ്ഞു പോകുന്നു. ചെയർമാന്റെ മകളും ഏനയോട്, ചിഹ്നം നിന്റെ അച്ഛനും കൂടി ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിച്ചു, നിനക്കിപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ആ ഡയറക്ടറും ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അവളോട് പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്ത് തരാനായി പറയുന്നു. എന്നിട്ട് അവരെയും ഭീഷണിപ്പെടുത്തുന്നു. അവരും നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതി തരാം എന്ന് പറയുന്നു. ഏനയും അസിസ്റ്റന്റിനോട് ഇക്കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റും ചെയർമാനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവനെ കണ്ടതും ചെയർമാനും വലിയ സന്തോഷമാകുന്നു. അവിടേക്ക് റോബോനാംശനും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാണെങ്കിൽ ചെയർമാനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പേടിച്ച് പുറകിലേക്ക് മാറുന്നു. ഇത് കണ്ട ചെയർമാനും ഇത് നീയായിരുന്നോ എന്ന് പറഞ്ഞ് അവനെ അടുത്തേക്ക് വിളിക്കുന്നു. അയാളും കരയുന്നുണ്ട്. അത് കണ്ട് റോബോനാംശനും അയാളെ ആശ്വസിപ്പിക്കുന്നു. അസിസ്റ്റന്റും റോബോനാംശനോട്, ഷിന്നാണെങ്കിൽ ആ ഡയറക്ടറിനെയാണ് സഹായത്തിനായി വിളിച്ചിരിക്കുന്നത്, അയാൾ അവനെ കൂടുതൽ നശിപ്പിക്കുകയുള്ളൂ, എന്നിട്ട് അവനുള്ളതെല്ലാം അയാളും തട്ടിയെടുക്കും. ഇനി കൂടുതൽ ഷിൻ നശിക്കുന്നതിന് മുന്നേ നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം. റോബോനാംശനും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും ഞാൻ മനസ്സിൽ ഒരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ട്, നീ എന്നെ സഹായിക്കണമെന്ന് പറയുന്നു. റോബോനാംശനും ഷിന്നോട് പറഞ്ഞു, ഞാനൊരു മെഷീൻ മാത്രമാണെന്ന്, എനിക്കിവിടെ നിന്ന് അപ്രത്യക്ഷനാകാൻ പോലും കഴിയില്ല, ഞാനൊരു മെഷീനാണ്, ആൾക്കാരെ ഞാൻ നശിപ്പിക്കും, ഞാൻ മുത്തശ്ശനെ കൊല്ലാൻ വരെ നോക്കി, സോബോങ്ങിനെയും കൊല്ലാൻ നോക്കി. അത് കേട്ട അസിസ്റ്റന്റും, അതുകൊണ്ടാണോ ചെയർമാനെ കണ്ടിട്ട് നീ പുറകിലേക്ക് മാറിയത്? ഷിൻ ഇത്രയ്ക്കും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് തോന്നുന്നത് നീയും പേടിച്ചിട്ടുണ്ടാകും, എനിക്കറിയാം നിനക്ക് വേദനിച്ചിട്ടുണ്ടാകും. നീ ഒരു റോബോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷിന്നിന്റെ കൂടെ നിൽക്കാനായി ശ്രമിച്ചു, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അസിസ്റ്റന്റും, നീ ഒരു മെഷീൻ മാത്രമല്ല, എനിക്ക് നീ എപ്പോഴും എല്ലാ കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഷിന്ന് പറഞ്ഞതെല്ലാം മറന്നേക്കൂ, നീ ഒരു നല്ല പയ്യനാണ്, അതുകൊണ്ട് നീ എങ്ങനെയാണോ അതേപോലെ തന്നെ നീ ജീവിച്ചാൽ മതി. അത് കേൾക്കുമ്പോൾ റോബോനാംശന് സന്തോഷമാകുന്നു. അവനും സോബോങ്ങിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ശേഷം ഷിന്നും ചെയർമാനായി ചാർജ് എടുക്കാനായി വരുന്നു. ആ സമയം അസിസ്റ്റന്റും, നിനക്ക് പെട്ടെന്ന് ചെയർമാന്റെ കസേരയിൽ ഇരിക്കാനാകില്ല, അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ശേഷം ഡേവിഡും കിൽ സ്വിച്ചും എടുത്തുകൊണ്ട് പോകാനായി നിൽക്കുന്നു. ആ സമയം ഷിന്നും അവിടേക്ക് എത്തുന്നു. റോബോട്ടിന്റെ സെർവർ ഇരിക്കുന്നത് അവനും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് അവനും പറയുന്നു. ഡേവിഡും അവനെ വഴക്ക് പറയുന്നുണ്ട്, നിന്റെ അമ്മ നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, 20 വർഷമായി നിന്റെ അമ്മയെ എനിക്കറിയാം, നിന്റെ ഫോട്ടോസ് ഇവിടെ വന്നെടുത്ത് അവൾക്ക് കൊടുക്കുന്നത് ഞാനാണ്, അങ്ങനെയാണ് നീ വളരുന്ന ഓരോ ഘട്ടത്തിലും
അമ്മ നിന്നെ മനസ്സിലാക്കിയത്. അവൻ എന്തുകൊണ്ടാ നിന്റെ അമ്മ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയാമോ? അവനൊരു ലൈ ഡിറ്റക്ടർ ഉണ്ട്. ആരെങ്കിലും കരഞ്ഞാൽ ഹഗ് ചെയ്യണമെന്ന് അവനെ പഠിപ്പിച്ചു. ഡിസാസ്റ്റർ മോഡ്, വാട്ടർ പ്രൂഫ് സിസ്റ്റം, ഇതെല്ലാം അവനുണ്ട്. ഇതെല്ലാം നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിനക്ക് ആൾക്കാർ കള്ളം പറയുന്നത് ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴായാലും നിന്റെ അമ്മ കരയുമ്പോൾ നീ അവരെ ഹഗ് ചെയ്യുമായിരുന്നു. നിനക്ക് അമ്മയുടെ കൂടെ നീന്താൻ പോകാൻ ഇഷ്ടമായിരുന്നു. നിനക്കൊരു ഫയർ ഫൈറ്റർ ആകാനായിരുന്നു ആഗ്രഹം. അത് ശരിക്കും നീ തന്നെയാണ്. അവൾക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു. അതുകൊണ്ടാണ് ആ എബിലിറ്റീസ് എല്ലാം അവനും അവൾ കൊടുത്തത്. അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്ന അമ്മയെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശേഷം റോബോനാംശനും ഷിന്നിനെ പോലെ വീണ്ടും ആക്ട് ചെയ്യുന്നു. ചെയർമാനുള്ള സ്ഥലത്തേക്ക് അയാളുടെ വക്കീലിനെയും വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഷിന്നിന് കോൺട്രാക്റ്റിൽ ഇയാളും സൈൻ ചെയ്ത് കൊടുത്തിരുന്നു. അതെല്ലാം തന്നെ റിവൈസ് ചെയ്യുന്നു. ശേഷം ഷിന്നും ആ ലേഡിയെ വിളിക്കുന്നു. അന്ന് തന്നെ ഡേവിഡും അവനോട് അമ്മയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലേഡിയും അക്കാര്യം ഡേവിഡിനോട് പറയുന്നു. ഷിൻ എന്നെ വിളിച്ചിരുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാ ഞാൻ പേടിക്കുന്നതെന്ന്. ഡേവിഡും എന്തായാലും അവന് നിന്നോട് സംസാരിക്കാനുണ്ടാകും, വേഗം പോകാനായി പറയുന്നു. ശേഷം അവിടെ ഇവരും കമ്പനിയുടെ ഓണർ ആരാണെന്ന് തീരുമാനിക്കാനുള്ള ചടങ്ങ് നടക്കുകയാണ്. എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡയറക്ടറും ഇന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ്. PK ഗ്രൂപ്പിന് ഒരു പുതിയ ലീഡർ വരാനായി പോവുകയാണ്. യഥാർത്ഥ ചെയർമാന് ഡിമെൻഷ്യ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് അടുത്ത ചെയർമാൻ ആകാനായി വന്നിരിക്കുന്നത് ഷിന്നാണ്. ഓട്ടോമാറ്റിക് കാറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഷിന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം സോബോങ്ങും അവിടേക്ക് വരുന്നു. ഇത് ഷിന്നിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഓട്ടോമാറ്റിക് കാറിന്റെ സക്സസിന് ഇത്രയും സഹായിച്ച ഷിന്നിനെ ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അസിസ്റ്റന്റും എഴുന്നേറ്റ് ശരിക്കും ആ ഓട്ടോമാറ്റിക് കാറിന്റെ ഐഡിയ ഈ ഷിന്നല്ല മറ്റൊരു ഷിന്നാണ് കൊണ്ടുവന്നത്. ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഷോക്കാകുന്നു. ആ സമയം അവിടേക്ക് റോബോനാംശനും എത്തുന്നുണ്ട്. അവനെ കണ്ടതും എല്ലാവരും ഷോക്കാകുന്നു. അവനും ചോദിക്കുന്നുണ്ട് ശരിക്കുമുള്ള ഷിന്ന് ആരാണ് എന്നുള്ളത്. അവനും അവിടേക്കെത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനാണ് ഓട്ടോമാറ്റിക് കാറിന്റെ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനൊരു AI റോബോട്ടാണ്, നാംഷൻ 3 ആണ് എന്ന് പറയുന്നു. രണ്ടുപേരും നേർക്ക് നേർ നിൽക്കുന്നുണ്ട്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് റോബോനാംഷന്റെ ചിന്തകളിലൂടെയാണ്. മനുഷ്യനായ നാംഷൻ എന്നെ ആവശ്യമില്ലാതെ കൺട്രോൾ ചെയ്തു. എന്നെ അവൻ ഉപദ്രവിച്ചു. ഒരു കളിപ്പാട്ടം പോലെ അവൻ എന്നെ ഉപയോഗിച്ചു. ഇനി ഒരിക്കലും എനിക്കിത് ചെയ്യാനാകില്ല. ഇതല്ല ഞാൻ. ഇനി മനുഷ്യനായ നാംഷൻ ആകേണ്ട ആവശ്യം എനിക്കില്ല. അവനും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവിടുത്തെ ആ കുട്ടിയും അമ്മയോട് ഇത് മറ്റേ ഷിന്നല്ല, ഇതൊരു റോബോട്ടാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവർക്കും വിശ്വാസമാകുന്നില്ല. അവനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഞാനൊരു റോബോട്ടാണ്. മുത്തച്ഛന് വേണ്ടി എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഇനി ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ മനുഷ്യനല്ല. ശേഷമാണ് ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് അവനും എത്തുന്നത്. അവനും താനൊരു റോബോട്ടാണെന്ന് എല്ലാവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ശരിക്കും ഇവരുടെ പ്ലാൻ ആയിരുന്നു. ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത് ഒന്നും തന്നെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലെന്ന്. നമ്മളിനി എല്ലാവരോടും അവൻ റോബോട്ടാണെന്ന് പറയാൻ പോവുകയാണ്. എനിക്കത് കേട്ടിട്ട് പേടിയാകുന്നുണ്ട്. അതിന് അസിസ്റ്റന്റും ആൾക്കാര് അതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കാര്യം വരെ നടന്നെന്ന് വരാം. എനിക്കെന്തായാലും ഷിന്നിനെ നിർത്തിയേ മതിയാകൂ. എന്തായാലും നമുക്കിത് ചെയ്തേ മതിയാകൂ. അവളുടെ ജേർണലിസ്റ്റ് ഫ്രണ്ടും നിനക്ക് പുറത്തു നിന്നുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. അവൻ റോബോട്ടാണ്, അവനൊരു ഹീറോ ആണ് എന്നൊക്കെ ഞാൻ മീഡിയയിലും പറയാം. അങ്ങനെ ന്യൂസിലും ഇവനൊരു റോബോട്ടാണെന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. എല്ലാവരും റോബോട്ടിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആർക്കും തന്നെ വിശ്വസിക്കാനാകുന്നില്ല. മനുഷ്യനെ പോലെ തന്നെയാണ് അവൻ ഇരിക്കുന്നത്. അന്ന് ക്ലബില് തീപിടുത്തം ഉണ്ടായ സമയവും ഇവനാണ് ആൾക്കാരെ രക്ഷിച്ചത്. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് കാറിന്റെ ടെസ്റ്റ് ഡ്രൈവിന്റെ സമയവും ഇവനാണ് ആ കാർ നിർത്താനായി സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിക്കുന്നത് റോബോട്ടിനെ കുറിച്ചാണ്. അസിസ്റ്റന്റും മീറ്റിംഗിൽ പറയുന്നുണ്ട് HR ഫൗണ്ടേഷൻ ആണ് നാംഷൻ 3 ആയ AI റോബോട്ടിനെ നിർമ്മിച്ചത്. അത് ചെയർമാനാണ് തുടങ്ങി വെച്ചത്. ചെയർമാൻ വിശ്വസിച്ചിരുന്നത് PK ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന്. ആ സമയം ഡയറക്ടറും ഇതെങ്ങനെ ശരിയാവും, നമ്മൾ ഷിന്നിന് വേണ്ടിയിട്ടല്ലേ ഇവിടെ കൂടിയിരിക്കുന്നത്. ചെയർമാന്റെ ഷെയർസ് എല്ലാം തന്നെ അവന് ലഭിക്കുകയും ചെയ്തു. അതിനയാളുടെ മകളും അദ്ദേഹം കോൺട്രാക്ട് റിവൈസ് ചെയ്തു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലേ, അച്ഛന്റെ ഷെയർസ് മുഴുവൻ പോകുന്നത് അസിസ്റ്റന്റിനാണ്. അത് കണ്ടിട്ട് ഡയറക്ടറും ആ കോൺട്രാക്റ്റും വായിച്ചു നോക്കുന്നു. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് കണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നു. ഷിന്നും അസിസ്റ്റന്റിനോട് ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുന്നു. അസിസ്റ്റന്റും ചെയർമാനാണ് ഇതെല്ലാം എനിക്ക് തന്നത്. ഞാനൊരു ഏജന്റ് മാത്രമാണ്. ശരിക്കും PK ഗ്രൂപ്പ് നോക്കി നടത്താൻ പോകുന്നത് നാംഷൻ 3 ആണ്. അത് കേട്ട് എല്ലാവരും ഷോക്കാകുന്നു. ഒരു റോബോട്ടാണോ ഇനി കമ്പനി നോക്കി നടത്താൻ പോകുന്നത്? ആ സമയം ഷിന്നിനും വയ്യാതാകുന്നു. ഏനയും അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഇത് കണ്ട ലേഡിയും അവന്റെ കൂടെ പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന ഒരാളും നിങ്ങള് കമ്പനി മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണോ? ഒരു സ്റ്റുപ്പിഡായ റോബോട്ട് എങ്ങനെയാ ഒരു കമ്പനി നയിക്കുന്നത്? ഇത് കേട്ടിട്ട്
റോബോനാംശനം അയാളുടെ അടുത്തേക്ക് പോകുന്നു. റോബോനാംശനം, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞത് പിന്നെയും ആവർത്തിക്കാം, നിങ്ങളുടെ ദേഷ്യം മുഴുവൻ പറഞ്ഞു തീർക്കാം, പക്ഷെ എനിക്ക് ഇമോഷൻസ് ഒന്നും തന്നെയില്ല, ഞാൻ ഒരിക്കലും അപ്സെറ്റ് ആവുകയുമില്ല. എന്നിട്ട് അയാളുടെ കയ്യിൽ പിടിച്ചിട്ട്, നിങ്ങളുടെ BP 122 നിന്നും 158 മാറി, നിങ്ങളുടെ ഹാർട്ട് ബീറ്റും 112 നിങ്ങൾ ഇനി വീണ്ടും ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്ന് വരാം, അതുകൊണ്ട് നിങ്ങളൊന്ന് ശാന്തനാകൂ എന്ന് അവനും പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അയാളും, എന്താ നീ ഒരു ഡോക്ടറാണോ? അതൊക്കെ കണ്ട് മറ്റുള്ളവരും, ഒന്ന് നിർത്ത്, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് കേൾക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അവനും ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രോജക്റ്റ് ഞങ്ങളും ചെയ്യാനായിട്ട് പോവുകയാണ്, അതാണ് MCT എന്ന് പറഞ്ഞ് ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നു. അത് 3D എഫക്ട്സ് വെച്ചിട്ടാണ് അവരെ കാണിക്കുന്നത്. എല്ലാവരും അത് കണ്ട് അതിശയിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്ന സിറ്റി ഫ്യൂച്ചറിലെ സ്മാർട്ട് സിറ്റി ആണ്. അവിടെ നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കും, ആക്സിഡന്റോ അസുഖങ്ങളോ ഒക്കെ കുറവായിരിക്കും, അതിനെ റെഗുലേറ്റ് ചെയ്യാനും സാധിക്കും, സേഫ് ആയിട്ടുള്ള റോഡ് പണിയുകയും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യുകയും ചെയ്യും, പെട്ടെന്ന് കാർക്ക് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻസും ഒരുക്കും. ഇതൊക്കെയാണ് പ്രസന്റേഷനിലും പറയുന്നത്. നിങ്ങൾ സിനിമകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതും മനുഷ്യന്മാരെ ഭരിക്കുന്നതുമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. എനിക്ക് മനുഷ്യന്മാരെ കൂടുതൽ എബിലിറ്റീസ് ഉണ്ട്. ഞാൻ ഒരിക്കലും മനുഷ്യന്മാർക്കെതിരെ പ്രവർത്തിക്കില്ല, അവരെ അറ്റാക്ക് ചെയ്യുകയോ ഹരിക്കുകയുമില്ല. അവർക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റി കൊടുക്കും. MCT എന്ന് പറയുന്നത് മനുഷ്യന്മാർക്കും എനിക്കും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരിടമാണ്. എനിക്കും മനുഷ്യന്മാരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നു. എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശേഷം ഷിന്നിനെയും അവർ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ആ സമയം ഡോക്ടറും അവിടേക്ക് വരുന്നുണ്ട്. ഷിന്നൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇപ്പോൾ ഇവിടെ? അതിനയാളും, അസിസ്റ്റന്റ് എന്നെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഇവിടേക്ക് വരാനായി. ഷിന്നും, അപ്പോൾ അവൻ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഡോക്ടറും പുറത്ത് ആംബുലൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പോയാലൊന്ന് ചോദിക്കുമ്പോൾ ഷിന്നും ദേഷ്യപ്പെടുന്നു. ആ സമയം അസിസ്റ്റന്റും അവിടേക്ക് വരുന്നുണ്ട്. അവനെ കണ്ടതും ഷിന്നും ഒരു അടി കൊടുക്കുന്നു. നീ എന്തുകൊണ്ടാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു. പക്ഷെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷിന്നും അവിടെ വീണു പോകുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടറും അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ശേഷം സോബോങ്ങും റോബോനാംശനോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തെ മുഴുവൻ നീ ഒരു റോബോട്ടാണെന്ന് പറഞ്ഞ് ഞെട്ടിച്ചിരിക്കുകയാണ്, നിനക്കെന്താ തോന്നുന്നത് എന്ന് ചോദിക്കുന്നു. അതിനവനും, എനിക്കെന്തായാലും ഒരു മനുഷ്യനെന്ന് നടിച്ച് ഇവിടെ ജീവിക്കണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ കാര്യം. പക്ഷെ എനിക്ക് നിന്നെ ഓർത്ത് വിഷമമുണ്ട്. നീ ഞാനുമായിട്ട് വളരെ അടുപ്പത്തിലാണെന്ന് ആൾക്കാർ കണ്ടെത്തിയാൽ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൂടുകയുള്ളൂ. നമ്മൾ പുറത്തു പോകുമ്പോൾ എന്റെ അടുത്ത് നിന്നും ദൂരെ നിൽക്കുന്നതാണ് നല്ലത്. നമ്മൾ തമ്മിൽ അടുപ്പത്തിലാണെന്ന് വേറെ ആരെയും അറിയിക്കണ്ട. അതിനവളും, നീയല്ലേ സത്യം പറയാനായി പറഞ്ഞത്, നീ ഞാനെന്തിനാ കള്ളം പറയുന്നത്? എനിക്ക് നിന്റെ കൂടെ നിൽക്കാനാണ് എപ്പോഴും താല്പര്യം. അങ്ങനെ അവര് പുറത്തേക്ക് പോകുന്ന സമയം മീഡിയയും ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും റോബോട്ടാണോ? നിങ്ങൾ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. റോബോനാംശനും എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളെ ഹഗ് ചെയ്യുന്നു. അത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാകുന്നു. അവനും അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ സമയം സോബോങ്ങിന്റെ അച്ഛനും ഇക്കാര്യം ടിവിയിൽ കാണുന്നുണ്ടായിരുന്നു. സോബോങ്ങും റോബോനാംശനും അവിടേക്കാണ് വരുന്നത്. ഇത് കണ്ടിട്ട് അവൻ റോബോട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരുത്തനും ബോധം കെട്ടി വീഴുന്നു. മറ്റവനും, നീ ശരിക്കും റോബോട്ടാണെന്ന് ചോദിക്കുന്നു. അവളുടെ അച്ഛനും, ഇത്രയും വലിയൊരു കാര്യം ചെയ്തു വെച്ചിട്ട് നീ എന്തിനാ ഇവിടേക്ക് വന്നത്? അതിനവനും, എനിക്ക് മറ്റൊരിടത്തേക്കും പോകാനില്ല, ഞാൻ എവിടെ പോയാലും ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടില്ല. അയാളും, നീ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യ്, എപ്പോഴും വൃത്തിയായിട്ടൊക്കെ നടക്കണം എന്ന് അവനോട് പറയുന്നു. അവളും അച്ഛനോട് നന്ദി പറയുന്നുണ്ട്. ശേഷം ഷിന്നും ഉണരുന്നു. ലേഡിയും അവന്റെ അടുത്തുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവരുടെ കൈ തട്ടി മാറ്റുന്നു. ലേഡിയും അവനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വിദേശത്തേക്ക് പോകാം എന്നൊക്കെ പറയുന്നു. അവനാണെങ്കിൽ ദേഷ്യം വന്ന് ആ ടിക്കറ്റും കീറിക്കളയുന്നു. അത് കണ്ടിട്ട് ഇവനോടൊന്നും പറഞ്ഞിട്ട് ശരിയാവില്ല എന്ന് വിചാരിച്ച് ലേഡിയും അവിടെ നിന്ന് പോകുന്നു. അവന്റെ മനസ്സിൽ മുഴുവൻ ഇന്ന് നടന്ന കാര്യങ്ങളാണ്. അവൻ എല്ലാവരോടും ദേഷ്യം വരുന്നു. ശേഷം ഡയറക്ടറും കമ്പനിയിലേക്ക് വരുന്ന സമയം അയാളെ പിരിച്ചു വിട്ടിരിക്കുകയാണെന്ന് അവിടെ നോട്ടീസും എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ട് അയാളും ഷോക്കാകുന്നു. എന്നിട്ട് അസിസ്റ്റന്റിനെ വിളിച്ച്, നിനക്ക് എന്താടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയാളും വന്ന് നോക്കുന്ന സമയം അസിസ്റ്റന്റും ചെയർമാന്റെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അയാളും ഷോക്കാകുന്നു. ഇക്കാലം അത്രയും അയാൾ കാത്തിരുന്നത് ചെയർമാന്റെ സ്ഥാനമാണ്, പക്ഷെ അവിടെ ഇപ്പോൾ അസിസ്റ്റന്റ് ആണ് ഇരിക്കുന്നത്. ഡയറക്ടറും, നീ എന്നെക്കാളും ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ജങ്വു എന്റെ അടുത്തുള്ള സമയം അവനെ ഒരിക്കലും ഞാൻ നശിപ്പിക്കാനായി ശ്രമിച്ചിട്ടില്ല. ഞാൻ അവനെ ചതിച്ചു. അതിന് കാരണം അവൻ എന്നെ വിട്ടു പോയത് കൊണ്ടാണ്. പക്ഷെ നീ ഷിന്നിനെ മുഴുവനായി നശിപ്പിച്ചു. അതില് നിങ്ങളും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് പോകാനായി പറയുന്നു. ആ സമയം അയാളും ലിഫ്റ്റിൽ വെച്ച് റോബോനാംശൻ സോബോങ്ങിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന വീഡിയോ അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഹീറോയോ? ഇവൻ ആൾക്കാരെ കൊല്ലുന്ന റോബോട്ടാണ്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതിന് അസിസ്റ്റന്റും, ഈ വീഡിയോ വെച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചു വരാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത് റോബോനാംശനാണോ അതോ ഷിന്നാണോ എന്നുള്ളത്? സോബോങ് എന്തായാലും അത് ഷിന്നാണെന്ന് മാത്രമേ പറയുകയുള്ളൂ. അതിന് ഡയറക്ടറും, ഷിന്ന് ജയിലിൽ പോകുന്നത് കൊണ്ട് നിനക്കൊരു കുഴപ്പവുമില്ലേ? അസിസ്റ്റന്റും, നിങ്ങൾ എന്നെ എന്തായാലും ഇത് പുറത്താക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ചെയറിൽ ഇരുന്ന് നോക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ശ്രമിച്ചത്? അയാളും അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെടുന്നു. ബോഡി ഗാർഡ്സ് വന്ന് അയാളെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നു. എന്നിട്ട് ആ കമ്പനിയിൽ
നിന്നും പുറത്താക്കുന്നു. ശേഷം ന്യൂസിലും റോബോട്ടിനെ കുറിച്ച് തന്നെയാണ് ചർച്ച. രണ്ട് പെൺകുട്ടികളും ആ ക്ലബില് ഫയർ ആക്സിഡന്റ് ഉണ്ടായ സമയം ശരിക്കും അവൻ റോബോട്ട് തന്നെ ആയിരിക്കണം. എന്റെ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ അവൻ എടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തുകയായിരുന്നു. ഒരിക്കലും ഒരു കമ്പനിയുടെ അനന്തരാവകാശി ഞങ്ങളെ രക്ഷിക്കാനായി ശ്രമിക്കില്ല. അത് മിക്കവാറും ആ റോബോട്ട് തന്നെയാണ്. എന്നാലും ആ റോബോട്ടിനെ നിർമ്മിക്കാൻ എത്ര രൂപയായിക്കണം? എനിക്കും അതുപോലെ ഒരു റോബോട്ടിനെ വേണം. എല്ലാവർക്കും അറിയേണ്ട കാര്യം ആ റോബോട്ടിനെ ആര് നിർമ്മിച്ചു എന്നുള്ളതാണ്. ലേഡിയും ഇക്കാര്യം കാണുന്നുണ്ട്. അവിടേക്ക് റോബോനാംശനും എത്തുന്നു. എല്ലാവരും നിന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോൾ ഉടനെ തന്നെ നീ ഇവിടേക്ക് വന്നത് എന്തായാലും നന്നായി. റോബോനാംശനും എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ എന്നെ കുറിച്ച് ഈ ലോകത്തോട് പറഞ്ഞത് അമ്മയോട് ചോദിക്കാതെയാണ്. അതിനാൽ ലേഡിയും അതിന് കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും സംഭവിക്കുമായിരുന്നല്ലോ. ലേഡിയും ഞാൻ ഇവിടേക്ക് നിന്നെ വിളിപ്പിച്ചത് അവസാനമായി ഒരാഗ്രഹം കൂടി നിന്നോട് ചോദിക്കാനാണ്. എനിക്കറിയാം ഇത് തെറ്റായിരിക്കുമെന്ന്. പക്ഷെ എന്തായാലും എനിക്ക് പറഞ്ഞേ മതിയാകൂ. നീയും ഷിന്നും ഒരേ സ്ഥലത്ത് ജീവിക്കാനാകില്ല. നിനക്ക് ഡേവിഡിന്റെ കൂടെ വിദേശത്തേക്ക് പൊക്കൂടെ? അതിന്റെ റോബോനാംശനും ഞാൻ എന്നെ കുറിച്ച് വെളിപ്പെടുത്തിയ ശേഷം ഷിന്നിനും എന്തായാലും വേദനിച്ചിട്ടുണ്ടാകും. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. എനിക്കിവിടെ ചെയ്തു തീർക്കാനേ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സംരക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഷിൻ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അവനോടും അവർ ഒരു കാര്യം പറയുന്നു. നിന്റെ ഉള്ളില് ഞാനൊരു കിൽ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാനായി പോവുകയായിരുന്നു. എന്നോട് നീ ക്ഷമിക്കണം. അതിനവനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ആളെ സംരക്ഷിക്കാനായി ശ്രമിച്ചതേ ഉള്ളൂ. എനിക്കത് മനസ്സിലാകും. സോബോങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യും. ഞാനിപ്പോൾ പോവുകയാണ്. സോബോങ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവളാണ് നിന്നെ രക്ഷിച്ചത്. ആ കിൽ സ്വിച്ച് ഞാൻ ഉപയോഗിക്കാനായി പോവുകയായിരുന്നു. അവളാണ് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഉപയോഗിച്ചാൽ അവൾ മരിക്കുമെന്ന് വരെ എന്നോട് പറഞ്ഞു. ശേഷം അവളെ കാണുന്ന റോബോനാംശനും അവളെ ഹഗ് ചെയ്യുന്നു. അമ്മേനോട് കിൽ സ്വിച്ചിന്റെ കാര്യം പറഞ്ഞു. നിന്നോട് പറഞ്ഞോ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിന് റോബോനാംശനും എനിക്ക് ഒരു കുഴപ്പവുമില്ല. ആ കിൽ സ്വിച്ച് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അവളും അത് ഡേവിഡിന്റെ കയ്യിലാണെന്ന് പറയുന്നു. ശേഷം ഡേവിഡിനെ കാണാനായി ഇവരും പോകുന്നു. ആ കിൽ സ്വിച്ച് അയാളും അവന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിന്റെ അമ്മ നിന്നോടെല്ലാം പറഞ്ഞല്ലേ? ഇതെന്തായാലും റൈറ്റ് ആയിട്ടുള്ള ഓണറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് നിന്റെ ജീവനാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധയോടെ സൂക്ഷിച്ചു വെക്കണം. എന്തായാലും എന്റെ മകൻ ഇപ്പോൾ ഫേമസ് ആണ്. നീ നിന്റെ എബിലിറ്റീസ് ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നു. സോബോങ്ങിനോട് അയാളും ഒരു കാര്യം പറയുന്നുണ്ട്. നാളെയാണ് അവനെ നിർമ്മിച്ച ദിവസം. അത് അവന്റെ ബർത്ത്ഡേ ആയിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അവൾക്കും അത് കേട്ടിട്ട് സന്തോഷമാകുന്നു. ശേഷം ഷെയർമാനെ കാണാനായി ഷിന്നും ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ കാത്തുനിന്ന് മീഡിയയും അവന്റെ ഫോട്ടോ എടുക്കുന്നു. നിങ്ങൾ ശരിക്കും മനുഷ്യനാണോ അതോ റോബോട്ടാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടിട്ട് ദേഷ്യം വന്നവനും എന്നെ കണ്ടിട്ട് റോബോട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നു. അവനും ചെയർമാന്റെ റൂമിലേക്ക് വരുന്നു. അയാളും റോബോട്ടിനോടെന്ന പോലെയാണ് അവനോട് സംസാരിക്കുന്നത്. അതിനവനും ഞാൻ ആ വൃത്തികെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ ആ ഷെയർസ് അസിസ്റ്റന്റിന് കൊടുത്തത്? ആദ്യം എന്റെ അമ്മയെ നിങ്ങൾ എന്നിൽ നിന്നും അകറ്റി. ഇപ്പോൾ അസിസ്റ്റന്റിനെയും. എന്തിനാ എല്ലാവരെയും എന്നിൽ നിന്നും അകറ്റുന്നത്? ഇത് കേട്ട ചെയർമാനും നീ ഷിന്നായി അഭിനയിക്കുന്നത് നിർത്താനായി പറയുന്നു. അവൻ ചിലപ്പോൾ എന്നെ ഒരു ദിവസം കൊല്ലും. അവൻ ഒരിക്കലും കിൽ സ്വിച്ച് കണ്ടെത്താൻ പാടില്ല. നീ മുഴുവനായി നശിപ്പിക്കപ്പെടും. അപ്പോഴാണ് ഷിന്നും കിൽ സ്വിച്ചിനെ കുറിച്ച് അറിയുന്നത്. കിൽ സ്വിച്ചോ? അതെന്താണ്? അവനും റോബോനാംശനെ പോലെ അഭിനയിക്കുന്നു. എനിക്കതുണ്ടോ മുത്തശ്ശ? അതിനയാളും നിന്റെ അമ്മയാണ് അതും ഉണ്ടാക്കിയത്. ഒരിക്കൽ ഷിൻ ഉണർന്നു കഴിഞ്ഞാൽ നിന്നെ നശിപ്പിക്കാനായി അവൾ അത് ചെയ്തതാണ്. അമ്മയാണോ ഇത് നിർമ്മിച്ചത്? ഇവനും ഒരുപാട് തവണ അമ്മയോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അവർ അത് ഇവനോട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അവനെ കൊല്ലാനായി ഒരു വഴിയുണ്ടല്ലേ? ഷിനും മുത്തശ്ശ അതിപ്പോൾ എവിടെയാണുള്ളത്? അതിനയാളും അത് നിന്റെ തലച്ചോറിലല്ലേ ഉള്ളത്? അതെന്തായാലും നന്നായി. അത് സേഫ് ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ. ഷിന്നും ആലോചിക്കുന്നുണ്ട്. എന്റെ തലയോ? എവിടെയായിരിക്കും എന്റെ തല എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഡേവിഡ് ഒരു സ്യൂട്ട് കേസുമായി പോകുന്നത് ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരിക്കും കിൽ സ്വിച്ച് എന്ന് ഇവനും ഗസ് ചെയ്യുന്നു. എന്നിട്ട് യേനയോട് ഡേവിഡിന്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവളും എന്തിനാണ് ഏതിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. യേനയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷെ അവനാണെങ്കിൽ അവളുടെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചെടുക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയമാണ് താൻ ഒരു റോബോട്ടാണെന്ന് റോബോനാംശൻ അനൗൺസ് ചെയ്യുന്നതിന് ശേഷം മീഡിയ എല്ലാവരും അവന്റെ പിന്നാലെയാണ്. അവനാ കിൽ സ്വിച്ചുമായി സോബോങ്ങിന്റെ വീട്ടിലേക്ക് പോകുന്നത് മറ്റാരോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം ഷിന്നും കാണുന്നു. അവനും അത് കണ്ടിട്ട് സന്തോഷമാകുന്നു. ശേഷം റോബോനാംശനും അവന്റെ കയ്യിലുള്ള സോബോങ്ങിന്റെ നെക്ലസ് പോലത്തെ മറ്റൊരു നെക്ലസ് വാങ്ങിക്കുന്നു. ഞാനിതെന്തായാലും അവൾക്ക് കൊടുക്കും. അത് കണ്ട് കടക്കാരനും നിങ്ങളുടെ മകൻ നല്ലവനാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് സോബോങ്ങിന്റെ അച്ഛനും ഇവൻ എന്റെ മകനൊന്നുമല്ല, എന്റെ ഭാവി മരുമകനാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ റോബോട്ടിന് സന്തോഷമാകുന്നു. ശേഷം സോബോങ്ങും അവളുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഷിന്നും അവിടേക്ക് എത്തുന്നു കിൽ സ്വിച്ച് എടുക്കാനായി. ഇത് യേനയും കാണുന്നുണ്ട്. അവളും പിന്നാലെ
പിന്നാലെ പോകാനായി നിൽക്കുന്ന സമയം അവളുടെ അച്ഛന്റെ ആൾക്കാർ വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഷിന്നും സോബോങ്ങിന്റെ വീടിനകത്തേക്ക് വരുന്ന സമയം അവളുടെ അച്ഛന്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവനും റോബോ നാംഷിനെ പോലെ ആക്ട് ചെയ്യുന്നു. ശരിക്കും റോബോ നാംഷിനാണ് നേരത്തെ ഷിന്നിനെ പോലെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുഴുവനും ഷിന്നാണ് റോബോ നാംഷിനെ പോലെ ആക്ട് ചെയ്യുന്നത്. സോബോങ് ഇവിടെ ഇല്ല, അവള് ഫുഡ് വാങ്ങിക്കാൻ കടയിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരും പുറത്തേക്ക് പോകുന്നു. ഷിന്നും ആ കിൽ സ്വിച്ച് അവിടെ നിന്നും കണ്ടെടുക്കുന്നു. അവിടെ നിൽക്കുന്ന മെയ്ബോയും അവനെ കണ്ടിട്ട് നാംഷൻ 3 എന്ന് പറഞ്ഞ് ഹായ് ഒക്കെ കാണിക്കുന്നു. അവനാണെങ്കിൽ അതിനെ തട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. വന്ന് നോക്കുമ്പോൾ ഏനയുണ്ടായിരുന്ന അവന്റെ കാറ് കാണാനില്ല. ഏനയും അവളുടെ അച്ഛന്റെ ആൾക്കാർ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. അവിടേക്ക് ഡയറക്ടറും എത്തുന്നുണ്ട്. ഞാൻ ഷിനിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അയാളും അവളെ അവിടെ നിന്ന് വിടുന്നില്ല. എന്നിട്ട് അവളും എസ്കേപ്പ് ആകാതിരിക്കാൻ അവിടെ ബോഡി ഗാർഡ്സിനെ നിർത്തുന്നു. അവന്റെ അമ്മയും അവനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അവരും ഒരു മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം ഇവിടേക്ക് വരാനായി പറഞ്ഞുകൊണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നു. ഏനയും രക്ഷപ്പെടാനായി നോക്കുന്നുണ്ടെങ്കിലും അവിടെ ബോഡി ഗാർഡ്സ് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഒരിടത്തേക്കും പോകാനാകില്ല. അവളും ഫോൺ എടുത്ത് ആ ലേഡിയും വിളിക്കുന്നുണ്ട്. അവിടെ ഒരു വോയിസ് റെക്കോർഡർ വെച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ലേഡിയും അറിയുന്നുണ്ട് ഷിന്നിന്റെ കയ്യിൽ കിൽ സ്വിച്ച് കിട്ടി എന്നുള്ള കാര്യം. ഷിൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുകയായിരുന്നു. ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഡയറക്ടറും കേൾക്കുന്നുണ്ട്. ഏനയും ഷിന്നിനെ എന്തായിരുന്നാലും നിർത്തണം എന്നൊക്കെ പറയുന്നു. ഡയറക്ടറും സെക്രട്ടറിയോട് ഷിന്നിനെ ട്രാക്ക് ചെയ്യാനായി പറയുന്നു. ശേഷം റോബോനാംഷനും സോബോങ്ങിന്റെ കൂടെ ആയിരിക്കുന്ന സമയം ഷിന്നും അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ 10 മിനിറ്റിനുള്ളിൽ നിന്നെ വിളിക്കും, നീ ഒറ്റയ്ക്ക് വേണം പുറത്തു വരാനായി. അങ്ങനെ അവനും പുറത്തേക്ക് പോകുന്നു. അവൻ പുറത്തേക്ക് പോകുന്ന തക്കം നോക്കി സോബോങ്ങും അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യുന്നു. ആ സമയം അച്ഛന്റെ ശിഷ്യന്മാരും അവിടേക്ക് വരുന്നു. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയത്? നീ ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നല്ലോ, നീ എപ്പോഴാ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തത്? നീ ഒരു ഫാഷൻ റോബോട്ട് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു. അപ്പോഴവനും നാംഷിൻ വീട്ടിൽ വന്ന കാര്യം മനസ്സിലാകുന്നു. ഷിന്നും അവനെ വിളിക്കുന്നു. നീ വീട്ടിലേക്ക് പോയിരുന്നോ എന്ന് റോബോ നാംഷിനും ചോദിക്കുന്നു. ഷിന്നും അവൻ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിലാണെങ്കിൽ കിൽ സ്വിച്ചും ഇരിക്കുന്നുണ്ട്. നിന്റെ ജീവിതം ഇപ്പോൾ എന്റെ കയ്യിലാണുള്ളത്, നീ ഇന്ന് മരിക്കാനായി പോവുകയാണ്. സോബോങ് അത് കാണുമ്പോൾ എന്തായാലും അവൾക്ക് വിഷമമാകും. നിനക്ക് അവളെ വേദനിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്റെ കൂടെ വരാനായി പറയുന്നു. അതിന് റോബോനാംഷനും എനിക്ക് കുറച്ച് സമയം തരാമോ? അതിന് ഷിനും എന്തായാലും സമ്മതിച്ചു. എല്ലാവരോടും നിനക്ക് യാത്ര പറയണമല്ലോ, അതൊക്കെ കഴിഞ്ഞ് എന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടേക്ക് വരണം. അവന്റെ കയ്യിൽ കിൽ സ്വിച്ച് കണ്ടിട്ട് റോബോനാംഷനും ഷോക്കാകുന്നുണ്ട്. അവനും അവിടേക്ക് വന്ന് നോക്കുന്ന സമയം അവരെല്ലാവരും ഇവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നു. അത് അവനും കാണുന്നുണ്ട്. അവനും സോബോങ്ങിനെ നോക്കുന്നു. അവളോട് എന്ത് പറയണമെന്ന് അവനും അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ വാങ്ങിയ ആ മാലയും അവിടെ ഒരിടത്ത് വെച്ചിട്ട് പോകുന്നു. അവനും പുറത്തു വന്ന് ആൾക്കാരെയൊക്കെ നോക്കുന്നുണ്ട്. താനിന്ന് മരിക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്തയിലാണ് അവനും അമ്മയെ വിളിക്കാനായി ശ്രമിക്കുന്നു. പക്ഷെ അവരാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവനും ടാക്സിയിൽ കയറി പോകാനായി നിൽക്കുന്ന സമയം സോബോങ്ങും അവിടേക്ക് വരുന്നു. നീ അമ്മയെ കാണാനാണോ പോകാൻ നിൽക്കുന്നത്? കാരണം അവരല്ലേ നിന്നെ ക്രിയേറ്റ് ചെയ്തത്. ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പാർട്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. നീ പെട്ടെന്ന് ഇവിടേക്ക് എത്തില്ലേ? അവളും ആ മാല എടുക്കുന്നു. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു, നീ പോകുന്നതിന് മുന്നേ ഈ മാല എനിക്ക് ഇട്ട് തന്നിട്ട് വേണം പോകാനായിട്ട്. എന്റെ ഗിഫ്റ്റ് എവിടെയെങ്കിലും വെച്ചിട്ട് പോകാനായി കഴിയില്ല. അങ്ങനെ അവനും ആ മാല അവൾക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരുപാട് നാള് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം, എനിക്ക് നീയില്ലാതെ ജീവിക്കാനാകില്ല. അത് കണ്ടിട്ട് റോബോനാംഷനും സങ്കടം വരുന്നു. അവനാണെങ്കിൽ അവളെ കിസ് ചെയ്യുന്നു. അവനും അവളെ തിരിച്ച് പ്രപ്പോസ് ചെയ്യുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ് സോബോങ് എന്ന് പറയുന്നു. എന്നിട്ട് ഒരു ടാക്സിയിൽ കയറി പോകുന്നു. അത് കേൾക്കുമ്പോൾ അവൾക്കും സന്തോഷമാകുന്നു. ആദ്യമായാണ് അവൻ അവളോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഡയറക്ടറും ഷിന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് അയാളും സെക്രട്ടറിയോട് ചോദിക്കുന്നു. ഇവരും എന്തോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശേഷം ഷിന്നിനെ ട്രേസ് ചെയ്ത് റോബോനാംഷനും അവിടേക്ക് വരുന്നു. ഷിന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനും റോബോനാംഷനെ കാണുന്നുണ്ട്. നിനക്ക് പേടിയൊന്നും ഇല്ലായിരുന്നോ? നീ എല്ലാരോടും യാത്ര പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്? നീ എന്റെ കാലിൽ വീണ് കെഞ്ചി നോക്ക്, ചിലപ്പോൾ എന്റെ മനസ്സ് മാറിയെന്ന് വരാം. അതിനവനും നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിനക്ക് പ്രസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാനായി പറയുന്നു. വെറുതെ എന്നെ ഇട്ട് കളിപ്പിക്കരുത്. നീ ആരാടാ എന്നോട് പറയാനായിട്ട്? എനിക്ക് തോന്നുമ്പോ ഞാൻ പ്രസ് ചെയ്യും. അതിന് റോബോനാംഷനും നിനക്ക് എന്നെ മുഴുവനായി നശിപ്പിക്കണമെന്നല്ലേ ആഗ്രഹം? നിനക്കുള്ള ദേഷ്യം മുഴുവൻ എന്റെ അടുത്ത് തീർത്തോളൂ. മറ്റുള്ളവരെ നശിപ്പിക്കരുത്. എല്ലാം എന്നിൽ നിന്നല്ലേ തുടങ്ങിയത്, എന്നിലൂടെ തന്നെ അവസാനിക്കട്ടെ. വേഗം പ്രസ് ചെയ്യൂ. അത് കേട്ടിട്ട് അവനും ആ കിൽ സ്വിച്ചും പ്രസ് ചെയ്യാനായി പോകുന്ന സമയം ആ ലേഡിയും അവിടേക്ക് വരുന്നു. റോബോനാംഷനും അമ്മ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ലേഡിയും ഷിന്നിനോട് പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുന്നു. നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. റോബോനാംഷനും അമ്മയുടേക്ക് വരരുതായിരുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അവൻ എന്തെങ്കിലും ചെയ്താലോ അതിനവരും നിന്നെ ആയിരിക്കും അവൻ ഉപദ്രവിക്കാനായി ശ്രമിക്കുന്നത്, എനിക്ക് ഒന്നും സംഭവിക്കില്ല, അമ്മ ഇത് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. റോബോനാംഷനും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയെന്ന് വരാം, പോകാനായി പറയുന്നു. അതിനാൽ ലേഡിയും ഞാൻ നിന്റെ അമ്മയാണ്, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും സംരക്ഷിച്ചേ മതിയാകൂ. എന്നിട്ട് ഷിനിനോട് നമുക്ക് സംസാരിക്കാം, നിനക്ക് വേണ്ടുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഞാനാണ് തെറ്റുകാരി, എന്നോട് നിന്റെ ദേഷ്യം മുഴുവൻ തീർത്തോളൂ. ഷിന്നും നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാനുള്ള അവസാനത്തെ ചാൻസും നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞ്
പറഞ്ഞ് ആ കിൽ സ്വിച്ചും പ്രസ് ചെയ്യുന്നു. റോബോനാംഷിന്റെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാനായി തുടങ്ങുന്നു. അവനും പതിയെ വീക്കാകുന്നു. ഷിന്നും അവിടെ നിന്ന് പോകുന്നുണ്ട്. സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യാനായി പോവുകയാണെന്ന് അതിലും എഴുതി കാണിക്കുന്നു. ഇനി 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവനും വീക്കാകുന്നു. ഇത് കണ്ടിട്ട് ആ ലേഡിയും അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അവനും പറയുന്നുണ്ട്, അമ്മ നിങ്ങള് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ. അവനും പവർ ഓഫ് ആകുന്നു. ഇത് കണ്ട ലേഡിയും അവർ നിർമ്മിച്ച ഒരു ചിപ്പ് അവന്റെ നെക്കിലും ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്, അതെന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അവരത് ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സിസ്റ്റവും പഴയ പോലെ ആകുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആ ഡയറക്ടറും കാണുന്നു. റോബോനാംശനും ഓൺ ആകുന്നു. അവൻ അമ്മയും തിരിച്ചറിയുന്നു. എന്റെ ശരീരം അനങ്ങുന്നില്ലെന്ന് പറയുന്നു. അതിനവരും അതുടനെ ശരിയാകും, ഞാൻ എന്തായാലും നിന്റെ കൂടെ തന്നെ നിൽക്കാം, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അത് കേട്ട് റോബോനാംശനും സന്തോഷമാകുന്നു. ആ സമയം ഡയറക്ടറും മുകളിൽ നിന്നും കൺസ്ട്രക്ഷന് വേണ്ടി വെച്ചിരുന്ന മെറ്റീരിയൽസ് എല്ലാം താഴേക്ക് തള്ളിയിടുന്നു. ഇത് കണ്ട ലേഡിയും റോബോനാംശനെ അവിടെ നിന്നും തള്ളി മാറ്റുന്നു. അവരുടെ ദേഹത്തേക്ക് ആ സാധനങ്ങളെല്ലാം തന്നെ വന്നു വീഴുന്നു. അവനും ഒന്നും തന്നെ ചെയ്യാനായില്ല. അത് കണ്ട് അവനും ഷോക്കാകുന്നു. അവനും ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു. അവനും അമ്മയെ വിളിക്കുന്നു. ഇതെല്ലാം എന്റെ തെറ്റാണ്. അതിനവരും, ഇത് നിന്റെ തെറ്റല്ല, ഞാനാണ് തെറ്റുകാരി. ഞാൻ നിന്നോട് ഒറ്റയ്ക്ക് വിദേശത്തേക്ക് പോകാനായി പറയാൻ പാടില്ലായിരുന്നു. അമ്മയോട് ക്ഷമിക്കണം. ഞാൻ നിന്നെയും കൊണ്ടാണ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത്. ഞാൻ എന്റെ പ്രോമിസും ബ്രേക്ക് ചെയ്തു. ഞാൻ നിന്നെ നിർമ്മിച്ച സമയം ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. എനിക്ക് എന്റെ വാക്ക് പാലിക്കാനായി കഴിഞ്ഞില്ല. നീ ഷിന്നിനോട് ഒരു കാര്യം പറയണം. നിന്നെ വീണ്ടും ഒറ്റയ്ക്കാക്കി പോകേണ്ടി വന്നതിൽ അമ്മയോട് ക്ഷമിക്കണം എന്ന് പറയണം എന്ന് പറഞ്ഞ് അവരും മരിക്കുന്നു. ആ സമയം മുകളിൽ നിന്ന് ഇതെല്ലാം കാണുന്ന ഡയറക്ടറും പോലീസിനെ വിളിച്ചിട്ട് ഒരു റോബോട്ട് മനുഷ്യനെ കൊന്നു എന്ന് പറയുന്നു. അതൊരു കില്ലർ റോബോട്ടാണ് എന്നൊക്കെ പറയുന്നു. റോബോനാംശനും അമ്മയുടെ കൂടെയാണുള്ളത്. അവനും അമ്മയെ വിളിക്കുന്നു. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് ലേഡിയുടെ ചിന്തകളിലൂടെയാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒന്ന് ഞാൻ പ്രസവിച്ച എന്റെ മകനും മറ്റൊന്ന് ഞാൻ നിർമ്മിച്ച മകനും. ഞാൻ കരുതി അവനൊരു മെഷീൻ അല്ലേ, അതുകൊണ്ട് അവനെ കൊല്ലാനായി ഷിൻ എഴുന്നേറ്റ ഉടനെ അവനെ നശിപ്പിക്കാനായി ഒരു കിൽ സ്വിച്ചും തയ്യാറാക്കി. നിന്നെ നശിപ്പിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ലെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് തെറ്റുപറ്റി. റോബോനാംശനും ഷിന്നും തമ്മിൽ വഴക്കുകൂടുന്നത് ആ ലേഡിയും കണ്ടിട്ടുണ്ടായിരുന്നു. ആ വഴക്കിനിടയിലാണ് റോബോനാംശനും ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴേക്ക് ചാടാനായി ശ്രമിക്കുന്നത്. അത് കണ്ട് അവരും ഷോക്കാകുന്നു. രണ്ടുപേരും നശിക്കുന്നതിൽ നിന്നും എനിക്ക് നിർത്തിയേ മതിയാകൂ. അതിനുശേഷം ആ കിൽ സ്വിച്ചിനെ എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ളത് അവരും റിസർച്ച് ചെയ്യുന്നു. അവരും ഒരു ചിപ്പ് ഇൻവെന്റ് ചെയ്യുന്നു. ആ സമയമാണ് ഏനയും ഷിന്നിന് കിൽ സ്വിച്ച് കിട്ടി എന്നുള്ള കാര്യം ആ ലേഡിയും വിളിച്ച് പറയുന്നത്. ആ ചിപ്പ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിലും അവരത് എടുത്തുകൊണ്ട് പോകുന്നു. ശേഷമാണ് ഷിന്നും കിൽ സ്വിച്ച് പ്രസ് ചെയ്യുന്നതും അതിനുശേഷം അവരാ ചിപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതും. അങ്ങനെ അവനും തിരിച്ചു വരുന്നു. പക്ഷെ ആ സമയം ഡയറക്ടറും കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉണ്ടായിരുന്ന ഒരുപാട് മെറ്റീരിയൽസും താഴെ തള്ളിയിടുന്നു. റോബോനാംശനെ രക്ഷിക്കാനായി അവരും അവനെ തള്ളി മാറ്റുന്നു. ആ സമയം അവരും മനസ്സിലോർക്കുന്ന ഒരു കാര്യമുണ്ട്. 2 മകന്റെ കൂടെയും ഒരുമിച്ചുള്ളൊരു ജീവിതം. അങ്ങനെയാണെങ്കിൽ എനിക്കും സന്തോഷമായേനെ. അങ്ങനെ അവരും മരിക്കുന്നു. ലേഡിയും സോബോങ്ങിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലേഡി പോകുന്ന ആ ലൊക്കേഷനും അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളും അവിടേക്ക് എത്തുന്നു. ആ സമയമാണ് ഒരു ന്യൂസ് വരുന്നത് അവളും ശ്രദ്ധിക്കുന്നത്. റോബോട്ട് ഒരു കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് അതിലുള്ളത്. അത് കണ്ട് അവളും ഷോക്കാകുന്നു. ആ സമയം ഡേവിഡും അവിടേക്ക് വരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ നിലത്ത് കിടക്കുന്ന ലേഡിയാണ് ഇവരും കാണുന്നത്. ആ സമയം അവിടേക്ക് പോലീസും വരുന്നുണ്ട്. അത് കണ്ട് ഡേവിഡും അവനെ ഇവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അവർ ഇവനെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം. റോബോനാംശനോട് നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ ഇവിടുന്ന് ഇപ്പോൾ തന്നെ പോകണം. അങ്ങനെ സോബോഗം അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഡേവിഡും ഇതുകൊണ്ടാണോ എന്നോട് നീ നന്ദി പറഞ്ഞത് എന്ന് പറഞ്ഞ് കരയുന്നു. ആ സമയം അവിടേക്ക് പോലീസുകാരും എത്തുന്നു. ഷിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം അമ്മ അവന് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം ഡയറക്ടറും അവനെ വിളിക്കുന്നു. നീ ഓക്കെ ആണോ? നിന്റെ അമ്മയെ കുറിച്ചുള്ള ന്യൂസ് നീ കേട്ടില്ലേ? അത് കേട്ടവനും ഞാനൊന്നും കേട്ടില്ലല്ലോ, എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. ആ റോബോട്ടിന് കൺട്രോൾ നഷ്ടമായി. ഷിന്നും അവൻ അമ്മയോട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അസിസ്റ്റന്റും അവിടേക്ക് വരുന്നു. ഷിന്നും എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. അമ്മയ്ക്ക് എന്താ സംഭവിച്ചത്? അസിസ്റ്റന്റും അവർ മരിച്ചു പോയ കാര്യം അവനോട് പറയുന്നു. അത് കേട്ട് അവനും ഷോക്കാകുന്നു. ന്യൂസിലെല്ലാം വരുന്നത് റോബോട്ട് ഒരാളെ കൊന്നു എന്നാണ്. എന്നിട്ട് ലിഫ്റ്റിൽ വെച്ച് സോബോങ്ങിന്റെ കഴുത്തിൽ പിടിക്കുന്നത് മീഡിയയിൽ എല്ലാം തന്നെ കാണിക്കുന്നു. ഒരു പ്രാവശ്യമല്ല അവൻ വയലന്റ് ആകുന്നത്. അത് കണ്ട് എല്ലാവരും റോബോട്ടിനെ പേടിക്കുന്നു. സോബോങ്ങും മറ്റാരും കാണാതെ അവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവളും അവനെ ആരും കാണാതിരിക്കാനായി തൊപ്പിയും മാസ്കും ഒക്കെ വെച്ചു കൊടുക്കുന്നു. അവനാണെങ്കിൽ ചലിക്കാനാകാതെ ഇരിക്കുകയാണ്. അവളും കയ്യിലുള്ള ഫോണെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ശേഷം അസിസ്റ്റന്റും ഷിന്നിനെ കൊണ്ട് അമ്മയെ കാണാനായി വരുന്നു. ഷിന്നും എനിക്ക് അകത്തേക്ക് വരാൻ കഴിയില്ല. അതിന് അസിസ്റ്റന്റും നീ ഒന്ന് സമാധാനിക്ക്, കുറച്ചു കഴിഞ്ഞിട്ട് അകത്തേക്ക് വന്നാൽ മതിയാകും എന്ന് പറയുന്നു. അവനും അമ്മയെ കുറിച്ച് തന്നെ ഓർക്കുകയാണ്. അവരയച്ച മെസ്സേജും അവനെടുത്ത് നോക്കുന്നു. എത്ര തന്നെ അവർ ഇവനോട് സംസാരിക്കാൻ നോക്കിയിട്ടും ഇവൻ തിരിച്ച് അവരോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനും അതോർത്ത് കരയുന്നു.
പറയുന്നു. അസിസ്റ്റന്റും അവിടേക്ക് വരുമ്പോൾ ഡേവിഡ് അവിടെ ഉണ്ടായിരുന്നു. ഡേവിഡും ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൻ ഇപ്പോൾ ഇരുന്ന് കരയുന്നത്? എത്രയോ തവണ അവളെ അവൻ വിഷമിപ്പിച്ചിരിക്കുന്നു. അസിസ്റ്റന്റും നിങ്ങളെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് ചോദിക്കുന്നു. അതിനയാളും ഞാൻ ചെയ്തു എന്ന് പറയാനായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷെ ഒരു വിറ്റ്നസ് ഉണ്ട്, അവനാണ് അമ്മയെ കൊന്നതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. മനുഷ്യന്മാർക്ക് അവനൊരു മകനല്ല, ഒരു മെഷീൻ മാത്രമാണ്. ഡേവിഡും ഇത് സംഭവിച്ചത് കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷമാണ്. അവന് അനങ്ങാൻ സാധിച്ചിരുന്നില്ല, അതുകൊണ്ട് അവനെ സംരക്ഷിക്കാനാണ് അവൾ അങ്ങനെ ചെയ്തത്. അസിസ്റ്റന്റും ഡയറക്ടറാണ് ഷിന്നിനോട് അവന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. നമുക്ക് അയാളെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡേവിഡും എന്നാലും നീയും വിശ്വസിക്കുന്നുണ്ടല്ലോ അവനല്ല ഇത് ചെയ്തതെന്ന്. ആ സമയം ഇയനയും ഈ ന്യൂസ് കാണുന്നുണ്ട്. ആ ലേഡി മരിച്ച കാര്യം. അതിൽ എഴുതിയിരിക്കുന്നത് റോബോട്ട് അതിന്റെ ക്രിയേറ്ററിനെ തന്നെ കൊന്നു എന്നാണ്. അത് കണ്ട് അവളും ഷോക്കാകുന്നു. അവളുടെ റൂമിൽ ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഉള്ള കാര്യം അവൾക്കറിയാം. ഇതെന്തായാലും അച്ഛൻ തന്നെ ആയിരിക്കും. ആ സമയം ഡയറക്ടറും ഇവളെ വിളിക്കുന്നു. അവളും അച്ഛനെ കാണാനായി പോകുന്നുണ്ട്. അയാള് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അവളും ചോദിക്കുമ്പോൾ അയാളും നീ കുറച്ച് ദിവസം ഒരു ട്രിപ്പിന് പോകണം. അവളും ഞാനെന്തിനാ പോകുന്നത്? എനിക്കിവിടെ നിന്ന് പോകണ്ട. ഞാനും ലേഡി മരിച്ചതിനെ കുറിച്ച് കേട്ടിരുന്നു. എന്താ സംഭവിച്ചത്? റോബോട്ട് തന്നെയാണോ അത് ചെയ്തത്? അത് കേട്ട് ഡയറക്ടറും എന്ത് പറ്റി? ഞാനാണ് ഇത് ചെയ്തതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളും അങ്ങനെയൊന്നുമില്ല ഡയറക്ടറും, നീ എന്റെ മകളല്ലേ, നിനക്കും വിഷമമുണ്ടാകും. അതുകൊണ്ട് എപ്പോഴാണോ നീ സമാധാനിക്കുന്നത് അന്നേരം തിരിച്ചു വന്നാൽ മതിയാകും. നിന്നെ എന്റെ ആൾക്കാർ നോക്കിക്കോളും. നാളെ തന്നെ നീ ഇവിടെ നിന്ന് പോകണം. അത് കേട്ട് അവളും ഷോക്കാകുന്നു. നാളെയോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പാക്കിംഗ് തുടങ്ങാം. അവളും നടന്നു പോയിട്ട് ഇന്റൻഷനലി ഒരിടത്ത് വീഴുന്നു. അയാളും വന്നവളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ശരിക്കും അവൾ സോഫയുടെ അടിയിൽ അവളുടെ ഫോണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായി. ശേഷം സോബോങ്ങിനെ അവളുടെ അച്ഛനും വിളിക്കുന്നു. അവൻ ഓക്കെയാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവനായിരിക്കില്ല ഇത് ചെയ്തതെന്ന്. അവൻ അങ്ങനെയുള്ള ആളല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഓടി ഒളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. നീ അവനെ ഒറ്റയ്ക്കാക്കരുത്, അവനെ സമാധാനിപ്പിക്കണം എന്നൊക്കെ പറയുന്നു. അവനും വിഷമിച്ചിരിക്കുകയാണ്. അവളും അച്ഛൻ വിളിച്ച കാര്യം അവനോട് പറയുന്നുണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിരുന്നു. അവരെല്ലാരും തന്നെ പറയുന്നത് ഒരിക്കലും നീ ഇത് ചെയ്യില്ലെന്നാണ്. അവർ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. നീ എത്ര നേരം എന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എപ്പോഴും അമ്മയെ കണ്ടോണ്ടിരിക്കുകയാണ്, അമ്മ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളും നീ ഇത്രയും നേരം അതാണ് കണ്ടുകൊണ്ടിരുന്നത്? അങ്ങനെ ചെയ്യരുത്, നീ ഒരിക്കലും തെറ്റുകാരനല്ല. നീ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയ്ക്കും വളരെ സങ്കടമാകും. അവളും കരയുന്നുണ്ട്. അത് കണ്ട് അവനും അവളെ തന്നെ നോക്കുന്നു. അവനും പുറത്തേക്ക് പോകുന്നു. എനിക്കും കരയണമെന്നുണ്ട്, ഒരു മനുഷ്യനെ പോലെ. എനിക്കറിയാം നിന്റെ ഉള്ളിൽ നീ കരയുകയാണ്, അതുകൊണ്ട് ഞാനും നിന്നെ ഹഗ് ചെയ്യാം. ശേഷം കിൽ സ്വിച്ചിൽ നോക്കുന്ന സമയം അതിനകത്ത് വീണ്ടും സമയം എഴുതി കാണിക്കുന്നതായി കാണിക്കുന്നു. ഇനി 15 മണിക്കൂറാണ് ബാക്കിയുള്ളത്. ഡയറക്ടറും സെക്രട്ടറിയും കൂടി ഇത് ആഘോഷിക്കുന്നു. സെക്രട്ടറി നമ്മുടെ വഴിയിൽ ആ റോബോട്ടായിരുന്നു ഒരു തടസ്സം, അവനെ എന്തായാലും നമ്മൾ മാറ്റി. എല്ലാവരും അവനെ കുറിച്ച് ഓർത്ത് പേടിക്കുന്നുണ്ട്. ഡയറക്ടർ പിന്നെന്തിനാ ഞാൻ ആ ലേഡിയെ കൊന്നത്? ഇനി ആ അസിസ്റ്റന്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവനെ കൊണ്ട് ചെയർമാന്റെ ഷെയർസ് എല്ലാം എഴുതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെല്ലാം നമ്മുടെ കൈക്കലാകും. സെക്രട്ടറിയും ആൾ അത്രയും പെട്ടെന്ന് നിങ്ങൾക്കെല്ലാം എഴുതി തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് ഡയറക്ടറും എനിക്ക് അവന്റെ വീക്ക്നെസ് നന്നായിട്ട് അറിയാം, അത് ഷിന്നാണ്. നമ്മൾ ഷിന്നിനെ പിടിച്ചു വെച്ച് അവനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ തന്നെ എല്ലാം നമുക്ക് തരും. നമുക്കെന്തായാലും നാളെ തന്നെ അവന്റെ അടുത്തേക്ക് പോകണം. ശേഷം ഷിന്നും അമ്മയുടെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. അവിടേക്ക് അസിസ്റ്റന്റും എത്തുന്നുണ്ട്. നിന്റെ അമ്മയെ കൊന്നത് റോബോ നാംഷനല്ല, അവൻ സോബോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇന്നലെ മുതൽ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അത് ചെയ്തത് എന്തായാലും ആ ഡയറക്ടർ ആയിരിക്കും. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, വേഗം തന്നെ തിരിച്ചു വന്നേക്കാം എന്ന് പറഞ്ഞു പോകുന്നു. ആ സമയം സോബോങ്ങിന്റെ ഒരു മെസ്സേജും ഷിന്നിന് വരുന്നുണ്ട്. അത് അയച്ചത് റോബോ നാംഷനാണ്. ഇത് നാംഷൻ 3 ആണ്. അമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നിന്നോട് പറയണം. അവന്റെ കയ്യിലുള്ള വാച്ചിലും ടൈം എഴുതി കാണിക്കുന്നുണ്ട്. ഇനി 11 മണിക്കൂർ മാത്രം ബാക്കി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ആകും. ഷിന്നും അവനൊരു ലൊക്കേഷൻ അയക്കുന്നുണ്ട്. എന്നെ കാണണമെങ്കിൽ ഇവിടേക്ക് വരാനായി പറയുന്നു. ആ സമയം ഡേവിഡും അവനെ വിളിക്കുന്നുണ്ട്. സോബോങ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അവനും സോബോങ് ഉറങ്ങുകയാണെന്ന് പറയുന്നു. അയാളും നിനക്ക് ഓക്കെയാണോ? കിൽ സ്വിച്ചിന്റെ കാര്യമൊക്കെ നേരെയായല്ലേ? നീ എന്താ സംസാരിക്കാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനവനും ഇനി 11 മണിക്കൂറും 12 മിനിറ്റുമാണുള്ളത്. കിൽ സ്വിച്ച് റീആക്ടിവേറ്റ് ആകും. അത് കേട്ടിട്ട് അയാളും ഷോക്കാകുന്നു. നീ എന്തായാലും വീട്ടിലേക്ക് വാ, ഞാനൊന്ന് നോക്കട്ടെ. അതിനവനും എനിക്ക് ഷിന്നിനെ കാണാനുണ്ട്, ഞാൻ സോബോങ്ങിനോട് പറഞ്ഞിട്ട് അവിടേക്ക് പോവുകയാണ്. ഡേവിഡും അവനെ വഴക്ക് പറയുന്നുണ്ട്. നീ ഷിന്നിനെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ മതിയാകും, എനിക്കിതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. ആ സമയം സോബോങ്ങും അവിടേക്ക് വരുന്നു. നീ എന്തിനെ കുറിച്ചാ സംസാരിച്ചു കൊണ്ട് നിന്നത്? അതിനവനും ഞാൻ ഷിന്നിനെ കാണാനായി പോവുകയാണ്. അത് കേട്ടിട്ട് അവളും അവനെ വഴക്ക് പറയുന്നു. അവൻ നിന്നെ കൊല്ലാനായി നോക്കിയവനാണ്, വീണ്ടും നിന്നെ അറ്റാക്ക് ചെയ്താൽ എന്ത് ചെയ്യും? നീ പോകരുത് എന്ന് പറയുമ്പോൾ അവനും എനിക്ക് പോയേ മതിയാകൂ എന്നാണ് പറയുന്നത്. സോബോങ്ങും നിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാകും. ഷിന്നിനോട് അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യം എനിക്കും അവനോട് പറയണം. ഞാൻ ഇപ്പോൾ തന്നെ മടങ്ങി വന്നേക്കാം. ശേഷം കമ്പനിയിലെ എല്ലാവരും അസിസ്റ്റന്റിനെ വന്ന് വഴക്ക് പറയുന്നു. ശരിക്കും ചെയർമാന് റോബോട്ടിനെ വെച്ച് കമ്പനി നടത്തണമെന്ന് താല്പര്യമുണ്ടായിരുന്നു, അയാൾക്ക് ഡിമെൻഷ്യ ഉണ്ടെന്നല്ലേ
പോകാനായി പറഞ്ഞത്. അവിടേക്ക് ഡയറക്ടറും വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരും നിങ്ങൾ പോയതിനു ശേഷം ഒരുപാട് ചീത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിനയാളും എന്നെ ഇവിടെ നിന്ന് ഡിസ്മിസ് ചെയ്തു. പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരുപാട് കാലമായി ഈ കമ്പനി നോക്കി നടത്തുന്നതല്ലേ. അത് തകരുന്നത് കാണാൻ എനിക്ക് വയ്യ. അസിസ്റ്റന്റിനോട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ റോബോട്ട് വളരെ അപകടകാരിയാണെന്ന്. അവനൊരിക്കലും ആരെയും കൊല്ലാനായി സാധിക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നു. അവനെന്നോ? അതൊരു മെഷീനാണ്. അവനെ ഇപ്പോൾ തന്നെ നശിപ്പിക്കണം. അസിസ്റ്റന്റും അവനല്ല ആ കൊലപാതകം ചെയ്തതെങ്കിലോ? ആ കൊലപാതകം ചെയ്ത ആൾക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്ന് ഡയറക്ടറുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു. ഡയറക്ടറും എന്നാലും അത് ആരായിരിക്കും? അവിടുത്തെ കമ്പനിയുടെ പ്രശ്നങ്ങൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റും എന്റെ ഷെയർസ് മുഴുവൻ ഞാൻ ഷിന്നിന് കൊടുക്കാമെന്ന് പറയുന്നു. വേറൊരുത്തനും ഈ കമ്പനി പോകാൻ ഞാൻ സമ്മതിക്കില്ല. ശേഷം ഷിന്നും റോബോനാംശിനെ കാണാനായി പോകുന്നു. ഇക്കാര്യം ഡയറക്ടറുടെ ആൾക്കാരും കാണുന്നുണ്ട്. അവരും അവനെ ഫോളോ ചെയ്യുന്നു. ആ സമയമാണ് ഡേവിഡും അവിടേക്ക് എത്തുന്നത്. അയാളും ആ ടൈമർ കാണുന്നുണ്ട്. ഇനി 8 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. റോബോനാംശനാണെങ്കിൽ ഇതുവരെ അക്കാര്യം സോബോങ്ങിനോട് പറഞ്ഞിട്ടില്ല. ഡേവിഡും അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. അവനും ഫോൺ എടുത്ത് സംസാരിക്കുന്നു. അയാളും പറയുന്നുണ്ട് ഇനിയും 8 മണിക്കൂർ സമയമുണ്ട്. സമയം കഴിയുന്നതിനോടൊപ്പം നിന്റെ പവേഴ്സും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഷിന്നിനെ കണ്ടു കഴിഞ്ഞിട്ട് വേഗം ഇവിടേക്ക് വരണം. ഞാൻ എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് നോക്കട്ടെ. അവനും അത് സമ്മതിക്കുന്നുണ്ട്. സോബോങ്ങും അവനും ആ വാച്ചിൽ തൊട്ടു നോക്കുന്നു. ഇത് കണ്ട് സോബോങ്ങും എന്ത് പറ്റി? വാച്ചിനെ കുറിച്ച് പറയാനാണോ ഡേവിഡ് വിളിച്ചത്? എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയുന്നു. അതിനവനും എന്നെ മിസ് ചെയ്തതുകൊണ്ട് ഡേവിഡ് എന്നെ വിളിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. നീ വേഗം തന്നെ ഷിന്നിനോട് കാര്യം പറഞ്ഞിട്ട് വരണം. ശേഷം എന്നെയാണ് കാണിക്കുന്നത്. അവളും അച്ഛനെ കാണാൻ പോയ സമയം സൗണ്ട് റെക്കോർഡറും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളും വീഴുന്നത് പോലെ അഭിനയിച്ച് ആ ഫോണും സോഫയുടെ അടിയിൽ വെച്ചിട്ട് പോകുന്നു. അവളും ആ റെക്കോർഡിംഗ് കേൾക്കുന്നുണ്ട്. അവളും സെക്രട്ടറിയോട് സംസാരിച്ച എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ആ ലേഡിയെ കൊന്ന കാര്യവും അയാൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവളും ഷോക്കാകുന്നു. അടുത്ത അയാളുടെ പ്ലാൻ ഷിന്നിനെ ഹോസ്റ്റേജ് ആക്കി വെച്ച് അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും സ്വത്തുക്കളെല്ലാം എഴുതി മേടിക്കാനാണ്. അതുകൊണ്ട് വേഗം തന്നെ അവളും ഷിന്നിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ആ സമയം അവളുടെ ബോഡി ഗാർഡ്സും അവിടേക്ക് വരുന്നുണ്ട് അവളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായി. അതുകൊണ്ട് വേഗം തന്നെ അവൾ അസിസ്റ്റന്റിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഷിന്നിന് എന്തോ സംഭവിക്കാൻ പോവുകയാണ്, അവനെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ശേഷം ബോഡി ഗാർഡ്സും അവളെ വീട്ടിൽ നിന്നും കൊണ്ടുപോകാനായി ശ്രമിക്കുന്നു. പക്ഷെ അവരുടെ കണ്ണ് വെട്ടിച്ച് അവൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് അസിസ്റ്റന്റിനെയും വിളിക്കുന്നുണ്ട്. അവളും അച്ഛൻ തന്നെയാണ് ലേഡിയെ കൊന്നതെന്ന് അയാളോട് പറയുന്നുണ്ട്. എന്നിട്ട് ഷിന്നിനെ രക്ഷിക്കാനായും പറയുന്നു. ആ സമയം അവിടേക്ക് അവിടുത്തെ ഒരു സ്റ്റാഫും ചെയർമാന്റെ ഓഫീസിൽ ഒരാൾ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും ആ ഡയറക്ടർ ആയിരുന്നു. അയാളും ചെയർമാന്റെ കസേരയിൽ കയറിയിരിക്കുന്നു. നിങ്ങളാണല്ലേ ലേഡിയെ കൊന്നത് എന്ന് ചോദിക്കുന്നു. നീ ഷിന്നിനെ എന്താ ചെയ്യാനായി പോകുന്നത്? അയാളും ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഷിന്നിനെ പിടിച്ചു വെച്ച് ഇയാളുടെ ആൾക്കാരും അവനെ അടിക്കുന്നു. ഇത് കണ്ടിട്ട് അസിസ്റ്റന്റിനും സഹിക്കാനാകുന്നില്ല. അവൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അയാളും കണ്ടീഷൻ വെക്കുന്നു. നിനക്ക് ഷിന്നിനെ ജീവനോടെ കാണണമെങ്കിൽ ചെയർമാന്റെ എല്ലാ ഷെയർസും എനിക്ക് എഴുതി തരണം. എന്നിട്ട് അവനോടത് സൈൻ ചെയ്യാനായി പറയുന്നു. എന്നിട്ട് അയാളെയും ഭീഷണിപ്പെടുത്തുന്നു. ഒരു വഴിയുമില്ലാതെ അയാളും അത് ചെയ്യുന്നു. ആ സമയം പോലീസുകാരും അവിടേക്ക് എത്തുന്നുണ്ട്. നിങ്ങളാണ് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ലേഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുന്നു. അങ്ങനെ അവനെയും ബലമായി അവർ പിടിച്ചുകൊണ്ടു പോകുന്നു. ആ സമയം സെക്രട്ടറിയും അയാളെ വിളിക്കുന്നുണ്ട്. അയാൾ സൈൻ ചെയ്ത് തന്നോ എന്ന് ചോദിക്കുന്നു. അയാളും സൈൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സെക്രട്ടറിക്ക് സന്തോഷമാകുന്നു. നമ്മള് ഈ ഷിന്നിനെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. അതിനയാളും അവന്റെ അമ്മയെ കൊന്നതുപോലെ തന്നെ അവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. ഞാൻ അവിടേക്ക് ഇപ്പോൾ തന്നെ എത്താമെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ മറഞ്ഞു നിന്ന് എനെയും കേൾക്കുന്നുണ്ട്. ഷിന്ന് അപകടത്തിലായെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. റോബോനാംശനും ഷിന്നിനെ കാണാമെന്നേറ്റിരുന്ന സ്ഥലത്തേക്ക് വരുന്നു. ആ സമയം ഡേവിഡും അവനെ വിളിക്കുന്നുണ്ട്. സോബോങ്ങിനും എന്തോ സംശയം തോന്നി ഡേവിഡിനോട് സംസാരിക്കുന്നു. നിന്റെ അമ്മ ഒരു ചിപ്പ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിന്റെ കഴുത്തിന്റെ പുറകിലുള്ള ആ ചിപ്പ് എനിക്ക് വേണം. ഇനി 4 മണിക്കൂറിൽ താഴെ മാത്രമേ ഉള്ളൂ. വേഗം തന്നെ ഇവിടേക്ക് വരണം. ഇത് കേട്ട് അവളും ഷോക്കാകുന്നു. അവളും അവന്റെ കയ്യിൽ നോക്കുന്നുണ്ട്. ഇനി 3 മണിക്കൂർ മാത്രം ബാക്കി. എന്താ ഇത്? വീണ്ടും കിൽ സ്വിച്ച് റീആക്ടിവേറ്റ് ചെയ്തോ? നീ എന്നാ ഇത് അറിഞ്ഞത്? അതിനവനും ഇന്ന് രാവിലെ. നീ വിഷമിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അവളും തിരിച്ചു പോകാമെന്ന് അവനെ നിർബന്ധിക്കുന്നുണ്ട്. അതിന് റോബോനാംശനും എനിക്ക് ഷിന്നിനെ കണ്ടേ മതിയാകൂ, നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അവളും അതിന് സമ്മതിക്കുന്നു. വേഗം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം. ശേഷം അസിസ്റ്റന്റിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സമയം ഇയനെയും അവിടേക്ക് എത്തുന്നു. മറ്റൊരാളാണ് ലേഡിയെ കൊന്നത്. ആ റെക്കോർഡിംഗും ഇവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. അത് കേൾക്കുമ്പോൾ അസിസ്റ്റന്റിനെയും അവർ വിട്ടയക്കുന്നു. റോബോനാംശനും അവിടേക്ക് വരുന്ന സമയം ഷിന്നിനെ അവിടെ എങ്ങും കാണാനില്ല. സോബോങ്ങിനും ടെൻഷൻ ആകുന്നു. അവൻ എന്തായാലും ഇവിടേക്ക് വരില്ലെന്നാണ് തോന്നുന്നത്. ആ സമയം അസിസ്റ്റന്റും അവളെ വിളിക്കുന്നുണ്ട്. റോബോനാംശനും കോൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് അയാളും പറയുന്നത് ഡയറക്ടർ ഷിന്നിനെ പിടിച്ചുകൊണ്ടുപോയി അവനെ ട്രാക്ക് ചെയ്യാനായി പറയുന്നു. അങ്ങനെ അവനും അങ്ങനെ ചെയ്യുന്നു. നോക്കുമ്പോൾ ഷിന്നുള്ള സ്ഥലത്തേക്ക് ആ ഡയറക്ടറും
പോവുകയാണെന്ന് അവനും മനസ്സിലാകുന്നു. അവനും ഞാൻ അഡ്രസ്സ് സെൻഡ് ചെയ്യാം, അവിടേക്ക് വരാനായി പറയുന്നു. സോബോങ്ങും നീ എവിടെ പോകുന്ന കാര്യമായി പറയുന്നത്? അതിനവനും ഷിന്നിനെ ഡയറക്ടർ പിടിച്ചു വെച്ചിരിക്കുകയാണ്, എനിക്ക് അവിടേക്ക് ഉടനെ തന്നെ പോകണം. അവളും അതിന് സമ്മതിക്കുന്നില്ല. നീ വേഗം ഡേവിഡിന്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അതിനവനും ഞാൻ തിരിച്ചു വരാം, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോബോങ്ങും നിന്നെ ഈ ഗതി വരുത്തിയത് അവനാണ് കിൽ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തത്, നീ എന്തിനാ അവിടെ പോകുന്നത്? അതിനവനും എനിക്ക് പോയേ മതിയാകൂ, നിനക്കും അതറിയാവുന്നതല്ലേ. അവളും സമ്മതിക്കുന്നില്ല, സമയം പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ അവൾ പറയുന്നത് കേൾക്കുന്നില്ല. ഷിന്നിനെ രക്ഷിക്കാനായി പോവുകയാണെന്നാണ് പറയുന്നത്. അവളും ചോദിക്കുന്നുണ്ട്, അപ്പൊ ഞാനോ? എന്നെ നിനക്ക് കാണണ്ടേ? നീ ഇങ്ങനെ പോയാൽ, നിന്റെ സമയം തീർന്നു പോയാൽ എന്താ ചെയ്യും? അവനും അവളെ ഹഗ് ചെയ്യുന്നു. അവളും എന്റെ കൂടെ വരാനായി പറയുന്നു. നിനക്കറിയാമല്ലോ എനിക്ക് നീയില്ലാതെ ജീവിക്കാനാകില്ല. അവനും അവളെ സമാധാനിപ്പിക്കുന്നു. എന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അമ്മ മരിച്ചത്, എനിക്കൊന്നും തന്നെ ചെയ്യാനായില്ല. ഇനി ഷിന്നും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അമ്മ മരിക്കുന്നത് കാണേണ്ടി വരും. എന്റെ നിയമമാണ് മനുഷ്യന്മാരെ സഹായിക്കുക എന്നുള്ളത്. ഞാൻ എന്തായാലും തിരിച്ചു വരും, ഞാൻ നിന്റെ റോബോട്ടാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവളാണെങ്കിൽ അവനെ ഒറ്റയ്ക്ക് വിടുന്നില്ല, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നു. ശേഷം ആ ഡയറക്ടറും ഷിനിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. നീ നിന്റെ മരിച്ചുപോയ പാരന്റ്സിനെ കുറിച്ച് ഓർക്കുകയാണല്ലേ, നീ ഒട്ടും വിഷമിക്കണ്ട, ഞാൻ നിന്നെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നതായിരിക്കും. ഒരു ഫാമിലി ആകുമ്പോൾ എപ്പോഴും എല്ലാവരും ഒരുമിച്ചല്ലേ കഴിയേണ്ടത്. ആ സമയം റോബോനാംശനും അവിടേക്ക് എത്തുന്നു. അവിടെ ഡയറക്ടറുടെ ആൾക്കാരും ഇരിക്കുന്നുണ്ട്. അവനും അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുന്നു. ഡയറക്ടറും അവനെ കൊല്ലാനായി നിൽക്കുന്ന സമയം റോബോനാംശനും അവനെ തടയുന്നുണ്ട്. അവനും അയാളെ തള്ളി മാറ്റുന്നു. ആ സമയം സോബോങ് അവിടേക്കെത്തി അവന്റെ കെട്ടെല്ലാം അഴിച്ചുവിടുന്നു. ഷിന്നും നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ എന്റെ അമ്മയോട് ചെയ്തതിന്റെ കുറ്റബോധത്തിനാണോ എന്നെ രക്ഷിക്കാനായിട്ട് വന്നത്? അത് കേട്ട് സോബോങ്ങും അവനല്ലാതെ ചെയ്തത്. ഷിന്നും പിന്നെന്തിനാ നീ ഇവിടേക്ക് വന്നത്? അതിനവനും അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ വീണ്ടും ഒറ്റയ്ക്കാക്കി പോകേണ്ടി വന്നതിൽ ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഷിന്നിനും സങ്കടമാകുന്നു. റോബോനാംശനും അവനെ വാച്ച് കൊടുക്കാനായി സോബോങ്ങിനോട് പറയുന്നു, ഞാനായിട്ട് തന്നെ നീ ഒന്ന് അഭിനയിക്കണം. സോബോങ്ങിനോട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായി പറയുന്നു. സോബോങ്ങും നീ വേഗം വരില്ലേ എന്ന് പറയുന്നുണ്ട്. അവനും വരാമെന്ന് പറയുന്നു. അങ്ങനെ അവളും അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. സോബോങ്ങും അവനെ കൊണ്ടുപോകുന്ന വഴിയിൽ ആ സെക്രട്ടറി നിൽക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നു. റോബോനാംശനും ഡയറക്ടറുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അയാളുടെ തോക്കും അവൻ എടുത്തു വെക്കുന്നു. എന്നിട്ട് അയാളുടെ ചുറ്റും ഷൂട്ട് ചെയ്യുന്നു. എന്താ നീ പേടിച്ചു പോയോ? ഡയറക്ടറും നീ ഒന്നും എന്നെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അവനും ഇത് അവസാനത്തെ ബുള്ളറ്റ് ആണ് എന്ന് പറഞ്ഞ് അയാളുടെ നേർക്ക് പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് മറ്റെവിടേക്കോ ആണ് ഷൂട്ട് ചെയ്യുന്നത്. അയാളും നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. റോബോനാംശനും ഇനി മറ്റാരെയും വേദനിപ്പിക്കരുതെന്ന് അയാളോട് പറയുന്നു. എന്നിട്ട് പോകുന്നു. അവനും വീക്ക് ആകുന്നുണ്ട്. അവന്റെ സമയവും കഴിയാറായിട്ടുണ്ടായിരുന്നു. ഇനി 23 മിനിറ്റ് ആണ് ബാക്കിയുള്ളത്. അവനും സോബോങ്ങിനെ സെർച്ച് ചെയ്യുന്നു. അവളുടെ അടുത്തേക്ക് അവനും പോകുന്നുണ്ട്. അവളും ഷിന്നിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നു. അസിസ്റ്റന്റും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോബോങ്ങും പോലീസും ഇവിടേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞ് പോകാനായി നിൽക്കുമ്പോൾ ഷിന്നും അവളെ അവിടെ പിടിച്ചു വെക്കുന്നു. നീ അങ്ങോട്ടേക്ക് പോകണ്ട, അപകടമായിരിക്കും. അതിനവളും നമുക്ക് അപകടമാണ്, പക്ഷെ അവനോ? അവന്റെ കാര്യം നീ എന്താ ചിന്തിക്കാത്തത്? അവളും കിൽ സ്വിച്ച് റീആക്ടിവേറ്റ് ആയതിന്റെ കാര്യം അവനോട് പറയുന്നുണ്ട്. അവന്റെ ജീവൻ കളഞ്ഞാണ് നിന്നെ രക്ഷിക്കാനായി ഇവിടേക്ക് വന്നത്. ഇത് കേൾക്കുമ്പോൾ ഷിന്നിനും വിഷമമാകുന്നു. റോബോനാംശനും എങ്ങനെയൊക്കെയോ അവളെ തേടി എത്താനായി ശ്രമിക്കുന്നു. അവനും വീക്ക് ആകുന്നുണ്ട്. പക്ഷെ ആ സമയം ഡയറക്ടറുടെ ആൾക്കാരും അവനെ കാണുന്നു. ഇതാ ഷിന്നല്ലേ എന്ന് അവരും തിരിച്ചറിയുന്നു. അവരെ വെട്ടിച്ച് അവനും ഓടിപ്പോകാനായി ശ്രമിക്കുന്നുണ്ട്. അവരും അവന്റെ പിന്നാലെ തന്നെ പോകുന്നു. ആ സമയം സോബോങ്ങും അവനെ അന്വേഷിച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡേവിഡും അവിടേക്ക് വരുന്നു. അവൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. സ്വിച്ചിനെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാനും ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവന് 10 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവന്റെ പവറും മിക്കവാറും നഷ്ടമായിട്ടുണ്ടാകും. ആ സമയം അവനും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അവരും പിന്നാലെയുണ്ട്. ഓടിയോടി എത്തുന്ന സമയം അവന്റെ മുന്നിലുള്ളത് കടലാണ്. അവനും അവിടെ തന്നെ നിൽക്കുന്നു. അവനും സമയം ചെക്ക് ചെയ്യുന്നുണ്ട്. അവരും അവന്റെ ചുറ്റും വളയുന്നു. ഇവൻ നോക്കുന്ന സമയം ഷിന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവനും ഷിന്നിനെ കാണുന്നുണ്ട്. സെക്രട്ടറിയും നിന്നെ ഞാനിപ്പോൾ കൊല്ലുമടാ എന്ന് പറയുന്നുണ്ട്. അത് കണ്ട് ഷിന്നും അവിടേക്ക് വരാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും റോബോനാംശനും ഇവിടേക്ക് വരരുതെന്ന് അവനോട് പറയുന്നു. ഇവൻ ഷിൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനായി അവരോട് പറയുന്നു. അവന്റെ കൈ ചെക്ക് ചെയ്താൽ മതി. അത് കണ്ടിട്ട് റോബോനാംശനും അവന്റെ വാച്ചൂരി വെള്ളത്തിലെറിയുന്നു. അവന്റെ കൈ കണ്ടതും അത് ഷിന്നാണ് എന്ന് തെറ്റിദ്ധരിച്ച് അയാളും അവനെ ഷൂട്ട് ചെയ്യാനായി നിൽക്കുന്നു. ആ സമയം ഡയറക്ടറും അവിടേക്ക് എത്തുന്നു. അയാളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ച് വാങ്ങിച്ച് അയാളും അവനെ ഷൂട്ട് ചെയ്യുന്നു. ആ സമയം സോബോങ്ങും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവളും നിലവിളിക്കുന്നു. ഇക്കാര്യം റോബോനാംശനും കാണുന്നു. അവനെ ദേഷ്യം തീരുന്നത് വരെ ഡയറക്ടർ ഷൂട്ട് ചെയ്യുന്നു. സോബോങ്ങും അവനെ കണ്ടിട്ട് ഷോക്കാകുന്നു. അവസാനം അവനും കടലിലേക്ക് വീണു പോകുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു. സോബോങ്ങും കരയുന്നു. അവനും കടലിലേക്ക് താഴ്ന്നു പോകുന്നു. ആ സമയം അവരുടെ കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ സെർവറും ഓഫ് ആകുന്നു. ശേഷം 1 വർഷം കഴിഞ്ഞുള്ള സംഭവമാണ് കാണിക്കുന്നത്. ഡയറക്ടറും ഇപ്പോൾ ജയിലിലാണ്. അയാളെ കാണാനായി സെക്രട്ടറിയും എത്തുന്നു. അയാളും കമ്പനിയിൽ ഇപ്പോൾ എന്താ വിശേഷമെന്ന് ചോദിക്കുന്നു. അതിന് സെക്രട്ടറിയും ഇന്ന് പുതിയ ചെയർമാൻ ചാർജ് എടുക്കുന്ന ദിവസമാണ്, നിങ്ങളും അവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ആ റോബോട്ട് കാരണമാണ്. ഡയറക്ടറും ആ റോബോട്ട് കടലിൽ വീഴുന്നത് വരെ ഞാൻ വിചാരിച്ചത് അത് ഷിൻ ആണെന്നാണ്. സെക്രട്ടറിയും നിങ്ങളുടെ മകളും അവളുടെ അമ്മയുടെ സ്ഥലത്തേക്കാണ്
തന്നെയാണ് പോയിരിക്കുന്നത്. നിങ്ങളോട് ഇത് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ കുറ്റബോധം കൊണ്ടായിരിക്കും അവിടേക്ക് പോയത്. ഞാൻ അവളെ നിങ്ങൾക്ക് വേണ്ടി വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഡയറക്ടറും വേണ്ടെന്ന് പറയുന്നു. ശേഷം അസിസ്റ്റന്റും ചെയർമാനായി ചാർജ് എടുക്കുന്നു. ആ സമയം ഷിന്നും അവിടേക്ക് എത്തുന്നുണ്ട്. അസിസ്റ്റന്റും കുറെ നാളായല്ലോ കണ്ടിട്ട്, നിന്റെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? ഷിന്നും നിന്നെ ആ കസേരയിലിരുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നു. അതിനയാളും ഞാൻ വെറും ടെമ്പററി ആണ്, നീ വേഗം തന്നെ ഇവിടേക്ക് തിരിച്ചു വരണം. അതിന് ഷിന്നും നീ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഈ കമ്പനി വിൽക്കും. സോബോങ്ങിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവളിപ്പോ എങ്ങനെയാണ്, അവൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അതിന് അസിസ്റ്റന്റും ഞാൻ ചോദിച്ചില്ല, അവൾ എന്തായാലും വിഷമത്തിലായിരിക്കും. ശേഷം സോബോങ്ങിനെ കാണിക്കാണ്. അവളും ബോക്സിംഗ് ഒക്കെ നടത്തുകയാണ്. അവളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മെയ്ബോ മാത്രമാണ്. അവളും അതില് റോബോനാംഷൻ അയച്ചിട്ടുള്ള റെക്കോർഡിംഗ്സ് ഒക്കെ കേട്ടു നോക്കുന്നു. അവൾക്കും അവനെ നന്നായി തന്നെ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു കടൽ തീരത്ത് വന്നിരിക്കുന്നു. അവൻ കടലിലാണല്ലോ വീണു പോയത്. അവൻ തിരിച്ചു വരുമെന്ന് അവളും പ്രതീക്ഷിക്കുന്നു. അവളും റോബോനാംഷന് ബായ് പറയാനായി മെയ്ബോയോട് പറയുന്നു. അതും അങ്ങനെ തന്നെ ചെയ്യുന്നു. അങ്ങനെ അവളും പോകാനായി സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയം അവളുടെ കൈ അറിയാതെ തട്ടി മെയ്ബോയും താഴെ വന്ന് വീഴുന്നു. അത് കണ്ടിട്ട് അവൾക്കും വിഷമമാകുന്നു. അവളും ഓടിച്ചെന്ന് അതിനെ എടുക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു നീ പൊട്ടിപ്പോയിട്ടുണ്ടെന്ന് എന്നൊക്കെ പറയുന്നു. അതിന് മെയ്ബോയും എന്നോട് ക്ഷമിക്കണം, ഞാനൊരു റോബോട്ട് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം പുറകിൽ നിന്ന് മറ്റാരോ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു റോബോട്ട് അല്ലേ എന്ന് പറയുന്നുണ്ട്. ഇവളും തിരിഞ്ഞു നോക്കുന്ന സമയം റോബോനാംഷനെ പോലെ ഒരാളെയും അവളും കാണുന്നു. അത് ശരിക്കും ഷിന്നായിരുന്നു. നീ ഇപ്പോഴും കൺഫ്യൂസ് ആകാറുണ്ടോ? അവളും അവനോട് വഴക്ക് പറയുന്നു. നിന്റെ പ്രശ്നം എന്താ? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? അതിനവനും നീ ഇപ്പോഴും അവനെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അത് കേട്ടിട്ട് അവളും വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്നു. അവളും കരയുന്നു. ആ സമയം വീണ്ടും നീ എന്നോട് ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുന്നു. ഇവളും തിരിഞ്ഞു നോക്കുന്ന സമയം അവിടെ നിൽക്കുന്ന ആളെ കണ്ട് ഇവളും ഷോക്കാകുന്നു. അത് ശരിക്കും റോബോനാംഷൻ തന്നെയായിരുന്നു. അവനും അവളെ വന്ന് ഹഗ് ചെയ്യുന്നു. നീ കരഞ്ഞാൽ ഞാൻ നിന്നെ ഹഗ് ചെയ്യും, അതെന്റെ നിയമമാണ് എന്ന് പറയുന്നു. അവൾക്കും വിശ്വസിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ വാച്ച് ഉണ്ടോ എന്ന് അവളും നോക്കുന്നു. അവളും ചോദിക്കുന്നുണ്ട്, ഇത് ശരിക്കും നീ തന്നെയാണോ? അവളും ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അവളും ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം അസിസ്റ്റന്റും ഡേവിഡും ഷിന്നും ഇത് കാണുന്നുണ്ടായിരുന്നു. ഡേവിഡും നിങ്ങളില്ലായിരുന്നെങ്കിൽ അവനെ എനിക്ക് കണ്ടെത്താനേ സാധിക്കില്ലായിരുന്നു. അതിന് അസിസ്റ്റന്റും അതിന് താങ്ക്സ് പറയേണ്ടത് ഷിന്നിനോടാണ്, അവന്റെ പണവും പവറും വെച്ചിട്ടാണ് അവനെ കണ്ടെത്തിയത്. അതിന് ഷിന്നും പണവും അധികാരവും അല്ലേ, അതുപയോഗിച്ച ശേഷം ഞാൻ ആദ്യമായിട്ടാണ് സന്തോഷിക്കുന്നത്. ഡേവിഡും ലേഡി ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇത് കണ്ടിട്ട് സന്തോഷമായേനെ. റോബോനാംഷനും എന്റെ ഒരുപാട് എബിലിറ്റീസ് ഒക്കെ നഷ്ടമായി. ഞാനിപ്പോൾ ഏകദേശം ഒരു മനുഷ്യനെ പോലെയാണ്. അതിനവനും ഞാനും നിന്നെ പോലെ ആയി മാറുകയാണ്. എന്റെ ഹൃദയം ഇപ്പോഴും ഒരു റോബോട്ടിനെ പോലെ ആയി മാറിയിരിക്കുകയാണ്. അവനും അവളെ കിസ് ചെയ്യുന്നു. അവനും സന്തോഷമാകുന്നു. ആ സമയം അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ വെച്ച് ഈ സീരീസ് അവസാനിക്കുകയാണ്.